ഒരു യൂണിറ്റ് നടത്തുന്നവർക്കും ഇപ്പൊ ഇതൊരു അത്യാവശ്യമായി മാറിക്കാണ്. ക്രോഷ്യോ ആണ് ഇത് 100% ഡയബിൾ ആണ്. ഇത് ശരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോകും. ഇതേപോലെ ഇങ്ങനെ വെക്ക തയ്ക്ക ഒക്കെ സെറ്റ് ആണ്. ചെറിയ ചെറിയ സ്റ്റോൺ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇതിന്റെ ഈ സ്റ്റോണിലെ ഗം ഉണ്ടാവും. ഇത് വീതി കൂടിയ ടൈപ്പ് ആയിട്ട് വരുന്നത്. കോപ്പറുടെ മാത്രം ഇത്രയും വെറൈറ്റീസ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ലേസ് ആണ് കേട്ടോ വരുന്നത്. ഡയബിളിന് ഓർഗൻജ ലേസ് എന്ന് പറയും. ഇത് ക്വാളിറ്റി വൈസും റേറ്റ് വൈസും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്? തീർച്ചയായിട്ടും ആരോടും പറയാണ്ടിട്ട് എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞാൽ ആർക്കൊക്കെ അടി വേണം. സ്കെയിലും ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വരച്ചോട്ടെ ഈ വൈറ്റ് ഷർട്ടില്. അയണിങ് ചെയ്യാണ്ട് പോവില്ല. ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ക്രാഫ്റ്റ് വർക്കിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പർ. മറ്റേ ബട്ടൺ വെക്കാൻ വേണ്ടിട്ട് റിംഗ് ബട്ടൺ വെക്കിയത് സൂചിയാണ്. ഇത് മറ്റേ ചെരിപ്പ് തയ്ക്കാൻ വേണ്ടി സൂചിയാണ്. ഓ, വീതി കുറഞ്ഞത് GPO ലേസ് എന്ന് പറയും. ഇത് ഫുൾ ലൈനിങ് ആണ് ഈ കാണുന്നത് മൊത്തം. കോളറിനകത്ത് വെക്കാനാണ് ടൈപ്പാണ്. കഫ് ക്യാൻവാസ്, കോളർ ക്യാൻവാസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? ഇത് വർദ്ധമാൻ. അത് പറയണം. ബ്രാൻഡ് വർദ്ധമാൻ എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ബ്രാൻഡ് അല്ലേ? ഡിസൈൻ ഉണ്ട്, ഇതിനകത്ത് കളർ ഉണ്ട്. സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിട്ടല്ലേ? ഫുൾ ഡയബിൾ ആണ്. ഇതും ഡയബിൾ. ഇത് നമ്മുടെ വർക്ക് ചെയ്ത ശേഷം അയണിങ് ചെയ്യുമ്പോൾ ഇത് പോയിക്കോളും. മാജിക് ടൈപ്പ് ആണ്. ഏറ്റവും ചെറിയ സൈസ് ഇതാന്ന് തോന്നുന്നു. അതെ, ഇത് നമ്പർ 5 ആണ്. ഇത് നമ്പർ 18 ആണ്. KBC ത്രെഡ് ആണ്. സിൽക്ക് ത്രെഡ് എന്ന് പറയും. സിൽക്ക് ത്രെഡ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബുട്ടിക് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ അത്യാവശ്യമാണ്. കാരണം ഇവിടെ എല്ലാവിധം സാധനങ്ങളും നിങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് റോഡിൽ. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ക്ലോത്ത് ബസാർ ജംഗ്ഷൻ. പിന്നെ ഇപ്പുറത്ത് ഒരു മാർക്കറ്റ് ഉണ്ട്. ഇത് മേത്തർ മാർക്കറ്റാ, മേത്തർ ബസാർ. ഈ ഒരു മാർക്കറ്റിന് മേത്തർ ബസാർ എന്നാ പറയാം കേട്ടോ. അപ്പൊ അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു മേത്തർ ബസാർ മാർക്കറ്റ്, മേത്തർ മാർക്കറ്റ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് മാർക്കറ്റ് റോഡിലാണ്. ദി മോസ്റ്റ് പോപ്പുലർ ലേസിന്റെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് ന്യൂ സൂര്യ ലേസ് ഷോപ്പ്. അപ്പൊ ഇവിടെ എല്ലാത്തരം വെറൈറ്റീസ് കിട്ടും. നല്ല സ്പേസ് ഉണ്ട്. വെറൈറ്റീസ് കൊണ്ട് വെറൈറ്റീസ് ആണ്, അതും അഫോർഡബിൾ റേഞ്ചിൽ. വരൂ, കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതേപോലെ വിശാലമായിട്ടുള്ള ഒരു ഓണറുടെ മനസ്സാണ് അല്ലേ? എന്താണ് വിശേഷം? സുഖം. എന്താണ് ഇവിടെ വെറൈറ്റി ഉള്ളത്? ഈ മൈക്ക് ഒരു മിനിറ്റ്. ഇനി പറഞ്ഞോ. ഡ്രസ്സിൽ വെക്കുന്ന എല്ലാ സാധനങ്ങളുണ്ട്. ലേസ് ഐറ്റം, ബുട്ടിക്ക് വേണ്ട ഐറ്റം എല്ലാം 100% എല്ലാ ഐറ്റവും കിട്ടും. എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ്. എന്തായാലും ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാനായിട്ട് ആരെങ്കിലും എന്താ പേര്? ചേതൻ. നമുക്ക് വെറൈറ്റീസ് നമ്മുടെ ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് എവിടെ തുടങ്ങാം? ഈ സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലെ? ഓക്കെ. അപ്പൊ ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ലേസ് മാത്രമേ ഉള്ളൂ? എല്ലാ വെറൈറ്റീസ് ഉണ്ട് ലേസിൽ. നമ്മുടെ ഹാൻഡ് വർക്ക് ലേസ്, കട്ട് ബീഡ് വർക്ക് ലേസ്, ഡയബിൾ ലേസ്. ഇങ്ങനെ പറഞ്ഞ പോരാ, എടുത്ത് കാണിച്ചാലേ അറിയുള്ളൂ ഞങ്ങൾക്ക്. ഹാങ്ങിങ് ലേസ് ഈ സ്ലീവ്സിലേക്ക് വെക്കണ ടൈപ്പാണ്. ഗ്ലൗസിൽ വെക്കാൻ വേണ്ടിയാണ് ഹാങ്ങിങ് ലേസ്. ഇതിനകത്ത് പല കളേഴ്സ് ഉണ്ട്. കോപ്പർ കളേഴ്സ്, ആന്റിക് കളേഴ്സ്, റോസ് ഗോൾഡ് കളേഴ്സ് ഉണ്ട്. റോസ് ഗോൾഡ്, കോപ്പർ ഗോൾഡ്, സിൽവർ, ബ്ലാക്ക് വരെ ഉണ്ട്. ഇതേപോലത്തെ സെയിം ഹാൻഡ് വർക്ക് ലേസ് ആണ്. ഇത് ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഫുൾ 9 മീറ്ററിന്റെ ഒരു റോള് വരും. 9 മീറ്ററിന്റെ ഒരു റോള് ഹാൻഡ് മെയ്ഡ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഈ കാണിക്കുന്ന ഈ പാക്കറ്റ് ഇത് ഫുൾ എടുക്കണം. ഹോൾസെയിൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഫുൾ പാക്കറ്റ് എടുക്കണം. എല്ലാത്തിനും 9 മീറ്റർ. 9 മീറ്റർ ഉണ്ട്, 18 മീറ്റർ ഉണ്ട്, 20 മീറ്റർ ഉണ്ട്. എല്ലാം പല മീറ്റർ ആയിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ വെറൈറ്റി നോക്കിയാൽ ഹാൻഡ് വർക്ക് ലേസ് ആണ്. ഫുൾ ടോട്ടൽ ഹാൻഡ് വർക്ക് ഐറ്റം ആണ്. ഓക്കെ. കുറച്ച് ഹെവി ടൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ഹെവി അല്ലാത്തത് ഉണ്ട്. ഇതുള്ളത് ഫുൾ ഹാങ്ങിങ് ടൈപ്പിലെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ആണ്. ന്യൂ വെറൈറ്റി. ഇതൊക്കെ കവർ ചെയ്യുന്ന എടുക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാ, പിന്നെ സെയിൽ ആവില്ല അല്ലേ? കുഴപ്പമില്ല. ജസ്റ്റ് ഒരെണ്ണം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ശരിക്കുള്ള ലുക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയുള്ളൂ. കണ്ട ഈ ഒരു ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ഫുള്ള് 9 മീറ്റർ ആയിട്ട് റോള് വരും അല്ലേ? ഇതുപോലത്തെ ആണ്. വൈറ്റിലാണ് ബോർഡറിലുള്ളത്. വൈറ്റ് മുത്തുള്ള ലേസ് ആണ്. വൈറ്റ്. ഓക്കെ. അപ്പൊ വെറുതെ അല്ല, ഇത് കവർ ചെയ്യുന്ന ഊരുമ്പോ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അല്ലേ? അപ്പൊ ഇത് ഫുൾ വരുമ്പോ ലേസിന്റെ വെറൈറ്റീസ് ഇതേപോലത്തെ ആണ്. നീളം ട്യൂബ് ഉള്ളത് ഹാങ്ങിങ് ലേസ് ആണ്. കുറച്ച് ലെങ്ത് കൂടിയ ടൈപ്പ്. ഫുള്ള് സിൽവർ ഐറ്റം ആണ്. ഇതിൽ സിൽവറും ഉണ്ട്, വൈറ്റും ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ്. ഇതൊക്കെ ഫുൾ ഹാങ്കിങ്ങിലാണ് കാണിക്കുന്നത്. ഹാങ്കിങ്ങിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഈ ഫുൾ സെക്ഷൻ വരുന്നത് ഫുൾ ഹാങ്കിങ്ങിന്റെ മാത്രം. ഓക്കെ. ഫുൾ കട്ട് ബീഡ് വർക്കിന്റെ ലേസ് ആണ്. വില കുറഞ്ഞ ഐറ്റംസ് ഒക്കെ വരും. റേറ്റ് കുറഞ്ഞതും കൂടിയത് അങ്ങനെയൊക്കെ ഉണ്ട്. വെറൈറ്റി ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ആണ്.
കട്ട് ബീഡിന്റെ കട്ട് ബീഡിന്റെ പല വെറൈറ്റി ഉണ്ട്. നോക്കി സ്റ്റോൺ വർക്ക് ഉണ്ട് ഇതിനകത്ത്. സെയിം സ്റ്റോൺ വർക്കാണ്. ഇതിനകത്ത് ഉള്ളത് സെയിം വൈറ്റ് കളർ ഉണ്ട്. വൈറ്റ്, സിൽവർ, ബ്ലാക്ക്, ഗോൾഡ്, റോസ് ഗോൾഡ് ഉണ്ട് ഇതിനകത്ത്. ഒരു 5 to 6 കളർ അവൈലബിൾ ആണ് ഇതിനകത്ത്, ഈ മോഡലിനകത്ത്. ഈ സെയിം പല പല ഇതിനകത്ത് ഒരു സിഗ്സാഗ് ലേസ് ഉണ്ട്. സിഗ്സാഗ് മോഡലുള്ള ഗോൾഡ് ഉണ്ട്, ആന്റിക് ഉണ്ട്. ഇതൊക്കെ ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം ലേസുകൾ മാത്രമാണ്. അതിൽ ഹാൻഡ് വർക്കിന്റെ ഉണ്ട്, കട്ട് ബീഡിന്റെ, മിററിന്റെ ഉണ്ട്, ഡയബിളുടെ ഉണ്ട്, അങ്ങനെ അങ്ങനെ തുണികളുടെ ഉണ്ട്. ഇത് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഫുൾ സീക്വൻസ് വർക്ക് ലേസ് ആണ്. ടോട്ടൽ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്ക് ലേസ് ആണ്. ഇതാണ് സീക്വൻസ് വർക്ക്. ഓക്കെ, സീക്വൻസ് വർക്കിന്റെ അതിന്റെ ശരിക്കും ലുക്ക് വരുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ലൈറ്റ് ഗോൾഡ്, ഒരു ബേജ് ഗോൾഡ്, പല ഷെയ്ഡ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു ഗോൾഡിലെ ഒരു 5-6 ഷെയ്ഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് എടുക്കുമ്പോ ഇങ്ങനെ ഫുൾ ആയിട്ട് തന്നെ എടുക്കണം, അത് നിർബന്ധമാണ്. മുറിച്ച് ഇവിടെ കിട്ടില്ല കേട്ടോ. റീറ്റെയിൽ ഒന്നും ഇല്ല, റീറ്റെയിൽ ഇല്ല. ഇതിന്റെ ഒക്കെ വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് വലിയ ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. സ്കാലപ്പ് സ്ട്രെയിറ്റ് ബോർഡർ വരുന്നത്. സ്കാലപ്പ് വേണോ, സ്ട്രേറ്റ് വേണോ, സിഗ്സാഗ് വേണോ? ഹെവി വർക്കിന്റെ വെഡിങ് ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് വീതി കൂടിയ ടൈപ്പ്, വീതി കുറഞ്ഞതുണ്ട്. ഇത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നെറ്റില് വരുന്ന ലേസ് ആണ്. ഇത് നെറ്റില് സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നത്. ശരിക്കും ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. ഇതിനൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് ഫുൾ സീക്വൻസ് വർക്കില് കുറച്ച് ഹെവി ഐറ്റംസ് ആണ്. നമ്മുടെ ഉള്ളത് ഒരു ഫുൾ വെഡിങ് ഡ്രസ്സിനെ മാത്രം യൂസ് ചെയ്യുന്ന ഐറ്റം ആണ്. വെഡിങ്ങിന് ഉണ്ട്, നോർമൽ ഉണ്ട്, കിഡ്സിന് ഉണ്ട്. കുറച്ച് ഹെവി വർക്കാണ്. കുറച്ച് ഹെവി ഇത് സീക്വൻസ് വർക്കും സീക്വൻസ് അല്ല, മിറർ വർക്കും പേൾ വർക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. പേൾ വർക്കും ഇതുപോലെ മിററിന്റെ ഒക്കെ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. ഫുൾ സ്റ്റോൺ വർക്ക്, അതും ആ ഒരു നെറ്റിന്റെ മെറ്റീരിയൽ. ഇതിന്റെ പല കളേഴ്സിന്റെ ഷെയ്ഡ് ഉണ്ട്. ഇത് ഫുൾ ഗോൾഡൻ ഷെയ്ഡിൽ മാത്രമുണ്ട്. ഗോൾഡ്, സിൽവർ, ഓഫ് വൈറ്റ് ആ ഷെയ്ഡ് ഒക്കെ ഉണ്ട്. ഫുള്ള് വരുന്നത് അല്ലേ? ഇതുള്ളത് ഫുൾ കളർ ഹാങ്ങിങ് ലേസ് ആണ്. പല കളേഴ്സ് ഉണ്ട്. കളറിലുണ്ട്. ഇതിന്റെ തന്നെ എല്ലാ തരം വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫുൾ കളേഴ്സ്. ഹാങ്ങിങ്സ് ആണ് അല്ലേ? വെറൈറ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഒക്കെ മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. ഇതാണ് വെറൈറ്റി. അത് സെയിം ഒരു ഒറ്റ കളറിലാണ് വരുന്നത്, പക്ഷെ ഇത് ഡബിൾ കളർ വരുന്നുണ്ട്. ഇത് ഇവർക്ക് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതില്. ഇതാവുമ്പോ ഒരൊറ്റ സിംഗിൾ ഷെയ്ഡിലാ വരുന്നത്. അതെ അതെ, ഇങ്ങനെ കാണിച്ചാലാണ് അതിന്റെ ലുക്ക് അറിയുള്ളൂ. അതെ, ഇങ്ങനെയാണ് വരിക ഹാങ്കിങ് കേട്ടോ. അപ്പൊ ഈ ഹാങ്കിങ്സിന്റെ ഈ ഫുൾ റൗണ്ട് ഇരിക്കണത് എന്താ? ഒന്ന് സൂം ചെയ്ത് നോക്കിയേ. പല കളേഴ്സ് ഉണ്ട്. ഇത് ഫുൾ എത്ര വേണം കിട്ടും ഇതിനകത്ത്? ഒരേപോലത്തെ 10 ലേസ് വേണോ, 20 ലേസ് വേണോ? എത്ര സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് സാമ്പിൾ മാത്രം ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വെറൈറ്റീസ്. പിന്നെ എല്ലാ കളേഴ്സിലും ബ്ലാക്കിലും ഉണ്ട്. ഇതിന് 5-6 കളർ ഉണ്ട്. കോമൺ ആയിട്ട് പോണത് കളറാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് ബ്ലാക്ക്, ഗോൾഡ്, സിൽവർ, റോസ് ഗോൾഡ്, കോപ്പർ. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോ വാവ്, ഇത് ഒരു പുതിയ കളക്ഷൻ ആണ്. ഇത് ഒന്ന് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ഇത് സീൽഡ് ആണ്, അതുകൊണ്ട് നോക്കിയേ. നമ്മുടെ പേസ്റ്റ് ചെയ്യണം ഡയറക്റ്റ്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല മെഷീനിന്റെ. ഇത് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റിംഗ് ടൈപ്പ് ഉണ്ട്, സ്റ്റിച്ചിങ് ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ പേസ്റ്റിന്റെ സാധനമൊക്കെ ഇവിടെ കിട്ടും? ഇവിടെ കിട്ടും. അതും ഇവിടെ ഉണ്ട്. നൂലുണ്ട്, എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ടോട്ടൽ ഇതന്നെ വരെ കളേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. സ്റ്റോൺ ലേസില് കോപ്പർ, റോസ് ഗോൾഡ്, ബ്ലാക്ക്, ഇതുപോലത്തെ പല ഡിസൈൻസ് ഉണ്ട്. ഇത് കുത്തി വെച്ചാൽ അല്ലെങ്കിൽ ഇത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതന്നെ ഉള്ളത് സെയിം ഫുള്ള് വീതി കുറഞ്ഞത്, ചെറിയൊരു കാണാൻ ഭംഗിയുണ്ട് ലുക്ക് തന്നെ. അതെ, പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് ഫുൾ കല്ലിന്റെ വന്നിട്ടുണ്ട്. ഇനി കല്ലില്ലാത്ത നോക്കിയ ഫുൾ സീക്വൻസ് വർക്കിന്റെ ഇത് ഫുൾ ഇതിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഏത് ടൈപ്പ് റോളിൽ വേണോ, നമുക്ക് ഷീറ്റ് ആയിട്ട് വേണോ, അങ്ങനെ. ഇനിയിപ്പോ ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ. പക്ഷെ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി പറയാൻ വെച്ചാൽ അത് കിട്ടും. ഇതേപോലത്തെ ഒരു 10 റോൾ വേണോ, 20 റോൾ വേണോ, അതുണ്ടാവും. പക്ഷെ മുറിച്ചെടുക്കലില്ല, കാരണം ഇത് ഹോൾസെയിലാണ് വരുന്നത്. ഇനി അടുത്ത വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ കുറച്ച് വീതി കൂടിയ ഐറ്റം ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മൊത്തം മുകളിൽ നോക്കിയാൽ പേള് കളേഴ്സിന്റെ വർക്കൊക്കെ കണ്ട ആള് കേറിയിട്ടോ മുകളിൽ അത് എടുക്കാൻ വേണ്ടി മാത്രം. ഇതാ ഇത് വീതി കൂടിയ ടൈപ്പ് ആയിട്ട് വരുന്നത്. അതിന് തന്നെ കളേഴ്സ് വരുന്നുണ്ട്, പേളില് വരുന്നുണ്ട്. ഇത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പേളില് കേട്ടോ. ശരിക്കും ഇങ്ങനെ വെച്ച് നോക്കിയാൽ അതിന്റെ കറക്റ്റ് ആ ഒരു ലുക്ക് അറിയുള്ളൂ.
ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്, അതാണ് രസം. നമുക്ക് ഏത് ഡ്രസ്സിലും ഏത് മോഡലിലും വേണമെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലേസിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ് ഇനിയും നമുക്ക് കാണാൻ കിടക്കണം. ഹാങ്കിങ്സിൽ ഇതിലൊക്കെ നമുക്ക് ഇനി കാണാൻ കിടക്കുക. അത് വൈറ്റ് പേളില്ലേ നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇതിലൊക്കെ വെക്കാൻ, ഇതാ വൈറ്റിന്റെ മാത്രം കേട്ടോ. ഇതൊന്നും സൂം ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓരോ ഐഡിയ വെച്ച് വരാണെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഇവിടുന്ന് പോകില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ നമുക്ക് ഫുൾ കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത് വെൽവെറ്റിൽ വരുന്നത്. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് നെറ്റിന്റെ ഫുൾ വർക്ക് ആയിട്ടുള്ളത് സീക്വൻസ് ഉണ്ട്. ഇതുള്ളത് ഫുൾ വെൽവെറ്റ് ലേസ് ആണ്, സീക്വൻസ് വർക്ക് ഉള്ളത്. സീക്വൻസ് ഫുൾ വെൽവെറ്റിന്റെ വീതി ഉള്ളതുകൊണ്ട് എല്ലാ സൈസും ഉണ്ട്. എല്ലാ സൈസും ഒന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിപ്പിച്ച് നോക്കി കണ്ടാൽ എന്തൊരു വർക്കുകളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടും. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ആ ഒരു സ്പേസിലാണ് നിങ്ങൾക്ക് സാമ്പിൾസ് കാണിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഒരു പോർഷനിലേക്ക് വരാണെങ്കിൽ അതിന് മുന്നേ ഇതെന്തോന്ന് കാണിച്ചത് ഇതേപോലത്തെ ഇത് മീറ്റർ കൂടിയതാണ്. 40 മീറ്റേഴ്സ് 27 മീറ്റേഴ്സ് ഒക്കെ റേറ്റ് കുറഞ്ഞ ഐറ്റം ആണ്. നമ്മുടെ എന്തൊരു പർപ്പസിന് യൂസ് ചെയ്യാം, ഡ്രസ്സിനെ വേറെ ഡാൻസ് കോസ്റ്റ്യൂമിന് യൂസ് ചെയ്യണം. അപ്പൊ മീറ്റർ വൈസ് കൂടുന്നത് അങ്ങനത്തെ ഉണ്ട്, കുറവുള്ളതും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കാൻ പറ്റും. പിന്നെ ഇനി കോപ്പറിന്റെ മാത്രം ഇത്രയും വെറൈറ്റീസ് കണ്ടോ, കോപ്പറിലെ ലേസുകളില്ലേ. കോപ്പർ ആണ്, ഇതിനകത്ത് സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് ഓരോ പീസ് സാമ്പിൾ ആണ്. ഇതിനകത്ത് ഓരോ പീസ് പോലത്തെ കൂടുതൽ വേണമെങ്കിൽ മേലെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇത് ഫുള്ള് എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ സെയിം ഓരോ പീസ് 10 പീസ് 20 പീസ് വേണമെങ്കിൽ ഇതേപോലത്തെ ഇതേപോലെ ലൈറ്റ് ഷെയ്ഡ് ആണ്. ഓക്കെ, ലൈറ്റ്. പിന്നെ അതിന്റെ ഒരു ആന്റിക് കളർ വൈറ്റില് പേള് വേണമെന്ന് വെച്ചാൽ പേളല്ല സോറി മിറർ വർക്ക്, ഇതുപോലെ ഗോൾഡിൽ മിറർ വർക്ക്. ഇത് വെൽവെറ്റിന്റെ തന്നെ സെയിം അത് റോളാണ് നമ്മൾ കണ്ടത്. ഇത് വരുമ്പോ ഡിഫറെന്റ്. ഇതെന്താ അങ്ങനെ രണ്ട് പാക്കിംഗ്? സെയിം പാക്കിംഗ് വ്യത്യാസമുണ്ട്. സെയിം വെൽവെറ്റ് ലേസ് ആണ്, സീക്വൻസ് വർക്ക് ഉള്ളത്. അതെ, വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല അല്ലെ. ഇനി പോംപോം വേണമെന്ന് പറയുകയാണെങ്കിൽ അതുകൊണ്ട് പോംപോം ലേസ് അല്ലെ, അങ്ങനെയല്ല പറയുന്നത്. പോംപോം ലേസ് ഇതിനകത്ത് എല്ലാ തരം കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാ കളേഴ്സുകളൊന്ന് സുമേത് നോക്കിയപ്പോൾ അല്ല, നിങ്ങൾ പറയുന്ന കളേഴ്സ് നിങ്ങൾക്ക് കിട്ടൂട്ടോ, അതിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല, വന്നാൽ മതി. നമ്മൾ വരണമെങ്കിൽ എങ്ങോട്ട് വരണം? ഇവിടെ വരുന്നത് മാർക്കറ്റ് റോഡാണ് മെയിൻ. ഇവിടെ പുതിയ പച്ചക്കറി മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. എറണാകുളം മാർക്കറ്റ് റോഡിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. തൊട്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ബസാർ ജംഗ്ഷൻ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ മേത്തർ ബസാർ. അതൊരു പച്ചക്കറി മാർക്കറ്റ് ആണ് കേട്ടോ. സെന്ററിലാണ്. എന്താണ് ഷോപ്പിന്റെ പേര്? ന്യൂ സൂര്യ ലേസ് ഹൗസ്. ഫുൾ ലേസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുട്ടിക്കിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ. എല്ലാ ഐറ്റംസും ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ്, പ്ലാസ്റ്റിക് ബീഡ്സ്, സീക്വൻസ്, ആരി വർക്ക് ഐറ്റംസ്, ജെറി ത്രെഡ്, ആരി കോട്ടിന്റെ ഫ്രെയിംസ്, എല്ലാ വെറൈറ്റിയും ഉണ്ട്. എല്ലാ ഐറ്റംസും. ഈവൻ നമ്മള് ഡ്രസ്സിന് ചോക്കില്ല, അതിന് തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെന്താണ് വരുന്നത്? ഇതുള്ളത് ഫുൾ ഡൈയബിൾ ലേസ് ആണ്. ഓക്കെ, ഫുൾ ഡൈയബിൾ ആണ്. ഓർഗൻജ ലേസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡൈ ചെയ്യാൻ പറ്റുന്ന ലേസുകൾ. ഇത് പേസ്റ്റൽ ഡൈ ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റം പേസ്റ്റൽ ഡൈ മാത്രമേ ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റംസ് ഉള്ളത് ഡാർക്ക് ലൈറ്റ് രണ്ടും ചെയ്യാം. രണ്ടും ഉണ്ട്. രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ വീതി കൂടിയത് കുറഞ്ഞത് എത്ര ഏത് മോഡൽ? 100% ഡൈയബിൾ ആണ്. ഇതിനകത്ത് പല സൈസും ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്, ഈ പാക്കറ്റ് ഫുൾ എടുക്കണം? ഇല്ല, അത് ഒരു പീസ് ആയിട്ട് എടുക്കാം. ഇപ്പൊ ഈ എടുക്കണ പോലെ തന്നെ എടുത്താൽ മതി. ഇതേപോലത്തെ ഓരോ പീസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇത് 100% ഡയബിൾ ആണ്. അത് ഡാർക്ക് ലൈറ്റ് ഏത് കളർ വേണം ചെയ്യാൻ പറ്റും. ചെയ്യാം. ഓക്കെ, അത് ഈ ഡയബിൾ ചെയ്യുമ്പോഴേ നമുക്കൊരു സംശയം, എത്ര തവണ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും? വൺ ടൈം മാത്രമേ ചെയ്യാൻ പറ്റും. വൺ ടൈം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം കളറൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ആ ഒരു സംശയം ഉണ്ടായിരുന്നു, ആ ഒരു സംശയം തീർന്നു. അപ്പൊ ഡയബിൾ ആണ്. ജസ്റ്റ് ഡയബിളുടെ ഈ ഫുൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഡയബിളുടെ സെക്ഷനാ വരുന്നത് അല്ലേ? ഇത് ഡയബിൾ ആണ് ഫുൾ. പിന്നെ വൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ വൈറ്റ്. ഇത് വൈറ്റ് ആണ്. ഇത് ഡയബിൾ അല്ലാത്ത വൈറ്റ് ആണ്, നോർമൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതിന്റെ ഒക്കെ സ്റ്റോക്സ് ഇഷ്ടം പോലെ ഇരിക്കുന്നത്. ഇനി ഇതിനകത്ത് സെയിം ഒരു ഐറ്റം ഉണ്ട്. ഇതാണ് ഒരു ഇമ്പോർട്ടഡ് ലേസ് ആണ്. കുറച്ച് ഇത് പർദ്ദയിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ഹെവി ഐറ്റംസ് ആണ്. അത് അബയാസിലൊക്കെ യൂസ് ചെയ്യണ വലിയ വലിയ വർക്കുകളൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് സ്ലീവിന്റെ പോർഷനിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാനും അങ്ങനത്തെ ആവശ്യത്തിന്, അല്ലെങ്കിൽ ദാമന്റെ പോർഷനിലൊക്കെ വെച്ചു കൊടുക്കാനായിട്ട്. ഇപ്പൊ അഭയാസ് വേണ്ട, നമ്മുടെ ഡ്രസ്സിനായാലും ഇത് നടക്കുന്നതായിരിക്കും. ഇത് വീതി കൂടിയത് ഡിഫറെന്റ് വെറൈറ്റി ആണ്. സീക്വൻസ് വർക്ക് ഉള്ളത്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടഡ് ലേസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. അത് 3 തരം ക്വാളിറ്റി ഉണ്ടാവില്ല എന്തായാലും എല്ലാത്തിലും. ഇതെല്ലാം നോർമൽ സാധാരണ ഈ ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് ഇന്ത്യൻ ആണ്. ഓ, രണ്ടിന്റെ വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് ക്വാളിറ്റി ഒരു നോർമൽ ക്വാളിറ്റി ആണ്. ഇതൊരു ഫിനിഷിംഗ് ഒരു പ്രീമിയം ക്വാളിറ്റി ആണ്. ഓക്കെ, അതാ ക്വാളിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഫീല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് വെറൈറ്റീസ് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അത് നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. അപ്പൊ കറക്റ്റ് ആയിട്ട് കാണാം. ഇവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ട്. അതിന് മുന്നേ ഈ ട്രോളിയെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഇവിടെ വരുന്നവർക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോണ പോലെ തന്നെ
ഇതേപോലെ ആവശ്യത്തിന് എവിടുന്ന് എന്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതേ കൊണ്ട് ഇങ്ങനെ ഇടാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ ബില്ല് ചെയ്യാം. ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ സ്ഥിരം വരുന്നതൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണേ, ഫസ്റ്റ് ടൈം വരുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ, എവിടെ എന്താ ഇരിക്കണേന്ന് ഒരാൾ കസ്റ്റമർ വരുമ്പോൾ ഒരാളെ കൂടെ ഉണ്ടാവും. എല്ലാം കൊടുക്കാം. പിന്നെ ഈ ട്രോളി സൗകര്യം ഉള്ളത് കൊണ്ട് ഒന്നും ബുദ്ധിമുട്ടില്ല എല്ലാ കാര്യത്തിനും. പിന്നെ നല്ല സ്പേസ് ആണ്, ബാക്കിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ആണ് വരാം. ഇനി കുറച്ച് നമുക്ക് ലേസിന്റെ കളക്ഷൻസ് നോക്കാം. അത് ഇവിടെ തന്നെ ലേസിന്റെ വെറൈറ്റീസ് ആണ്. ഓർഗൻസ ലേസ് രണ്ട് ഇതിന് കുറെ വെറൈറ്റി ഉണ്ട്. ഇതിന് ഞാൻ സാമ്പിൾ 2 പീസ് മാത്രമേ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ഐറ്റംസിൽ ഒരു 30 കളേഴ്സ് അവൈലബിൾ ആണ് ഓരോ ഐറ്റംസ് അല്ലേ. ഓഹോ, അത് വീതി കൂടിയത് കുറവ് അങ്ങനെ അങ്ങനെ. വെറൈറ്റി ഉണ്ട്. ഇത് കല്ല് വെച്ചിട്ടുള്ളത്, ഇത് കല്ല് വെച്ചിട്ടുള്ളതാണ്. നെറ്റിന്റെ വരുന്നുണ്ട്. ഇത് കല്ല് വെച്ചിട്ടുള്ളതാണ്. ഇത് നോർമൽ സീക്വൻസ് വർക്ക്, ബ്ലാക്കില് എല്ലാത്തിലും ഒരു 4-5 കളേഴ്സ് നോർമൽ വരുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നത്. അത് കൂടാണ്ട് കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെൾഡയില് സീക്വൻസില് ഇങ്ങനെ ഇങ്ങനെ വെൽവെറ്റിന്റെ. ഇതിപ്പോ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, ആ സെയിം അത് തന്നെയാണ് കേട്ടോ. ഡയബിൾ ഇല്ല, ജസ്റ്റ് വൈറ്റിലെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് വരുമ്പോ നമുക്ക് ലേസുകളുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെറൈറ്റീസ് ഡയബിൾ ആണ്. ഇത് വിത്ത് പേൾ ഡയബിൾ ആണ്. ഓക്കെ, ഇത് വിത്ത് പേൾ ഡയബിൾ ആണ് ഇത്. ഓക്കെ, പിന്നെ ഇപ്പഴത്തേക്ക് പറയുകയാണെങ്കിൽ ഇനിയും വെറൈറ്റീസ് കാണാൻ കിടക്കുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് മിററിലാണ് വരുന്നത് അല്ലേ, മിററിന്റെ വർക്കില്. ഇതാ, ഇത് നല്ല ഭംഗിയുള്ള ഒരു ലേസാണ് കേട്ടോ വന്നത്. ശരിക്കും ഡ്രസ്സിലൊക്കെ വെക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഇതും പേള്, അതുപോലെ തന്നെ സീക്വൻസ്, നല്ല നല്ല വെറൈറ്റീസ് എന്തായാലും ഉണ്ട്. ഇനി വീണ്ടും നമുക്ക് കണ്ടിന്യൂ ലേസിന്റെ ഒരു സെക്ഷൻ വെച്ചിട്ട് തുടങ്ങാം. ഇത് വൈറ്റും അതുപോലെ ഡയബിളുടെ സെക്ഷനായി. ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ചിക്കു ഷെയ്ഡ് ഓഫ് വൈറ്റ് ക്രോഷ്യോ ആണ്. ഇത് 100% ഡയബിൾ ആണ്. ഇത് ഓൾസോ 50 മീറ്റർ 100 മീറ്റർ റോൾ വരും. ഇത് നമ്മുടെ ഓൾ ഇൻ വൺ ആണ്. ഡ്രസ്സിൽ യൂസ് ചെയ്യാം, കുഷൻ കവർ, ബെഡ്ഷീറ്റ് കവറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഓൾസോ യൂസ് ചെയ്യാം. ഓ, നമ്മൾ ഡ്രസ്സ് മാത്രല്ല കുഷ്യൻസും അതൊക്കെ നമ്മള്. അത് 100 മീറ്റർ 50 മീറ്റർ റോൾ ഒരു ബൾക്കായിട്ട് നമുക്ക് ഒരു റോൾ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഫുൾ അതിന്റെ ഒരു സെക്ഷൻ. ഇതിന്റെ 2 ഷെയ്ഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്രീം ഷെയ്ഡ് ഉണ്ട്. 2 ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഓഫ് വൈറ്റും വൈറ്റും രണ്ടും. ഇതിന് പല വെറൈറ്റീസ് ഉണ്ട്, കുറെ ഡിസൈൻസ് ഉണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. ശരിക്കും എടുത്ത് ഓപ്പൺ ചെയ്താൽ അതിന്റെ ഒരു കറക്റ്റ് ഫീല് കിട്ടുള്ളൂ. ഇതിന്റെ വീതി കുറഞ്ഞതാണ്, ക്രീം ഷെയ്ഡിൽ വരുന്നത്. ഇത് കവർ പൊട്ടും. ഇതാ, ഇത് ചെറിയൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് വേണമെന്ന് വെച്ചാൽ അതുണ്ട്. വീതി കൂടിയത് വേണമെങ്കിൽ വീതി കൂടിയ ടൈപ്പ്. ഇതാ, വീതി കൂടിയത് ഇപ്പൊ പൊട്ടിക്കണം. ചെറിയൊരു വീതി, അധികം വേണ്ട, ചെറിയതാ, ചെറിയൊരു വീതി കേട്ടോ. കണ്ടോ, 2 ഇഞ്ച് 1 ഇഞ്ച് 1/2 ഇഞ്ച് അങ്ങനെ അങ്ങനെ വീതി കൂടി 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 ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ സ്ട്രെയിറ്റ് ആണ് കാണിച്ചത്. സ്കാലപ്പ് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡിൽ സ്കാലപ്പ് ആയിട്ടുള്ള ടൈപ്പ് അങ്ങനത്തെ വേണമെങ്കിൽ. ഇത് വീതി കൂടിയ ടൈപ്പ്, കുറച്ച് സ്കാലപ്പ് ആയിട്ടുള്ള. ഇവര് കസ്റ്റമർ ആണ് തോന്നുന്നുണ്ട്, കുറെ നേരമായിട്ട് കിടന്നത്. ഓ, കസ്റ്റമർ ആണോ? ആഹാ, കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും? കളക്ഷൻസ് ഒന്നും ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളിയിലാണ് എൻ്റെ കട. കോട്ടയത്തോ? പുതുപ്പള്ളി. അപ്പം പുതുപ്പള്ളി ഞാൻ ഒരു 10 വർഷമായിട്ട് ഇവർക്ക് സ്ഥാപനം അവിടെ ഉണ്ടായിരുന്ന പോലെ ഇവിടെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു. ഇവർക്ക് കോട്ടയത്തും ഉണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുത്ത് കോട്ടയത്ത് പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കട കോട്ടയത്തുണ്ട്, പുതുപ്പള്ളിയിൽ. അപ്പൊ ഇവിടെ വന്ന് സാധനങ്ങൾ കറക്റ്റായിട്ട് സാധനങ്ങൾ വരുന്നു. ആ ഒരു എന്റെ കസ്റ്റമർ അവിടെ സാറ്റിസ്ഫൈഡ് ആകും. ഓ, അപ്പൊ ഇത് ക്വാളിറ്റി വൈസും റേറ്റ് വൈസും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്? തീർച്ചയായിട്ടും ആരോടും പറയാണ്ടിട്ട് എന്നോട് സ്വകാര്യത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ പോയി സാധനം എടുത്തോണ്ടിരുന്ന ആളായിരുന്നു. അപ്പം അത് വെച്ച് കമ്പാരിസൺ ഇത് തന്നെ കുറച്ചുണ്ട്. അതെ, ഓക്കെ ഓക്കെ. ബാംഗ്ലൂർ പോയി നിന്നിരുന്ന ആള് അത് ഇപ്പൊ അവിടെ അത്രയ്ക്ക് അല്ല, അത് നോർമൽ അങ്ങനെയാണ്. നമുക്ക് എവിടെയും നല്ലത് കിട്ടാതെ നമ്മൾ നല്ലതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, പൊട്ടാന്ന് പറയാൻ പറ്റില്ല. ഇനി ബാംഗ്ലൂർ ഏതാ സ്ഥലം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അത് കാരണം പിന്നെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ബാംഗ്ലൂരിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആണ് നമുക്ക്. എല്ലാം ഒരുമിച്ച് നമുക്ക് സെലക്ഷൻ ഉണ്ട്. പിന്നെ ട്രോളി പരിപാടി അടിപൊളിയല്ലേ? പിന്നെ ട്രോളിയിലെ എല്ലാ സാധനങ്ങളൊക്കെ എന്തായി കഴിഞ്ഞാ നിങ്ങളുടെ ബില്ലിങ് നടന്നുകൊണ്ടിരിക്കണല്ലോ. ആളേത് ഈ ഒരു സിബിന്റെ സെക്ഷനിൽ നിന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കളേഴ്സ് നോക്കി നിൽക്കുമ്പോഴാണ് പിടിച്ചത്. ഞാൻ പേര് ചോദിച്ചില്ല. റെജി, കോട്ടയംകാരൻ, അച്ചായനാണ്. ശരി, താങ്ക് യു. അപ്പൊ ഇവിടെ നോക്കാം, സ്കാലപ്പിന്റെ അടുത്തേക്ക് വന്നതാണ്. സ്കാലപ്പിന്റെ വീതി കൂടിയ ഒരു 3 ഇഞ്ച് വീതിയുണ്ട്. ഇതിനകത്ത് വീതി കൂടിയതുകൊണ്ട് കുറഞ്ഞത് ഉണ്ട്. അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയില്ല. നമുക്ക് ഓൺലൈൻ പരിപാടി ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഇവിടുത്തെ 2 നമ്പർ ഉണ്ട്, ബിസിനസ് നമ്പർ. അത് നമുക്ക് എപ്പോഴും വിളിക്കുമ്പോൾ ഫോട്ടോസ് ചോദിക്കുമ്പോൾ ഫോട്ടോസ് അയക്കും. പക്ഷെ ഹോൾസെയിൽ മാത്രം, ബുട്ടിക്സ് ആൾക്കാരുണ്ട്, ഷോപ്പ് ആൾക്കാർ മാത്രം, റീറ്റെയിൽ ഇല്ല.
റീറ്റെയിൽ ഇല്ല. പിന്നെ ഈ വലിയ വലിയ മെഷീനറീസ് ഒക്കെ എംബ്രോയിഡറി നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് യൂണിറ്റിൽ നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇത് മെയിൻ ബെസ്റ്റ് കിട്ടുന്ന ഷോപ്പാണ്. എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു യൂണിറ്റ്, ബുട്ടിക്സ്, പിന്നെ റീറ്റെയിൽ ഷോപ്പ് ഉണ്ട്. അവർക്ക് നിങ്ങൾ തുടങ്ങാനുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ഓൾറെഡി ഷോപ്പ് ഉണ്ട്, അവർ ഒരു ടൈം വിസിറ്റ് ചെയ്യണമെങ്കിൽ നല്ല എല്ലാ ഐറ്റംസും ഒരേ സ്ഥലത്തിൽ കിട്ടും. അല്ല ഈ ഇപ്പൊ ഓൺലൈൻ നിങ്ങൾ ഇവിടുന്ന് വീഡിയോ കോൾ ത്രൂ അയച്ചാൽ അല്ലെങ്കിൽ ഫോട്ടോസ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ അങ്ങനെ ചെയ്ത് അയച്ചു കൊടുക്കുക. വാട്സ്ആപ്പ് നമ്പർ നോക്കിയാൽ നമ്പർ വന്നിട്ടിരിക്കും. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും പർച്ചേസ് ചെയ്യാം. പക്ഷെ വീഡിയോ കോളിൽ കണ്ടാലും തീരില്ല, അത്രയും വെറൈറ്റീസ് ഉണ്ട്. വൺ ടൈം നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ വിളിച്ച് പറയാൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും ഐറ്റംസിന്റെ ഫോട്ടോസ് എപ്പോഴും നമ്പർ സേവ് ആയിക്കണ്ട് ഫോട്ടോസ്. അതെ, നമ്മളൊരു കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും കാരണം ഇവിടെ വന്നാലും അറിയാൻ പറ്റുള്ളൂ എത്ര 3-4 തരം ക്വാളിറ്റികളുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ആ ക്വാളിറ്റി വൈസ് പറയണം. ഇനി അടുത്തേക്ക് പോവുകയാണെങ്കിലോ ഫുൾ ഓർഗൻസയിലെ സെയിം വീതി കുറഞ്ഞതാണ്, സീക്വൻസ് വർക്ക് ഉള്ളത്. ഇതിന്റെ ഒരു 40 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സീക്വൻസ് ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആട്ടോ. അതെ, 40 കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ടോട്ടൽസ്. ഇത് ഫുൾ കളേഴ്സ് ആണ് കേട്ടോ. അതില് വീതി കൂടിയത് കുറഞ്ഞത് എല്ലാ ഷെയ്ഡ്സ് ഉണ്ട്. എത്ര കളേഴ്സ് ഉണ്ട് അല്ലേ? ലെവൻഡർ, ഗ്രീനിൽ തന്നെ 2-3 തരം. ഈ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ചിക്കു ഷെയ്ഡ്, ഗ്രീൻ, നോർമൽ ഗ്രീനിൽ തന്നെ ഇഷ്ടം പോലെ ഗ്രീൻ ഉണ്ട്, ഷെയ്ഡ്, ബ്ലാക്ക്. അപ്പൊ ഇത് ഫുൾ ആ ഒരു ഈ ഒരു സംഭവത്തിന്റെ കളേഴ്സുകളായിരിക്കുന്നത്. 20 മീറ്ററിന്റെ റോൾ വരും ഇത് ഫുള്ള്. ഈ ഐറ്റംസ് എല്ലാ GP ഓൾമോസ്റ്റ് 20 മീറ്ററിന്റെ റോൾ വരും. ഓർഗൻസ 9 ഉണ്ട്, 20 മീറ്റർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ തന്നെ വലിയ വീതി കൂടിയതാണ് ഇപ്പൊ ഈ ഇരിക്കുന്നത്. ഇതാണ് വീതി കൂടിയത്. സെയിം വീതി കൂടിയതിൽ എല്ലാ കളേഴ്സ് ഉണ്ട്. ഇതിന്റെ തന്നെ വീതി കൂടിയ ടൈപ്പ്. വീതി കൂടിയത് 2 ഇഞ്ച് വീതി, ഹാഫ് 1.5 ഇഞ്ച് വീതി, 4 ഇഞ്ച് വീതി, അങ്ങനെയാണ്. അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് കളേഴ്സ് ഉണ്ട്. ഇത് മൊത്തം ഇനിയിപ്പോ ഈ ഒരു സംഭവം നല്ല കാണാൻ ഭംഗിയുണ്ട്, അതൊന്നും എടുക്കുമായിരുന്നു. ഇതാണ് ഓർഗൻസ ലേസ് ആണ്. ഇതൊരു കുറച്ച് ത്രെഡ് വർക്ക് ടൈപ്പ് ആണ്, ഒരു നല്ല ക്വാളിറ്റി ആണ്. ഫിനിഷിംഗ് നല്ലതാണ്, പ്രീമിയം ക്വാളിറ്റി. അത് കാണുമ്പോൾ നമുക്കറിയാം. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് എടുപ്പിക്കണം എന്ന് തോന്നി. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. എനിക്ക് ഇതിന്റെ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഡിഫറെന്റ് മോഡൽസ്, ഡിഫറെന്റ് കളേഴ്സ്. ഇതിനകത്ത് സെയിം നമ്മുടെ കുറച്ച് കൂടിയ റേഞ്ചിലെ ഹെവി ഐറ്റം വേണമെങ്കിൽ ഈ ഐറ്റം കൂടി ഉണ്ട്. സീക്വൻസ് വർക്ക്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉണ്ട്. ഇത്ര വീതിയെ കൂടിയ ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. ഐറ്റം ആണ് ഇതെല്ലാം. ഇതൊക്കെ അല്ലേ ലേസിൽ തന്നെ ഇത്രയും എന്നുവെച്ചാൽ ഒരു ഷോപ്പിന്റെ ഒരു 3/4 ഭാഗത്തോളം ലേസിലേക്ക് മാത്രം മാറ്റി വെച്ചു എന്ന് പറയുമ്പോ ഇതിന്റെ ഇത് കവറ്. ഇനി ഇപ്പുറത്ത് വരാണെങ്കിൽ നമുക്ക് ഫ്ലവർ ലേസ് ആണ്. ബിഗ് ഫ്ലവർ ലേസിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്. ഞാൻ പിങ്ക് അല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ പിങ്ക് വെച്ച് തന്നെ തുടങ്ങാം. ഈ വൈറ്റ് അല്ല, ഈ ലേസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോ കളർ ടു കളർ ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറെ കളർ കോൺട്രാസ്റ്റ് ഡിസൈനിലെ ഒരു 30-40 കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാ ഡിസൈനിലും. ഒരു ഡിസൈനിൽ ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കിയാൽ ഇത്രയും റാക്ക് ഫുൾ ഓൺലി ഫ്ലവർ ലേസിന്റെ പല കളേഴ്സ് ഉണ്ട്. പല കളേഴ്സ് പല ഇതില് നല്ല ഭംഗിയായിട്ട് ഓരോന്നോരോന്ന് കാണാൻ വെച്ചാൽ അതിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതും ഒരു ഓർഗൻസയുടെ തന്നെയാണ്, പല മോഡൽസിലാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെ എടുക്കും എന്തൊക്കെ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ല ശരിക്കും. ഇതിന് നല്ല ക്വാളിറ്റി ഓർഗൻസ സീക്വൻസ് വർക്കുള്ള ഐറ്റമാണ്. ഇതൊക്കെ വീഡിയോ കോളിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വന്നല്ല. നല്ല ഒരു ഫീൽ ചെയ്യാൻ പറ്റും ഐറ്റംസ്. അതെ, തൊട്ട് ഫീൽ ചെയ്യാം. അത് കാണുമ്പോൾ കാരണം 3-4 ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ കഴിഞ്ഞില്ലേ. ഇനി ഇപ്പുറത്ത് വരാണെങ്കിൽ വീതി കുറഞ്ഞത് GPO ലേസ് ആണ് പറയാം. ഒന്ന് ഓടിപ്പിച്ചു നോക്കിക്കോ, ഫുൾ ആയിട്ടുള്ളത് ലേസിന്റെ തന്നെ. അതും കളേഴ്സ് എല്ലാം അതും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ GPO ലേസ്. അപ്പൊ ക്വാളിറ്റി കൂടിയ ടൈപ്പ് നോർമൽ റേറ്റ് കുറഞ്ഞാണ്. 20 മീറ്റർ റോൾ വരും. നമ്മുടെ ബൾക്ക് പ്രൊഡക്ഷനിലെ യൂണിറ്റ് വർക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, നൈറ്റിലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് ഈ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് യൂണിറ്റുകാർ, ബുട്ടിക് ആൾക്കാർ, വിൽക്കുന്ന ആൾക്കാർക്ക്, നമുക്ക് മീറ്റർ ആയിട്ട് വിൽക്കുന്ന ആൾക്കാർക്ക് നല്ല റേറ്റിലൊക്കെ വെക്കാൻ പറ്റും. ഇനി ഇതിന്റെ തന്നെ എനിക്ക് തോന്നുന്നു സ്വീക്വൻസ് വർക്ക് അത് നോർമൽ ആയിരുന്നു കേട്ടോ. അതിന്റെ സ്വീക്വൻസ് വർക്ക് ഉള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഫുൾ കളേഴ്സിലാണ് വരുന്നത്. ഫുൾ അത് സ്വീക്വൻസ് വർക്കില് സീക്വൻസ് വർക്കിന്റെ ഐറ്റം ആണ്. സെയിം മോഡലിൽ തന്നെ കേട്ടോ. മോഡൽ ഡിഫറെന്റ് ആണ്, സീക്വൻസ് വർക്കാണ്, GPO ലാണ്. ഇതെന്താ സംഭവം? ഇത് ജാസ്തി യൂസ് ചെയ്യുന്നത് നൈറ്റി ലേസ് ആണ് യൂസ് ചെയ്യുന്നത്. നൈറ്റി പിടിപ്പിക്കാൻ വേണ്ടി, ബ്ലൗസിലെ പിടിപ്പിക്കാൻ വേണ്ടി. പ്ലസ് വീതി കുറഞ്ഞതാണ്, ഒരു സ്മൂത്ത് ഫിനിഷിംഗ് ഉള്ള ലേസ്, സോഫ്റ്റ് ആണ്. അപ്പൊ ഡെയിലി വാഷ് ചെയ്താലും കംപ്ലൈന്റ് വരുന്നില്ല. അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്നത്. അതിന്റെ കളർ പോവാത്ത ഐറ്റം അല്ല, കളർ ഒന്നും പോവില്ല, ഫേഡ് ആവില്ല. ഒറിജിനൽ ഡൈ ആണ് ഇത്. ശരി. ഇതിന് എന്തോരം ലേസുകളായിരിക്കുന്നത്. ഇതിന് കളേഴ്സ് ഉണ്ട്, പല വെറൈറ്റി ഉണ്ട്. കസ്റ്റമർ നമുക്കൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ റീറ്റെയിൽ ഷോപ്പ് ആൾക്കാർ വരുമ്പോൾ
അവർക്ക് എന്താ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഓരോ ഐറ്റം അവർ കൊണ്ടുപോയിട്ട് അവർക്ക് സെയിൽ ആവില്ല. അപ്പോൾ വെറൈറ്റി ഐറ്റം ഉണ്ടെങ്കിൽ അവർ പല വെറൈറ്റിയിൽ 5 10 കളർ കൊണ്ടുപോയപ്പോൾ കസ്റ്റമർ വന്നെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ലെഹങ്ക, ഗൗൺ, നൈറ്റി, കുഷൻ കവേഴ്സ്, പിന്നെ കർട്ടൻസ്, അങ്ങനത്തെ എല്ലാം എന്തൊക്കെ തുണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും വെറൈറ്റീസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. സൈഡ് ബോർഡർ ഉള്ളത്. ഇത് മറ്റേത് സ്കാലപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് 2 സൈഡ് ബോർഡർ ആണ്. ഓ ഓക്കെ ഓക്കെ. ആ, 2 സൈഡ് ബോർഡർ ആയിട്ട് ഒരു കട്ട് വർക്ക് പോലെ അല്ലേ? കട്ട് വർക്ക്. അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്നത്. അതിന്റെ കളേഴ്സ് ഇത് സീക്വൻസ് വർക്ക് നമ്മൾ നേരത്തെ കണ്ട അതിന്റെ പല പല മോഡൽസ് നമുക്ക് ഡിസൈൻസ് കിട്ടും കേട്ടോ. അപ്പൊ നേരിട്ട് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇതൊരു വെറൈറ്റി ആയിരുന്നു. ഇതൊരു മൾട്ടി കളർ പുതിയൊരു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. മൾട്ടി കളർ ലേസ് ആണ്. നോർമൽ നമുക്ക് 2 കളേഴ്സ് അല്ലെങ്കിൽ സിംഗിൾ ഷെയ്ഡ് ഒക്കെ കിട്ടും. ഡബിൾ ഷെയ്ഡ് വരും. ഇത് ശരിക്കും ഇങ്ങനെ തിരിക്കട്ടെ. ആ അതെ അതെ അതെ. കളേഴ്സ് ഇങ്ങനെ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എല്ലാത്തിലും കളേഴ്സ് വരുന്നുണ്ട്. ഒരു റെയിൻബോ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ആ റെയിൻബോ ഷെയ്ഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഇത്തിരി വെറൈറ്റി ഉണ്ട്. ഞാൻ തന്നെ ഇത് പറക്കിയിട്ടുണ്ടല്ലേ, അതവിടെ വെച്ചോളാം. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ ഷെയ്ഡിൽ വരാണെങ്കിൽ സിംഗിൾ ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ലേസസ്. ഇങ്ങനെ വീതി കൂടിയതാണ് 2 ഇഞ്ച് 3 ഇഞ്ച് 2.5 ഇഞ്ച് ഇതൊക്കെ അല്ലേ? കസ്റ്റമർക്ക് ഏത് വീതി വേണോ എല്ലാ വീതി ഒന്നിങ്ങനെ ഓടിപ്പിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തോരം തരം വെറൈറ്റീസ് തന്നെ ഇവിടെ ഇരിക്കുന്നത്. ലേസിന്റെ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയാലോ. ഇതൊരു വെറൈറ്റി. ഇത് 4 ഇഞ്ച് വീതി കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ എല്ലാവരും. ഇത് എന്തിനാ കൂടുതൽ യൂസ് ചെയ്യുന്നത്? കൂടുതൽ ഡ്രസ്സ്. അത് പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു സ്കാലപ്പ് ഇങ്ങനെ ആയിട്ടുള്ളത്. ഇതിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് മോഡലിൽ ഒരു 30-40 കളേഴ്സ് ഉണ്ട്. 40 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതെന്താ സംഭവം? മൊത്തം ലേസ് ആണോ? മൊത്തം ലേസ് ആണ് ഇത് ഇരിക്കണതോ? ഇതൊക്കെ നോർമൽ നമുക്ക് സാധാരണ നോർമൽ ആണ്. കസ്റ്റമർക്ക് ഒരു നോർമൽ റേറ്റിലൊക്കെ വിൽക്കാൻ പറ്റും. ഫുൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് നിങ്ങൾ ഓരോ റോളൊക്കെ വിൽക്കാൻ പറ്റും. അതുപോലത്തെ റേറ്റ് ആണ്. ഇത് ഒരു റോൾ ആയിട്ടായാലും സാധാരണക്കാർക്ക് ഒരു റോൾ ആയിട്ട് കിട്ടും. ഇതിനകത്ത് റോൾ ഒരു ബണ്ടല് ഒരു റോൾ കിട്ടും. അപ്പൊ ഇതയ്യോ ഞാൻ കാല് തട്ടിയത് വീണതാട്ടോ. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. സിൽവർ, ഗോൾഡ്, അങ്ങനെ കളേഴ്സുകളാണ് വരുന്നത്. അപ്പൊ ഇവിടെ വരിക ലേസ് വരുന്നത്. ഇത് ഐറ്റം ഉള്ളത് നമ്മുടെ സാരിയുടെ മുന്താണി വെക്കുന്ന ലേസ് ആണ്. 1.25 മീറ്റർ ഉള്ളത് ഈ ഐറ്റംസ്. 1.25 മീറ്റർ. ഒരു 35 കളേഴ്സ് ഉണ്ട്. മറ്റേ സാരി ഇട്ട് ഞാൻ ലേസ് ടെസൽസ് ഒക്കെ പിടിപ്പിക്കുന്ന ഭാഗത്ത് അവിടെ സാരിയുടെ ടെസൽസ് ആണ് കേട്ടോ. അപ്പൊ ഇത് 1.25 1.25 മീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിനുള്ളതും അവൈലബിൾ ആണ്. ഗ്രീൻ എല്ലാ കളേഴ്സ് ഉണ്ട് ടോട്ടലി. ഇതിന്റെ ഫിനിഷിങ്ങും നല്ല ഫിനിഷിംഗ് ആണ്. ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് പട്ടിന്റെ പാവാടകള് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇത് ഫുൾ ലേസുകൾ ഇരിക്കുന്നത്. അതിന്റെ മുകളിൽ തൊട്ട് അടി വരെ മൊത്തം അത് തന്നെയാണ് വരുന്നത്. ഇഷ്ടം പോലെ കാണിക്കാനുണ്ട്. സ്റ്റോക്ക് ആണ് ഇതിനകത്ത്. എക്സ്ട്രാ ക്വാണ്ടിറ്റി വേണം. സെയിം മോഡലിലെ ഒരു 10 പീസ് 20 പീസ് അതാണ് മുകളിൽ മൊത്തം ഇരിക്കുന്നത് അല്ലേ സ്റ്റോക്ക്. അവിടെ കസ്റ്റമേഴ്സിന് കയ്യെത്താതെ സ്റ്റോക്ക് മൊത്തം അങ്ങോട്ട് കയറ്റി. അപ്പൊ ഇവിടെ വരെ നമുക്ക് ലേസിന്റെ ഒരു സെക്ഷൻ ആയി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്താ വരുന്നത്? ഇത് ഫുൾ ഉള്ളത് സ്റ്റോണിന്റെ പാക്കറ്റ് ആണ്. സ്റ്റോണിന്റെ പല വെറൈറ്റീസ് ആണ്. ടൈപ്പ് ഇത് മൊത്തമാണ്. ഇതാണ് സ്റ്റോൺ മെയിൻ. ഇത് സ്റ്റോണിലെ പല കളേഴ്സ് ഉണ്ട് ഇവിടെ. പല സൈസും ഉണ്ട്. സ്റ്റോണിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ പാക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഇത് റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ വെറൈറ്റി. ചെറുത്, വലുത് അങ്ങനെ. ഇത് ഫ്രെയിം സ്റ്റോൺ ആണ്. ഇതിനകത്ത് പല കളേഴ്സും പല സൈസും ഉണ്ട്. ഇതിന്റെ പല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. എല്ലാം ഇതൊന്നും നമുക്ക് പൊട്ടിച്ച് കാണിക്കാൻ പറ്റില്ല, സോറി. കാരണം ഇത് പാക്കിംഗ് ആണ്. അതും നല്ല പാക്കിംഗ് ആട്ടോ. 1 കിലോയുടെ പാക്കിംഗ് വരും. ഇതിനകത്ത് ലൂസ് വേണമെങ്കിൽ ലൂസ് കിട്ടും. അവിടെ ഞാൻ എവിടെയോ ഷീറ്റ് കണ്ടിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഇപ്പൊ ഇത് ബൾക്കായിട്ട് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് ടൈപ്പ് പാക്കറ്റ് വരും ഇതിനകത്ത്. സ്റ്റോണിന്റെ 100 ഗ്രാമിന്റെ പാക്കറ്റും ഉണ്ട്. ബാക്കി ഫുൾ കിലോ ആണ്, കിലോ ആയിട്ടും ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് 100 ഗ്രാം തൊട്ടാണ് 100 ഗ്രാമിന് സ്റ്റാർട്ടിങ് വരുന്നത്. അതിൽ പലതരം സ്റ്റോൺസുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് പേളാ? ഇതാണ് പേള്. നമ്മുടെ ജസ്റ്റ് ഒട്ടിക്കാൻ പേള്. ഇതിന് ഹോൾ ഇല്ലാത്ത പേളാണ്. ഒട്ടിക്കാൻ പറ്റും. ഇതിനകത്ത് വലുതും ചെറുതും എല്ലാ സൈസ് ഒക്കെ ഉണ്ട്. ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. മാച്ചിൽ വരുന്നുണ്ട്. വൈറ്റ് ഉണ്ട്. അത് പേളിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഫുൾ പേളിന്റെ. പിന്നെ ഇനി ബീഡ്സിന്റെ പിടിപ്പിക്കുന്ന മെഷീൻ വരില്ലേ, അതിന്റെ പിന്നാണ്. ഇതിന്റെ നമ്മുടെ ഹോൾ ഇല്ലാത്ത ബീഡ്സിന് പിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലായ കാരണം എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ സംഭവം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാം എന്ന് വെച്ചാൽ ഒരു ബൂട്ടിക്കിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ തരം വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? പുതിയൊരു വെറൈറ്റി ആണ്. ഇതിനകത്ത് നമ്മുടെ ഈ ജസ്റ്റ് ചെറിയ സ്റ്റോൺ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ഈ സ്റ്റോണിലെ ഗം ഉണ്ടാവും. ഇതിനകത്ത് ഗം ഉണ്ട്, ഈ പെൻ ഉണ്ട്.
ഈ പെൻ വെച്ചിട്ട് നമ്മുടെ ഒരു ചെറിയ ചെറിയ സ്റ്റോൺ ഇങ്ങനെ എടുത്തിട്ട് മേലെ തുണിയുടെ സെന്ററിൽ ഇവിടെ വർക്ക് ചെയ്യണം. അവിടെ അപ്പൊ ഇനി നഖം വേണ്ട ഇങ്ങനെ എടുക്കാനായിട്ട്. ഈ സ്റ്റോണിന്റെ ഈ പെന്നിന്റെ ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്താൽ മതി. ഇത് പാക്കറ്റ് പൊട്ടിക്കാൻ. പാക്കറ്റായിട്ട് വിടും. ഇത് പാക്കറ്റ് ആണ് വരുന്നത് അല്ലേ? 10 പീസിന്റെ. ഒന്ന് നോക്കിയേ കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇത് പേന, ഇത് ഗമ്മുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഇത് മുട്ടിച്ചിട്ട് കല്ല് ഒട്ടിക്കുക, ഡ്രസ്സുമ വെക്കുക. സിമ്പിൾ പരിപാടി. ഇതാണ് നമ്മുടെ പിന്നെ ഹോൾസെയിൽ ആയതുകൊണ്ട് നമ്മൾ റേറ്റ് പറയുന്നില്ല. റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ ഹോൾസെയിലർക്ക് മാത്രം, ഓൺലി ബുട്ടിക് ആൾക്കാർ, ഷോപ്പ് ആൾക്കാർ. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, വീഡിയോ കോൾ ചെയ്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് റേറ്റ് കാര്യങ്ങളായി. പക്ഷെ നമ്പർ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പക്ഷെ കടക്കാര്, ബൂട്ടിക്കാര് അവരൊക്കെ മാത്രം വിളിച്ചായിട്ട് ആള് റേറ്റ് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു റീറ്റെയിൽക്കാർക്ക് അല്ലെങ്കിൽ സിംഗിൾ പീസിന് ചോദിച്ചാൽ റേറ്റ് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കില്ല. ബൾക്കായിട്ട് തന്നെ എടുക്കണം. ഇത് സ്കാലപ്പ് കട്ട് ചെയ്യുന്ന സോൾഡറിങ് ചെയ്യാനായിട്ടുള്ള. അപ്പൊ സ്കാലപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു യൂണിറ്റ് നടത്തുന്നവർക്കും ഇപ്പൊ ഇതൊരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ എല്ലാ ഡ്രസ്സിന്റെ ഷോളിന്റെ സൈഡിലൊക്കെ സ്കാലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് സിംഗിൾ ആയിട്ട് അങ്ങനെ കൊടുക്കില്ല. കിട്ടും. അത് കടക്കാർക്ക് തന്നെ കേട്ടോ. ഒരു സിംഗിൾ ആയിട്ട് അങ്ങനെ ചോദിച്ചു വരായിരിക്കോ. ഇത് ക്രോഷ്യോ നീഡിലാണ്. ഇതിന്റെ പല സൈസ് ഉണ്ട് ഇതിനകത്ത്. ചെറുതായിട്ട് വലുതായിട്ട് ഒരു ഫുൾ സെറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ പണ്ട് ഇതൊക്കെ അലുമിനിയത്തിന്റെ അലുമിനിയം. ഇത് ഒരു പുതിയ വെറൈറ്റിയിലാണ് ഇപ്പൊ വന്നിട്ട് പുതിയ വെറൈറ്റി. മൂവിംഗ് ഉണ്ട്, ഓൾറെഡി മൂവിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് ക്രോഷ്യോ. ക്രാഫ്റ്റ് ഷോപ്പ് ആൾക്കാരുണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടല്ലേ, ആ ഷോപ്പ് ആൾക്കാർക്ക് എല്ലാ വെറൈറ്റി ഐറ്റം ഉണ്ട്. ഇതുണ്ട്, ബട്ടൺ പഞ്ചിങ് മെഷീൻ ഉണ്ട്. ബട്ടൺ പഞ്ചിങ് മെഷീൻ ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടുന്ന് സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല എന്തായാലും. അപ്പൊ നമുക്ക് ഇങ്ങനെ പീസ് ആയിട്ട് കിട്ടും. കടക്കാർക്ക് പീസ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന സിമ്പിൾ. ഇതും ഇതെന്താ പ്ലാസ്റ്റിക് ബട്ടൺ വരും. ആ ബട്ടൺ അടിക്കാൻ മെഷീനാണ്. പ്ലാസ്റ്റിക് ബട്ടൺ എന്ന് പറയുമ്പോൾ ബട്ടൺസിന്റെ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പൊ ഇത് ഈ 2 ഐറ്റംസ് ബട്ടൺ പഞ്ചിങ്ങിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. പിന്നെ സോൾഡറിങ്ങിന് തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട് അല്ലേ? പല ക്വാളിറ്റി ഉണ്ട്, കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം സ്റ്റോൺസ്, ബീഡ്സ്. സ്റ്റോൺസും ബീഡ്സിന്റെ സ്റ്റോൺ മാത്രമായിട്ടുള്ള, അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ്. 20 മീറ്ററിന്റെ റോള് വരും. ഈ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരെണ്ണം അതെ ഇവിടെ ഓപ്പൺ ഉണ്ട്. സ്റ്റോൺ ചെയിൻ അത് റോൾ ആയിട്ട് കിട്ടും. ഇതാണ് സ്റ്റോൺ ചെയിൻ എന്ന് പറയുന്നത്. അത് വലുതും ചെറുതായിട്ട് പല മോഡൽ സൈസ് ഉണ്ട്, പല മീറ്റർ ആയിട്ട് കണക്ക് റോൾ ഉണ്ട്. 50 മീറ്റർ, 60 മീറ്റർ. അപ്പൊ ഇത് ഫുൾ സ്റ്റോണിന്റെ സെക്ഷൻ ആണ് വരുന്നത്. സ്റ്റോൺസിന്റെ ഇത് നമ്മുടെ ഹെയർ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ടങ്കീസ് ആണ്. ഓക്കെ, ഇത് ഫുൾ ഇങ്ങനെ തന്നെ എടുക്കണം. ഓക്കെ, ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഫുൾ സീക്വൻസ് ആണ്, ഫ്ലവർ സീക്വൻസ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സീക്വൻസ്. പിന്നെ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കണ ഒരു അങ്ങനത്തെ ആവശ്യത്തിനും എല്ലാത്തിനും ഇവിടെ സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഫുൾ ഉള്ളത് സീക്വൻസിലെ ഫ്ലവർ സീക്വൻസ് ആണ്. പല ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, ഇത് ഉള്ളത് ഫുൾ സരി ത്രെഡ് ആണ്. ഇത് മെഷീൻസിനൊക്കെ കൂടുതൽ വർക്ക് ചെയ്യണത്. ഇത് ഉള്ളത് ടോട്ടൽ മെഷീൻ വർക്ക് ചെയ്യണ സരി ത്രെഡ് ആണ്. ഇത് ഉള്ളത് ഹാൻഡ് വർക്കിന് യൂസ് ചെയ്യുന്ന മെഷീൻ ത്രെഡ് ആണ്. ത്രെഡ് ആണ്. ഇതിനകത്ത് പല കളേഴ്സ് ഉണ്ട്. ഇതിലും ക്വാളിറ്റി ഉണ്ട് അല്ലേ? ത്രെഡിലെ ക്വാളിറ്റി ഉണ്ട്. സരി ത്രെഡിലെ പല ക്വാളിറ്റീസ് ഉണ്ട്. കോയിൻസ് ആണ്. ജസ്റ്റ് ലക്ഷ്മി കോയിൻസ് നമ്മുടെ ഈ ബ്ലൗസിലേക്ക് അടുത്ത് ചെറുതും വലുതും. കോപ്പർ ഷെയ്ഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനെ വെറൈറ്റി ഉണ്ട്. കാശിമാലൊക്കെ നമ്മൾ ഇടുന്നില്ല, അതുപോലെ തന്നെ ഡ്രസ്സിന് വേണ്ടിട്ട് അതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ കോയിൻസിന് വരുന്നത്. ഇതിന്റെ വേറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഈ ഐറ്റംസ് ഇപ്പോൾ നല്ല ജ്വൽ മേക്കിംഗ് ഐറ്റംസ് ഇല്ലാത്തവർ ജസ്റ്റ് ഡ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ് ആയിട്ട് 25 പീസിന്റെ ഒരു പാക്കറ്റ് ഉണ്ട്. ഒരു ബോക്സ് ആയിട്ടുണ്ട്, ഒരു ക്വാളിറ്റി ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അത് ഈ പാലക്ക പോലത്തെ മോഡല് പല മോഡൽസ് വരുന്നുണ്ട്. പാലക്കയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പൊ ഡ്രസ്സിനൊക്കെ പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇത് ഡ്രസ്സില് ഹാങ്കിങ്ങിന് പിടിപ്പിക്കുന്ന പല മോഡൽസ് കേട്ടോ വരുന്നത്. ഇപ്പൊ എവിടെ നിങ്ങൾക്ക് ഹാങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്, ആ ഹാങ്കിങ്ങിന്റെ തന്നെ ഒരു വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ കവർ ചെയ്യാം. ഇനി ഈ ഒരു സെക്ഷൻ നോക്കി ഇവിടുന്ന് ഫുൾ കവർ ചെയ്യാം. ഇനി ഇപ്പുറത്തെ എന്താ? ഇത് ഫുൾ ബ്ലൗസിന്റെ സ്ലീവ്സിൽ വെക്കണ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് 41 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൗസിന്റെ ഈ ഒരു പോർഷന്റെ സ്ലീവില് വരുമ്പോ വെക്കണത്. ഇതിന്റെ പല കളേഴ്സ് ഉണ്ട്. കളേഴ്സ്, മോഡൽസ്, ഡിഫറെന്റ് ഡിസൈൻസ് അങ്ങനെ കളേഴ്സ് ആണ് മെയിൻ ആയിട്ട് അല്ലേ വരുന്നത്. ഗ്രീൻ ട്രെൻഡിങ് ഐറ്റം ആണ് ഈ സംഭവം അല്ലേ? ജസ്റ്റ് ഒരു ബ്ലൗസിൽ ഹാങ് ചെയ്യാൻ നല്ല സൂപ്പർ ആയിട്ട് കാണാൻ ഭംഗിയായിരിക്കും. അതെ, അത് അപ്പൊ കുറച്ച് മതിയാവും. അങ്ങനെ പാക്കറ്റ് ആയിട്ട് കൊടുക്കാം, ഇവിടെ കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുൾ പല ഡിസൈൻസ് ഉണ്ട്. ഡ്രോപ്പ് ഷേപ്പ് ഉണ്ട്,
ഷേപ്പുകൾ മാറും കേട്ടോ. ഇപ്പൊ ഒരു ഷേപ്പ് മാത്രമല്ല, റൗണ്ട്, റെയിൻ ഡ്രോപ്പ് ടൈപ്പ്, സ്ക്വയറിൽ അങ്ങനെ അങ്ങനെ കളേഴ്സ് ഷേപ്സും ഡിഫറെന്റ്. ഫ്ലാറ്റ് ഉണ്ട്, ഇതിനകത്ത് പല കളേഴ്സ് ഉണ്ട് തിരിച്ച്. ഫ്ലാറ്റ് ഉണ്ട്, റെയിൻ ഡ്രോപ്സ് ഉണ്ട്, റൗണ്ട് ഉണ്ട്. പിന്നെ ഇത് ഫുൾ ജർദോഷി എന്ന് പറയുമ്പോ ഇത്തിരി ചെയ്യാൻ പണിയാണ്. അറിയണവരാണെങ്കിൽ നല്ല അടിപൊളി വർക്കാണ്. അതെ, അതിലെല്ലാം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിലെ 2-3 വെറൈറ്റി ഉണ്ട്, എല്ലാ വെറൈറ്റിയിലും എല്ലാ കളേഴ്സും ഉണ്ട്. കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ നല്ല വർക്ക് ചെയ്യാൻ അറിയണവർക്കാണെങ്കിൽ സൂപ്പർ ഡിസൈൻ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആര്യ വർക്കിലൊക്കെ സ്റ്റോൺസ് ആണ്. ഇത് ചെറിയ പാക്കറ്റ് ആയിട്ട് കിട്ടും. ഇതൊരു ഇങ്ങനെ പാക്കറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ പല സൈസ് ഉണ്ട്, പല കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ജർക്കൻ സ്റ്റോൺ എന്ന് പറയും. ജർക്കൻ സ്റ്റോൺ. ഓ, സ്റ്റോൺ നമ്മുടെ ബുട്ടിക്കാൾക്കാർക്ക് നല്ല വർക്ക് ചെയ്യണ ഐറ്റംസ് ആണ് എല്ലാം. ഇത് തന്നെ നമുക്ക് ഈ റിങ്ങിലും മാലയിലും ഒക്കെ വെക്കാൻ പറ്റില്ലേ? റിംഗിലെ സെന്ററിൽ വെക്കാണ് സ്റ്റോൺ. റിങ്ങിന്റെ സെന്ററിൽ എന്ന് വെച്ചാൽ ഇത് ഡയമണ്ടിന്റെ ഷേപ്പ് പോലെ ആയിട്ട് ഇരിക്കുക. അപ്പൊ അത് അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ജ്വല്ലറി വർക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ, ഇത് ഫുൾ പ്ലാസ്റ്റിക്കിന്റെ ആണ്, ഇത് ഫുൾ ഒറിജിനൽ ഗ്ലാസിന്റെ ആണ്. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തു, 2 ടൈപ്പ് ഓൾറെഡി ഇതിലുണ്ട്. ഇതുള്ളത് ഒറിജിനൽ സ്റ്റോൺ ആണ്, ഗ്ലാസിന്റെ ആണ് എല്ലാം. ഓക്കെ, വെറൈറ്റി ഐറ്റംസ്, ഫുൾ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ട്. ഫുൾ ക്വാളിറ്റി ഉള്ളത്. അത് നമുക്ക് പല ഇതിന് പല ഷേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫുൾ നോക്കിയ പല ഷേപ്സ് പല മോഡൽസിൽ വരുന്നതാണ്. അപ്പൊ ഇത് ലൂസ് ആയിട്ട് കിട്ടും തോന്നുന്നു. എത്ര പീസ് വേണമെങ്കിലും 1 പീസ്. അതാ ഇങ്ങനെയാണ്. ഇതിന്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പീസിന്റെ റേറ്റ് വരുന്നത് എങ്ങനെയാ? ഒരു ഡസൻ പീസിന്റെ റേറ്റ് വരും. റേറ്റ് ആയിട്ട് കിട്ടും. ഇതിന്റെ സെയിം പോലത്തെ ഐറ്റം ഇത് ഗോൾഡ് ബേസിലാണ്, ഇതേ ഐറ്റം സിൽവർ ബേസിലും കിട്ടും. ഓക്കെ, ഇതിന്റെ കളേഴ്സ് സിൽവറില് കളറിലുണ്ട്. അതൊക്കെ ഡ്രസ്സിന് പിടിപ്പിക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വേറെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് ലൂസ് ഇങ്ങനെ നമുക്ക് ഡസൻ കാണിക്കുന്ന, ഡസനേക്കാൾ കുറവ് കിട്ടില്ല, കൂടുതലേ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം വേറെ ഒരു ഐറ്റം ഉണ്ട്. ഇതാണ് ജിംകിയാണ്. ഇത് ബ്ലൗസിലെ ബാക്കിലെ വെഡിങ് ഡ്രസ് ബ്ലൗസ് ബാക്കിലെ പിടിപ്പിക്കുന്ന പല ഷേപ്പ്. നിങ്ങളിപ്പോ ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിൽ അതിനും യൂസ് ചെയ്യാം കേട്ടോ. ഇത് സ്റ്റോണിന്റെ വരുന്നുണ്ട്. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് കേട്ടോ. ഇതൊന്നും പൊട്ടിച്ച് കാണിച്ചു തരാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇത് ഒരെണ്ണം ഒന്ന് കാണിച്ചു തരും. ഇത് പിന്നെ ജിംകിയാണ്, നമുക്കറിയാം. ജിംകിയാണ്. ഇത് ജസ്റ്റ് ബാഡ്ജ് ആണ്, ഡ്രസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതെ, ഇത് ഇങ്ങനെ ഇങ്ങനെ റിങ് വേണമെങ്കിൽ റിങ് ആക്കാം, ലോക്കറ്റ് വേണമെങ്കിൽ ലോക്കറ്റ് ആക്കാം, ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാവുന്നത്. അപ്പൊ ജസ്റ്റ് അങ്ങനത്തെ എന്ന് വെച്ചാൽ ജ്വല്ലറി ബൂട്ടേക്ക് യൂണിറ്റ് നടത്തുന്നവരാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഐറ്റംസ് എവിടെ വന്നാൽ കിട്ടും? ന്യൂ സൂര്യ ലെസ് ഹൗസ്, എറണാകുളം മാർക്കറ്റ് റോഡിൽ എല്ലാതും ഉണ്ട്, ഇഷ്ടം പോലെ. ഇതാണത് നമ്മുടെ ബുട്ടിക്കിലെ വർക്ക് ചെയ്യണത്. കൂടുതൽ വർക്ക് ചെയ്യണത് ചെറിയ കട്ട് ബീഡ്സ് ആണ്, സ്മോൾ സൈസ്. പഞ്ചസാര മുത്ത്, പഞ്ചസാര ഇല്ല, ഇത് കട്ട് ബീഡ് ആണ്. ഇതാണ് കട്ട് ബീഡ്സിന്റെ പല ഇതിന് ക്വാളിറ്റി ഉള്ളത്. റോബിൻ BBC ഐറ്റംസ് ആണ്. ഇത് BBC നല്ല ബ്രാൻഡാണ്. BBC ഉണ്ട്, പിന്നെ വേറെ അതർ ബ്രാൻഡ്സിനും ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. ഫുൾ പേസ്റ്റൽ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാ വെറൈറ്റി. ഇത് ഒന്നും ഇങ്ങനെ ഒടിപ്പിച്ചൊക്കെ കവറിലിരിക്കണം, നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇത് അല്ല, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. പാക്കറ്റ് കാണിക്കാൻ പറ്റും, പാക്കറ്റ് കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇത് ചെറിയ കട്ട് ബീഡിൽ തന്നെ വീതി എന്ന് വെച്ചാൽ ലെങ്ത് കൂടിയത് കൊണ്ട് കുറവുള്ളത് കൊണ്ടല്ല, പല റേറ്റ് പല മോഡൽസിലും വരുന്നുണ്ട്. വീതി കൂടി കുറഞ്ഞ് അങ്ങനെ. ഇതുള്ളത് എല്ലാം ഗോൾഡ് ആന്റിക് വെഡിങ് ബ്ലൗസിന്റെ ഡ്രസ് ചെയ്യണത്, നോർമൽ പ്രൊഡക്ഷൻ വർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് റോസ് ഗോൾഡ് കോമൺ ആയിട്ടുള്ള കളേഴ്സ് എന്തായാലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആന്റിക്കില് പിന്നെ ഇതൊരു മൾട്ടി ഷെയ്ഡ് അല്ലേ, റെയിൻബോറ്. ഇത് ആന്റിക് കളർ. ഇതെല്ലാം എല്ലാ സൈസ് ഉണ്ട്, ചെറുത് മീഡിയം വലുത്. അത് ക്വാളിറ്റിയും ചെറുതും വലുതും മീഡിയം അതുകൊണ്ട് സെയിം. ചെറുതല്ലേ മറ്റേ പല കൂടിയ ക്വാളിറ്റി ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി വേണമെങ്കിൽ ഉണ്ട്, ഹൈ റേഞ്ചിലും ഉണ്ട്, മീഡിയം റേഞ്ചിലും ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. അപ്പൊ ഇത് ഫുൾ നമുക്ക് കട്ട് വർക്ക് ഉണ്ട്. അത് ഫുൾ കളക്ഷൻ. ടോട്ടൽ കളറിംഗ് കട്ട് ബീഡ്സ് ആണ്. ടോട്ടൽ കട്ട് ബീഡ്സിലെ പല വെറൈറ്റി ഉണ്ട്. ഇത് ഷുഗർ ബീഡ്സ് ചേച്ചി പറഞ്ഞാലും പഞ്ചസാര മുത്താണ്. പഞ്ചസാര മുത്ത് നമ്മൾ പറഞ്ഞത്. ഇത് ജസ്റ്റ് മൈക്രോ ബീഡ്സ് ആണ്, ഒട്ടിക്കാണത് മേലെ. ഓക്കെ. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം പശ വെക്കണം, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെതർ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒട്ടി നിന്നോളൂ. അതിന് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. അതിന്റെ കുറച്ച് നമ്മുടെ ഷുഗർ ബീഡ്സ് ആണ്. ഇത് കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടിയാണ്. അതെ, ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പാണ് അതിന്റെ. അത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ തന്നെ ഇതെല്ലാം ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. നമ്മുടെ വെറൈറ്റി ഐറ്റം ആണ്. ജസ്റ്റ് വൈറ്റ് ഓഫ് വൈറ്റ് ഗൗണിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്മസ് ടൈമിലൊക്കെ ഇത് വൈറ്റ് ഓഫ് വൈറ്റ്
കൂടുതൽ പോണ ഈ വൈറ്റിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സ് നോക്കിയാൽ ഇത് ജസ്റ്റ് ഇതാ വൈറ്റ്, ഓഫ് വൈറ്റ്, ഒരു ചിക്കു ഷെയ്ഡ് പോലെ വരുന്നുണ്ട്, ക്രീമിൽ വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ടൈപ്പ് ആയിട്ട് വൈറ്റിൽ തന്നെ ഇത്രയും കളേഴ്സ് ഇട്ടോ വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നോർമൽ ആയിട്ടുള്ള എല്ലാ കളേഴ്സ് വരുന്നുണ്ട്. കോപ്പർ ഗോൾഡ്, ആന്റിക്, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ അങ്ങനെ എല്ലാതരം കളേഴ്സ് കേട്ടോ. സെയിം ഐറ്റമിൽ ചെറിയ കട്ട് ബീഡ്സ് ഉണ്ട്, ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ളത് കളേഴ്സിൽ വരുന്നത്. കുറച്ച് ഹൈ റേഞ്ച് ക്വാളിറ്റി ആണ്, നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം ആണ്. അതാണ് ഈ ഡ്രസ്സിന്റെ കോസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞത്. ഇതില് സാധനങ്ങൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇതൊരു നല്ലൊരു വൺ ഓഫ് ദി മോസ്റ്റ് ഇന്ത്യയുടെ പോപ്പുലർ ബ്രാൻഡ് ആണ്. റിഫ്ലെക്സ് എന്ന പേരാണ്. റിഫ്ലെക്സ് ബുട്ടിക്സ് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയും. അതെ. അപ്പോൾ അവർ റേറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഹെവി റേഞ്ച് ലെവൽ ഐറ്റം ആണ്. ഹെവി റേഞ്ച് അല്ല, ഹെവി ക്വാളിറ്റി, അഫോർഡബിൾ റേഞ്ച്. അഫോർഡബിൾ റേറ്റ് ആണ്. ഇത് ഉള്ളതല്ല, നമ്മുടെ റെഗുലർ ക്വാളിറ്റി ഉള്ളത് ചെറിയ സൈസിലെ കട്ട് ബീഡ് ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം? ഫുൾ സീക്വൻസിന്റെ അതിൽ ബോക്സ് ഒന്നും തുറന്നു നോക്കണ്ട, അതിൽ തന്നെ അല്ല. ഒരു മിനിറ്റ്, ഇത് ബോക്സിന്റെ പുറത്ത് തന്നെ ഫുൾ സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാമ്പിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഫുൾ പാക്കറ്റ് വൈസ് ആണ്, 100 ഗ്രാം വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അത് ബുട്ടിക്കാർക്ക് അങ്ങനെ വെച്ചാൽ കടക്കാർക്ക് മാത്രം. ഇനി അതിന്റെ വലിയ പാക്കറ്റ് വേണമെന്ന് വെച്ചാൽ ഇതാണ് വലിയ പാക്കറ്റ് ആണ്, 1 കിലോയുടെ പാക്കറ്റ്. ഇത് ഇവിടെ 1/2 കിലോന്റെ പാക്കറ്റ് ആണ് ഈ കാണുന്നത് മൊത്തം. ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള സീക്വൻസ് ആണ്. നല്ല സീക്വൻസ് ഉണ്ട്, ബേബി പല ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇത് വലിയ ടൈപ്പ് 1/2 കിലോന്റെ പാക്കറ്റ് ആണ്. അങ്ങനെ വേണം, അങ്ങനെ കിട്ടും. 100 ഗ്രാം പാക്കറ്റ് വേണം. 100 ഗ്രാമിന്റെ പാക്കറ്റ് വേണമെന്ന് വെച്ചാൽ 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആയിട്ട് അങ്ങനെ കിട്ടും. പിന്നെ 200, 250 അങ്ങനെ കിട്ടും. 100 മേലെ എത്ര വേണം കിട്ടും. എത്ര വേണം ബൾക്ക് ക്വാണ്ടിറ്റി അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്തൊക്കെ സെയിം ആ ഒരു പഞ്ചസാര ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, നമ്മുടെ ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി കളേഴ്സ് ഡിഫറെന്റ് ആണ് കേട്ടോ. അതിന് മൊത്തം ഇരിക്കുന്നത് ഇത്ര ഫുള്ള് നോക്കിയാൽ ഫുൾ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇതും അത് തന്നെയാണല്ലേ, സെയിം ട്യൂബ് ബീഡ്സ് ആണ്. അപ്പുറത്തുള്ളത് ട്യൂബ് ബീഡ്സിന്റെ പല എല്ലാ കളേഴ്സ് ഉണ്ട്. ട്യൂബ് ബീഡ്സിന്റെ കളേഴ്സുകൾ അത് കോമൺ ആയിട്ടുള്ള കളർ കൂടാണ്ട് എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ഐറ്റംസിലെ എല്ലാ കളർ അതും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണ കാരണം നമുക്ക് ഈസിയാണ് പിക്ക് ചെയ്യാനായിട്ട്. വന്നിട്ട് നമുക്ക് കൂടെ ഇല്ല അങ്ങനെ കസ്റ്റമർ നമുക്ക് കളർ മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അതെ, എല്ലാം ഓരോ കളറിലെ ഓരോ റാക്കിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ നമുക്ക് കട്ട് ബീഡ്, ഷുഗർ ബീഡ്, പ്രൊഡക്ഷൻ വർക്കിലെ മെയിൻ യൂണിറ്റ്കാരുണ്ടല്ലോ അവർക്ക് ബെറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം റേറ്റ് കുറഞ്ഞതും ഫാസ്റ്റ് വർക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് അത്. ഓക്കെ, അതപ്പോൾ റേറ്റ് എല്ലാം കുറഞ്ഞത് ഐറ്റമാണ്. ബൾക്ക് പ്രൊഡക്ഷൻ 500 പീസ്, 1000 പീസ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്രൈസിലാണ് അത്. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ്. ക്രിസ്റ്റൽ ബീഡ്സിന്റെ ചെറുത്, വലുത് അങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്രിസ്റ്റൽ ഇതൊന്ന് കാണിക്കാം. ഇതെന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് ക്രിസ്റ്റൽ സ്റ്റോൺസ്. ഓപ്പൺ ചെയ്താൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അതിൽ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. പല മോഡൽസ്. ഇത് സൈസ് ഇത് കുറച്ച് വീതി കൂടിയ ടൈപ്പ്. ഇത് റൗണ്ട്, ഡ്രോപ്പ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. പിന്നെ ഇതും സെയിം ഇതിൽ പെട്ടത് തന്നെയാ. ഇതൊരു വേറെ വെറൈറ്റി കേട്ടോ. ഒരു നീളത്തില് കട്ട് വർക്ക് പോലത്തെ അതിനേക്കാളും കുറച്ചുകൂടി വീതി കൂടിയ അതിന് യൂസ് ചെയ്യണതാ. ഇതും വേറൊരു ഷേപ്പാണ് കേട്ടോ വരുന്നത്. പല മോഡൽസ് ഉണ്ട്, അതാണ്. ഇതാ ഈ ഒരു കളർ ചെറിയ ട്രാൻസ്പെറന്റ് വേണമെങ്കിൽ ട്രാൻസ്പെറന്റും അവൈലബിൾ ആണ് അല്ലേ. അതെ, ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയി തുടങ്ങിയല്ലോ. അപ്പൊ അതിന് റെഡ് ആൻഡ് വൈറ്റ് ഫോർ ക്രിസ്മസ്. അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വൈറ്റ് ഉണ്ട്, കറക്റ്റ് പക്ക വൈറ്റ് വേണമെങ്കിൽ പക്ക വൈറ്റ് ഉണ്ട്. റെയിൻബോ വൈറ്റ്സ് എന്നാൽ കളേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാ തരം. അതിൽ വലിയ ടൈപ്പും വരുന്നുണ്ട്. ഇത് കുറച്ച് വലിയ ടൈപ്പ് അല്ലേ. ഇത് കുറച്ച് വലിയ ടൈപ്പ് കേട്ടോ. വലിയ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് അതിന്റെ തന്നെ ഇത് സാമ്പിൾ ആണോ? ഇത് ആരോ എടുത്തു വെച്ചിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട്. ഇത് ഏതോ ഒരു കസ്റ്റമർ എടുത്തു വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നോക്കാം. ഇതാണ് ഷീറ്റ് പറഞ്ഞത് അല്ലേ. എങ്ങനെ അതെ, ഇതിങ്ങനെ വേണമെങ്കിൽ ഷീറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഷീറ്റ്സ് വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ. ഇതിന്റെ സെയിം മിറർ ഉണ്ട് ഇവിടെ. ഇപ്പുറത്തെ സൈഡ്
ഓക്കെ ആ മിററിലും ക്വാളിറ്റി ഉണ്ടാവും അല്ലേ? മിററിന് ഒറ്റ ക്വാളിറ്റി വരും, ഗോൾഡും സിൽവർ വരും. പല ഷേപ്പ് ഉണ്ട്, പല സൈസ് ഉണ്ട്. സൈസസ് അവൈലബിൾ ആണ്. അതിൽ സ്ക്വയർ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, റൗണ്ട് ഉണ്ട്, ഓവൽ ഷേപ്പ് ഉണ്ട്. ഇത് ഫുൾ ഇങ്ങനെ തന്നെ എടുക്കണം അല്ലേ? അത് കിലോ ആയിട്ട് പാക്കറ്റ് ആണ്, പിന്നെ 100 ഗ്രാമിന് പാക്കറ്റ് സെയിം. ഇതുപോലെ പല ഷേപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ തന്നെ സ്ക്വയറും ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ചെറുത് വലുതായിട്ട്, ഇത് ഓവൽ ഷേപ്പിൽ വരുന്നത്. സൈസ് വലുത് വേണമെങ്കിൽ വലുതും ഉണ്ട് റൗണ്ടില്. ഓ ഇത്ര വലുത് വേണമെന്ന് വെച്ചാൽ വലുതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ചില്ലിന്റെ ഒരു സെക്ഷൻ ആണ് ഈ മൊത്തം. അത് ഇത് എന്ത് ഷേപ്പാ? ഇത് നമ്മുടെ പല ഡിഫറെന്റ് ഷേപ്പാണ്. ഇത് ഈ ഷേപ്പ് കണ്ട സ്റ്റാറാ? സ്റ്റാർ വേറെ ഇത് ഷേപ്പില്ല, ഷേപ്പ്ലെസ് ഐറ്റം ആണ്. നമ്മൾ എന്താ പല പല ഷേപ്പിലൊക്കെ ഐറ്റംസ് വരും. അതെ, അതുപോലത്തെ ഐറ്റം. അപ്പൊ ചില്ലിൽ തന്നെ ഇത്രയും അധികം ഷേപ്പുകൾ. പിന്നെ വേറെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം കാണിക്കാൻ വെച്ചാൽ സ്റ്റോൺസ് ആണ്. ഇതിന് കളേഴ്സ് ഉണ്ട്, നല്ല പല കളേഴ്സ് ഉണ്ട്. സ്റ്റോൺസിൽ ക്ലിപ്പ് സ്റ്റോൺ ഉണ്ട് കളേഴ്സ്. ഓ നല്ല ഭംഗിയുണ്ട് അല്ലേ? സിൽവർ ബേസിലും ഉണ്ട്. ശരിക്കും ഇതിന്റെ സ്റ്റോൺ എന്തായാലും ഒരെണ്ണം പൊട്ടിയ അത് ഒരെണ്ണം കയ്യിൽ തന്നെ. ഇതാ ഇതിന്റെ കറക്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതാണ്. സിൽവർ ബേസിൽ പല കളേഴ്സ് ഉണ്ട്, ഗോൾഡ് ബേസിൽ പല കളേഴ്സ് ഉണ്ട്. ഇത് ഫുൾ അതിന്റെ കളേഴ്സുകളാണ് കേട്ടോ. ഇതൊന്നും നോക്കിയേ, ഇത് ചെറിയ ചെറിയ പാക്കറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ അത് കളേഴ്സും അവൈലബിൾ ആണ്. ഇതാണ് സ്പെഷ്യൽ ഐറ്റം കാണിക്കാനുള്ളത്. ഇനി എവിടേക്കാ പോണ്ടത്? ഇവിടെ ലാസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒരു സെക്ഷൻ കാണിക്കുന്നത്. കുറെ ഉണ്ടല്ലേ നടന്ന് കാണാനായിട്ട്. YKK സിബ് ആണ്. എന്താ സിബ്? YKK സിബ്. ഇത് ഇമ്പോർട്ടഡ് സിബ് ആണ്. നോർമൽ സിബിന്റെ ഒരു നല്ല ക്വാളിറ്റി സിബ് ആണ്. ഗൗണിൽ വെക്കാൻ വേണ്ടിയാണ്. വെഡിങ് ഗൗണിലൊക്കെ ഗൗണിൽ യൂസ് ചെയ്യുന്നത്. അത് ഹെവി വെയിറ്റ് ഉണ്ടെങ്കിൽ മുകളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ പിടിച്ചോ, ഹെവി ഗൗണിൽ. അപ്പൊ സിബിന് തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. പേരാണ് ഇതിന്. YKK ബ്രാൻഡ് ആണ്. ഓക്കെ, YKK ബ്രാൻഡ് ആണ്. നമ്മുടെ ഇതിന്റെ ആണ് ഫ്രോക്കിൽ അടിയിൽ വെക്കുന്ന സ്കാലപ്പ് ചെയ്യണ ഒരു ക്യാൻ എന്ന് പറയും. ക്യാൻ ഇത് അല്ലാണ്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള ക്യാൻ അവൈലബിൾ ആണ്. ഇത് ശരിക്കും കുട്ടികൾ കിഡ്സിന്റെ ഫ്രോക്കിലൊക്കെ വെക്കുമ്പോ ഇങ്ങനെ റാ ഷേപ്പിൽ ഇങ്ങനെ നിന്ന് നല്ല ബൾക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയില്ല. അതിന്റെ 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് എല്ലാ സൈസ് വീതി ഉണ്ട്. 3 ഇഞ്ച് വരെ എല്ലാ സൈസും വീതി. ഇത് വെഡിങ് ഗൗണും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കിഡ്സിന്റെ ഗൗണും യൂസ് ചെയ്യാം. അത് വീതി അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. കസ്റ്റമറിന്റെ പുറത്താണെങ്കിൽ അവർക്ക് ദുബൈയിലെ UAE അവർ കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അബുദാബിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പാർസലാണ്. ഓക്കെ, അപ്പൊ ഇത് പോവാനുള്ളത് ഇന്ത്യ വിട്ട് പോവാനുള്ളതാ. ഒരു ഷിപ്പ് കാർഗോ ആണ്, ഡീലർ കാർഗോ. അവർ ഇവിടുന്ന് ഷിപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അതിനുള്ള അപ്പൊ ഇന്ത്യയുടെ പുറത്തിരുന്ന് കാണുന്നവർക്കാണെങ്കിൽ അവർക്കും ഇതൊരു ബിസിനസ് ആയിട്ട് നടത്താം, അവർക്കും ഇത് മേടിക്കാവുന്നതാണ്. അപ്പൊ അതിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. കളക്ഷൻസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. സ്ക്രീനിലെ നമ്പർ ഉണ്ട്. ഓക്കെ, ഇത് ഇനി ഓരോരോ ട്രെയിലാക്കിയിട്ട് അത് ബില്ലാക്കി അത് ഇതെന്താ സംഭവം ഇരിക്കുന്നത്? സാമ്പിൾ കൊണ്ടുവന്നിട്ട് കസ്റ്റമർ സെയിം ഇതേപോലത്തെ സാമ്പിൾ കൊണ്ടുവരും കസ്റ്റമർ. സെയിം മാച്ചിങ് എത്ര ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് സാമ്പിൾസ് കൊണ്ടുവന്നത് കസ്റ്റമർ കണ്ട. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് സാമ്പിൾ കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സാമ്പിളുടെ ഫുൾ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പൊ അങ്ങനെയും ഉണ്ടല്ലേ സംഭവങ്ങളൊക്കെ. ഇനി എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്? അടുത്ത സെക്ഷനിൽ ഒരു ആളിനെ കൊടുക്കാം. ഓരോ സെക്ഷനിലും ഓരോരുത്തരാണ് അല്ലേ? അപ്പൊ ഇനി മൈക്ക് എടുക്കേണ്ട സമയമായി. അടുത്ത സെക്ഷൻ അവർ എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, ഞാൻ എടുക്കാം. അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ കാണിക്കാനുള്ളത്? സീക്വൻസ് ആണ് ഫുള്ള്. എല്ലാ പ്രീമിയം ക്വാളിറ്റിയാ. എല്ലാ കളേഴ്സ് ഉണ്ട്. ഗോൾഡ്, സിൽവർ, ഡൈബിൾ, വിതൗട്ട് ഡൈബിൾ. ഇത് ഫുൾ സീക്വൻസിന്റെ ഒരു. അപ്പൊ ഇത് 100 ഗ്രാം എടുക്കാം മാക്സിമം. ബാക്കി പാക്കറ്റ് ആണെങ്കിൽ കിലോ ആയിട്ട് പാക്കറ്റ് പറഞ്ഞേ. എല്ലാ ക്വാളിറ്റി ഉണ്ട്, ഡിസൈൻ ഉണ്ട്. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? വീണൊക്കെ ഇതൊക്കെ എന്തിനാ നമുക്ക് കിഡ്സിന്റെ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യാം. തയ്ക്കാൻ ടൈപ്പ് ആണ്. കളേഴ്സ് ഉണ്ട്. ഡൈബിൾ ആണ്. ഇത് ഡൈ ചെയ്ത കളർ എന്താ വേണോ കിട്ടുള്ളൂ. എല്ലാ സൈസ് ഡൈബിൾ ആണ്. അതെ, ഇത് ടൈപ്പ് ആണെങ്കിൽ ഡൈബിൾ ആണ്. വൈറ്റ് കളർ വരും. ഡൈ ചെയ്ത കളർ കിട്ടും നമുക്ക്. കളർ വേണോ. അപ്പൊ അതിന്റെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇതിന്റെ കളേഴ്സും പല ഷേപ്പും അവൈലബിൾ ആണ്. ഡയബിളും ഉണ്ട്, ഡയബിൾ അല്ലാത്തതും ഉണ്ട്. കിഡ്സിന്റെ ഫുൾ സെക്ഷൻ. ഇതും ഡയബിളാ. ഡയബിൾ ആണ്. കളർ ഏതാ കളർ വേണോ എല്ലാം ഡൈ ചെയ്ത കളർ കിട്ടും. കളർ ഒരു തവണ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഇതെന്താ ഫുൾ ഇങ്ങനെ കളർ ആയിട്ട് ഇരിക്കുന്നത്? ഇതാണ് നൈറ്റി ലേസ് ആണ്. നമ്മുടെ ഡ്രസ്സിനകത്ത് നൈറ്റി തയ്ക്കുമ്പോൾ ലേസ് വെക്കത്തില്ലേ, നൈറ്റി ലേസ് ആണ്. 150 മീറ്ററിന്റെ റോൾ വരും. 150. അതിന് പല കളേഴ്സ്, പല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് അടുത്താണ്. ഇത് പഞ്ചിങ് ബീഡ്സ് ആണ്. നമ്മുടെ ഡ്രസ്സിനകത്ത് മെഷീനകത്ത് ഫിറ്റിംഗ് ആണ്. ഇതാണ് മെഷീന്. ഇതിനകത്ത് നേരത്തെ പിന്ന് കാണിച്ചു തന്നല്ലോ, ഇതിന്റെ വെച്ചിട്ട് ഈ ബീഡ്സ് ഈ മെഷീനകത്ത് പഠിപ്പിക്കും ഡ്രസ്സിനകത്ത്. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടു അതിന്റെ മുകളിലത്തെ പോർഷൻ ആണ് ഇത്. അപ്പൊ ഈ മെഷീൻ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റും. മെഷീൻ എന്തായാലും തുറന്ന് കാണാം.
ഇതൊന്ന് തുറന്ന് കാണിച്ചേ. ഇത് വെറുതെ നമുക്ക് വെറുതെ ചെയ്താൽ മതിയാ? ഇതിന്റെ ഒരു ഡൈയിങ് ഉണ്ട്, മറ്റേ പിന്ന് അടിയിൽ വെച്ചിട്ട് ഡൈയിങ് ഉണ്ട്. ചെറിയ സൈസ്, വലിയ സൈസ്, എല്ലാ സൈസ് ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ. സ്റ്റെപ്ലർ പോലെ ഇത് നോർമലാണ്. അപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടെ ഇരുന്നോളും, സെറ്റ് ആണ്. അപ്പൊ ഇതും അത്യാവശ്യമുള്ള സംഭവമാണ് നമുക്ക്. അപ്പൊ ഇത് ഒരു പീസായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ, 1 പീസായിട്ട് കിട്ടും. പിന്നെ അടുത്ത ഇത് ഉണ്ട്, ഇത് ഫോം ഫ്ലവർ ആണ്. ക്രാഫ്റ്റ് വർക്കിനകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ്, ബാക്കിലെ കമ്പി ടൈപ്പ്, എല്ലാ കളർ ഉണ്ട്. കിഡ്സിന്റെ ഡ്രസ്സിന്, അതുപോലെ ഹെയർ ബാൻഡ്സിന്, ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഇതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അതിന്റെ കളേഴ്സുകൾ കേട്ടോ. ഇത് മൊത്തം കാണുന്നത് അതിന്റെ കളേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനായി. ഇനി ബീഡ്സ് ആയിട്ടും ഉണ്ട് ഫുള്ള്. ഇത് ഫുൾ ക്രാഫ്റ്റ് ഐറ്റംസിനെ പറ്റിയിട്ടുള്ളതാണ്. കീ ചെയിൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതിന്റെ ABCD പല മോഡൽസില്. ലെറ്റർ ബീഡ് എങ്ങനെ ഉണ്ട്, ഇത് ഫുള്ള് ചെയ്യാൻ വേണ്ടിട്ട്. ഇതാ ലെറ്ററിന്റെ ബീഡിങ്സ്, അത് കളേഴ്സ് ഒക്കെ വ്യത്യാസമായിട്ട് വരുന്നത്. അത് പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഏത് മോഡൽസ് വേണമെന്ന് പറഞ്ഞാൽ മതി കണ്ടോ. അപ്പൊ ഈ ഐറ്റം ഉണ്ട്, ഈ എൻഡിങ് ടേപ്പ് ആണ് പറയണേ. ഇതെന്തിനു യൂസ് ചെയ്യണത്? എയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എൻഡ് കൊടുക്കാൻ വേണ്ടിട്ട് എൻഡ് ടേപ്പ് ആണ്. ഓക്കെ. ഇത് റോൾ ആയിട്ട് വരും ഇങ്ങനെ. എന്ത് യൂസ് ചെയ്യണ ശരിക്കും? ഈ എയർ ബാൻഡ് ഉണ്ടാക്കത്തില്ല, ഇതിനകത്ത് ബാക്ക് സൈഡ് എൻഡ് കൊടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ. ഹെയർ ബാൻഡ്സ് ഇതിനൊക്കെ യൂസ് ചെയ്യാം. അത് ഉണ്ടാക്കണവർക്ക് അറിയുള്ളൂ ഇത് എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും അതും അവൈലബിൾ ആണ് ഈ ഒരു പോർഷനിൽ. പിന്നെ ഒരു ഈ ഐറ്റം ഉണ്ട്, മറ്റേ ഈ ഒട്ടിക്കുന്ന ടൈപ്പ് 7000 പറയും. സൈനാണ്, ഗ്ലൂ ആണ്. ഗ്ലൂ ഇവിടെ അവൈലബിൾ. ഇതിന്റെ വലുതും ചെറുതായിട്ട് പല ഇതിലും വരുന്നുണ്ട്. 3 വെറൈറ്റീസ് ഉണ്ട്. 25 ml ഉണ്ട്, 50 ml ഉണ്ട്, 10 ml ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് അവിടെ വെച്ചോ. പിന്നെ അടുത്താണെങ്കിൽ ഇതാണെങ്കിൽ ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക്കിന്റെ ഡ്രസ്സിലെ സ്റ്റോണോ ബീഡ്സോ എന്തായാലും ഒട്ടിക്കാൻ വേണ്ടിട്ട്, ചെറുതും വലുതും. ഇതിന്റെ ഇത് വലുത്, ചെറുത്. എന്റെ സാധാ ക്വാളിറ്റി ഉണ്ട്, ഇത് പ്രീമിയം ക്വാളിറ്റി ആണ്. 2 ക്വാളിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ എന്തൊരു ഐറ്റം ഉണ്ടെങ്കിൽ 3 ക്വാളിറ്റി എന്തായാലും അവൈലബിൾ ആണ്. പിന്നെ ആണെങ്കിൽ അവിടെ ഇത് ഡ്രസ്സിലെ കൂടുതൽ പോണ ഐറ്റം സ്റ്റോൺ ആണ്, ക്ലിപ്പ് സ്റ്റോൺ എന്ന് പറയുക. സിൽവർ തുന്നുന്ന ടൈപ്പ് ആണ്. ഇത് ഡ്രസ്സിനകത്ത് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ബുട്ടിക്സിനകത്ത് കൂടുതൽ പോയത്. ഡ്രസ്സിനകത്ത് വെറുതെ തയ്ച്ചാൽ മതി. തയ്ക്കുന്നതാണ് അല്ലെ, ഒട്ടിക്കുന്നതല്ല, തയ്ക്കുന്നതാണ്. തയ്ക്കുന്ന ടൈപ്പ് ആയിട്ട്. അപ്പൊ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇത് കൂടാണ്ട് നമുക്ക് ഇതൊക്കെ എന്താ ഇരിക്കുന്നത്? ആ മെഷീൻ ഇത് ഗ്ലൂ ഗൺ ആണ്, ഒട്ടിക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ സ്റ്റിക്ക് അടക്കം അവൈലബിൾ ആണ്. ഈ സ്റ്റിക്ക് ഉണ്ടാവും, ആ സ്റ്റിക്ക് മേടിച്ചാലാണ് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇത് കൂടാണ്ട് ഈ ഒരു ഇത് നമ്മുടെ ഹെയർ ബാൻഡ്സിന് അതിന്റെ വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസുകളാണ് കേട്ടോ ഇത് ഫുൾ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി എന്താണ് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഫുൾ സിബ്. അപ്പൊ നമ്മൾ സിബ് കണ്ടത് അവിടെ ഗൗണിന് ഫസ്റ്റ് ക്വാളിറ്റി ടൈപ്പ് ആയിട്ടുള്ളതായിരുന്നു. ഇത് ഇൻവിസിബിൾ സിബാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞേ. ഇതാണ് ചുടിദാറിന്റെ വെക്കുന്ന ടൈപ്പ്, ബാക്കിലെ കാണാത്ത ടൈപ്പ് ഇൻവിസിബിൾ ജിപ്പാണ് പറയണേ. ചുടിദാറിന്റെ വെക്കുന്ന ടൈപ്പ് ഒരു 200 കളർ കാണും, ഫുൾ പെസ്റ്റൽ കളർ, എല്ലാ കളർ അവൈലബിൾ കാണും. അവിടെയാണ് നമുക്ക് ഡസൺ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കിലെ കാണിച്ച പാക്കറ്റ് ആണ് 100 പീസിന്റെ പാക്കറ്റ് ആയിട്ട് കാണും. ഇത് 100 പീസിന്റെ പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഡസൺ കണക്കിന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിൽ കളേഴ്സ് ഒരു 200 കളർ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ കളേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഡിസ്പ്ലേ ഇൻവിസിബിൾ ആണ്. ഇതാണ്. പിന്നെ ഇതുണ്ട്, ഇത് സാധാ ആണ്. ഇത് നമ്മുടെ കാണും ബാക്ക് സൈഡിൽ വരുന്ന. ഇത് ചുടിദാറിന്റെ ആണ്. ഇത് ഓൾഡ് മോഡലാണ്. അപ്പൊ പറഞ്ഞത് കൂടുതൽ ടെസ്റ്റ് ഇതാണ് പോണത്. എല്ലാവരും കൂടുതൽ ഇപ്പൊ ഇൻവിസിബിൾ ആണ് കൂടുതൽ എടുക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ എടുക്കാണ്ടായി തുടങ്ങി. പിന്നെ വേണമെന്ന് വെച്ചാൽ ഈ മാക്സി നൈറ്റിയിലൊക്കെ വേണമെങ്കിൽ വെക്കാന്ന് മാത്രം. പക്ഷെ കൂടുതൽ ഇതാ പോകുന്നത്. അതിന്റെ ലെങ്ത്തും അവൈലബിൾ അല്ല, പല സൈസ് ഉണ്ട്. 8 ഇഞ്ച് ഉണ്ട്, 16 ഇഞ്ച് ഉണ്ട്, 18 ഇഞ്ച് ഉണ്ട്, 3 സൈസ് അവൈലബിൾ. ഇതൊക്കെ എന്താ? ഇത് പാറ്റേൺ പേപ്പർ ആണ്. നമ്മുടെ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ക്രാഫ്റ്റ് വർക്കിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പറാണ്. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവര് ശ്രദ്ധിച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാറ്റേൺ പേപ്പർ ആണ്, നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഡിസൈൻ ചെയ്യാൻ വേണ്ടി അടുത്ത് ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇത് വരും, കാക്ക റോൾ എന്ന് പറയും. ഡ്രസ്സിംഗ് പേപ്പർ ആണ്. ഇത് എംബ്രോയിഡറി ചെയ്തിട്ട് നമ്മുടെ ഡിസൈൻ ചെയ്തിട്ട് ഡ്രസ്സിനകത്ത് പിടിച്ചാൽ പിന്നെ ഡിസൈൻ ചെയ്യും. മറ്റേ ബീഡ്സ് നമ്മൾ പണ്ടൊക്കെ ഒരു ഡ്രോയിങ് ഒക്കെ സയൻസിലൊക്കെ വരയ്ക്കുമ്പോൾ ഇത് ട്രേസ് പേപ്പർ അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കില്ല. അതേപോലത്തെ സംഭവം തന്നെ അത് ഡ്രസ്സിൽ വരുമ്പോ അത് ഇങ്ങനെ റോൾ ആയിട്ട് കിട്ടും, മീറ്റർ ആയിട്ട് കിട്ടും. റോൾ ആയിട്ട് പിന്നെ അടുത്ത ഒരു ഈ നമ്മുടെ ക്യാൻവാസ് ടൈലറിംഗ് മെറ്റീരിയലിനകത്ത് ക്യാൻവാസ് ഉണ്ട്. ഇതാണ് മറ്റേ കോളറിനകത്ത് വെക്കാനാണ് ടൈപ്പാണ്. കഫ് ക്യാൻവാസ്, കോളർ ക്യാൻവാസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് റൂളായിട്ട് വരും. മീറ്റർ എടുക്കാൻ പറ്റും.
അപ്പൊ ഇത് ഡ്രസ്സിന്റെ കോളറിന് അതുപോലെ ചൈനീസ് നെക്ക് ഇവിടെ ഫ്രണ്ട് യോക്കിന്റെ ഇവിടെ വർക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു വർക്കിന് എംബ്രോയിഡറിക്ക് ഒക്കെ കൂടും. അപ്പൊ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടും. ഗം ടൈപ്പ് ആണ്, ഇത് ഒട്ടിക്കാൻ പറ്റും. ഗം ടൈപ്പ് ഉണ്ട്, ഗം ടൈപ്പ് ഇല്ലാത്തതും ഉണ്ട്. 2 ടൈപ്പ് വരുന്നുണ്ട്. അതും ക്വാളിറ്റി ഉണ്ട്. കുറെ 4-5 ടൈപ്പ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. കുറഞ്ഞത് കൂടിയത് ഇങ്ങനെ. ഓക്കെ. അപ്പൊ ഇത് റോളായി ഇതാണെങ്കിൽ ഇതാണ് നമ്മുടെ കോട്ട് ഫ്യൂസിംഗ് ആണ് പറയുന്നത്. വൈറ്റ് ടു ബ്ലാക്ക് 2 കളർ അവൈലബിൾ ആയിട്ടുണ്ട്. കുറഞ്ഞതിന്റെ കൂടിയതുണ്ട്. കോട്ട് തയ്ക്കുമ്പോൾ ഇൻസൈഡ് യൂസ് ചെയ്യാൻ സോഫ്റ്റ് തുണിയാണ്. ഓക്കെ. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. 2 മെറ്റീരിയൽ എന്തായാലും 2-3 ടൈപ്പ് ഉണ്ട്. അത് കാര്യത്തില് തീരുമാനമായി എന്തായാലും. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷീറ്റ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഷീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സെക്ഷൻ ആണ് ഇത് കണ്ടത്. അപ്പൊ ബട്ടൺസ്, ഫാൻസി ബട്ടൺ. അപ്പൊ കടയിലേക്കൊക്കെ ജസ്റ്റ് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഓരോരോ പീസ് അവര് റീറ്റെയിൽകാര് നല്ലതാണ് എടുക്കാൻ വേണ്ടി ഓരോ സീറ്റ് ആയിട്ട് കൊണ്ടുപോകാം. അതെ, അതിന്റെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് മാത്രമേ ഉള്ളൂ. വുഡിന്റെ ഉണ്ട്, ഫാൻസി ബട്ടൺ ഉണ്ട്, സാധാ ടൈപ്പ് ഉണ്ട്. ഷോ ബട്ടൺ, ഫാൻസി ബട്ടൺ, ഇത് ബട്ടൺസിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഓരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ ഷോ ബട്ടൺസ്. കുറെ വെറൈറ്റീസ് ഉണ്ട്, ഫാൻസി ടൈപ്പ്. ഇതും ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റിക്കർ ആണ്. നമ്മുടെ ജീൻസോ എന്തെങ്കിലും കിരിവ് ഇങ്ങനെ ഫാഷൻ ആയിട്ട് പൊട്ടിക്കത്തില്ല, ഈ ടൈപ്പ് ആണ്. അപ്പൊ കീറിയത് അറിയൂല, ഫാഷനിൽ ഫാഷൻ ആവും ചെയ്തു. ഇതിനകത്ത് വെറൈറ്റീസ് ഉണ്ട്. അതെ. പിന്നെ ആണെങ്കിൽ എങ്ങനെ ഐറ്റം ഉണ്ട്. ഇത് ബ്ലൗസിൽ ബാക്കിലെ എലാസ്റ്റിക് ആണ് പറയും. ഈ ടൈപ്പ് വൈറ്റോ ബ്ലാക്കോ ക്രീമോ 3 ഐറ്റം ഉണ്ടാവും ഇതിനകത്ത്. ഇത് ഷീറ്റ് ആയിട്ട് എടുക്കാം. ഇത് ഷീറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ തന്നെ എലാസ്റ്റിക് ടൈപ്പ് ആണ്. ബ്ലാക്കോ വൈറ്റോ ക്രീമോ. പിന്നെ ഈ നമ്മൾ നേരത്തെ ആ ക്രിസ്റ്റലിന്റെ കണ്ടില്ലേ, ആ ക്രിസ്റ്റലിന്റെ നമുക്ക് 100 ഗ്രാമിന്റെ വേണമെങ്കിൽ അങ്ങനെ ആയിട്ട് എടുക്കാം, ഷീറ്റ് വേണമെങ്കിൽ ഷീറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 1 കിലോ വേണമെങ്കിൽ 1/2 കിലോ വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഷീറ്റ്സിന്റെ ഒരു സെക്ഷനാണ് ഈ ഫുൾ സെക്ഷൻ വരുന്നത്. അതിൽ ഇത് മിറർ വർക്ക് ഉണ്ട്, കട്ട് ബീഡ് വർക്ക് ഉണ്ട്, പഞ്ചസാര മുത്തുകളുണ്ട്, ഹാങ്കിങ്സ് ഉണ്ട് അല്ലേ. ഇതുണ്ട് കട്ട് ബീഡ്സിന്റെ. നമ്മുടെ പാക്കറ്റിനകത്താണ് 450 ഗ്രാം വരും. പക്ഷേ ഇതിനകത്താണ് 12 കളർ കിട്ടും. ചെറിയ പാക്കറ്റ്. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് എടുക്കാൻ വേണ്ടി. ഗോൾഡ് ഉണ്ട്, കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ആന്റിക് ഉണ്ട്. എല്ലാ സൈസിങ്ങനായിട്ട് സീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ കളേഴ്സ് മാത്രം വേണ്ട, നമുക്ക് ഒരൊറ്റ സിംഗിൾ കളറിൽ മാത്രം മതി എന്ന് വെച്ചാൽ അത് ഉണ്ട് കേട്ടോ. അപ്പൊ നോർമൽ ബട്ടൺസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. അത് ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റിൽ വേണമെന്ന് വെച്ചാൽ വൈറ്റ്, ഒരു സിംഗിൾ ഷെയ്ഡ് വേണമെന്ന് വെച്ചാൽ എനിക്ക് പാന്റിനകത്ത് വേണമെങ്കിൽ മിക്സഡ് സീറ്റ് ഉണ്ട്. പാന്റ് ബട്ടൺ പറയണം. ഇത് നോർമൽ ഫോർമൽ എല്ലാ കളർ കിട്ടും. ഫോർമൽ കാഷ്വൽ ജീൻസിന്റെ പാന്റ്സ് എല്ലാത്തിനും ബട്ടൺസ് ഇവിടെ അവൈലബിൾ ആണ്. ആണെങ്കിൽ സീറ്റ് ഉണ്ട്, മിറർ ഉണ്ട്. മറ്റേത് പാക്കറ്റ് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം, ചെറിയ പാക്കറ്റ് ആയിട്ട് എടുക്കാം. മറ്റേതാണെങ്കിൽ പാക്കറ്റ് എടുക്കാൻ പറ്റും, കിലോ പാക്കറ്റ് വരും. ഫുൾ ഷീറ്റ് വേണമെങ്കിൽ ഷീറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഷീറ്റിന്റെ ഒരു ഏരിയ ആണ് ഈ ഫുൾ കാണുന്നത്. ഇതും ഫുൾ ഷീറ്റ് തന്നെയാണ്. ഫുൾ എക്സ്ട്രാ സ്റ്റോക്ക് അവിടെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഈ ബൂട്ടിക്സിനകത്ത് നെക്ക് ഡിസൈൻ ആണ് പറയുന്നത്. നെക്ക് ഡിസൈൻ ഉണ്ട്, ഇതിനകത്ത് കളർ ഉണ്ട്, ഈ കളേഴ്സ് ഉണ്ട്, പല മോഡൽസ് വരുന്നുണ്ട്. വലിയതുണ്ട്, ഇതാ വലിയ ടൈപ്പ്, വലുത് എല്ലായിട്ടും ഉണ്ട്. പല മോഡൽസ്. അതൊക്കെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി വർക്ക് ചെയ്യേണ്ട ഒക്കെ ലൈവ് ഇങ്ങനെ ചെന്ന അത് നമുക്ക് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് മതി കേട്ടോ. ഇതൊക്കെ ഫുൾ നെക്കായി. ബ്ലൗസിന്റെ ഇനി ബ്ലൗസിന്റെ ബാക്കിൽ വേണമെന്ന് വെച്ചാൽ ബ്ലൗസിന്റെ ബാക്കിലേക്ക്, ഇത് ഗൗണിലേക്ക് വേണമെന്ന് വെച്ചാൽ ഗൗണിലേക്ക്, അങ്ങനെ അതെ ഇഷ്ടം പോലെ ഉണ്ട്. വന്ന് ചൂസ് ചെയ്യണം അല്ലേ. പിന്നെ ഇതുണ്ട് വൈറ്റ് കളർ ഉണ്ട്, ഡയബിൾ ടൈപ്പ് ആണ്. ഇത് ഫുൾ ഡയബിൾഡയാ. ഇത് ഫുൾ വൈറ്റില്. ഇതാണെങ്കിൽ നമ്മുടെ ചുരിദാറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തയ്ച്ചു വെക്കാം. ഇതേപോലെ ഇങ്ങനെ വെക്കുക, തയ്ക്കുക ഒക്കെ സെറ്റ് ആണ്. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതിൽ പല മോഡൽസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഡയബിള് ഇതും ഡയബിളാ. ഇതും ഡയബിൾ കളേഴ്സ് അടക്കം വരുന്നത്. ഇതിങ്ങനെയാണ് തിരിച്ചാ പിടിച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും അല്ല ശരിക്കുള്ള ലുക്ക്. ഇതാണോ ഇതാണ് ഫ്രണ്ട്. ഓക്കെ. കുറച്ച് കൂടിയ ടൈപ്പ് വർക്ക് ആയിട്ടാണ്. കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സിന്റെ വർക്കാണ്. ഫുൾ ഡയബിൾ ആണ്, പേളായിട്ടുള്ളത് വരുന്നത് അങ്ങനത്തെ അല്ലേ. പിന്നെ വൈറ്റിനകത്ത് കുറെ ഡിസൈൻ ഉണ്ട്. ഇത് ഫുൾ അതിന്റെ സെക്ഷൻ മാത്രമാണ് അല്ലേ. നമുക്ക് നെക്കിന്റെ ഒരു പോർഷൻ. ഇത് വേറെ വേറെ ടൈപ്പ് വർക്കാണ്. ഫുൾ വർക്ക്, ഡിഫറെന്റ് വർക്ക്. ഇനി ഇപ്പൊ ഇങ്ങനത്തെ വലുത് നെക്കിന്റെ വേണ്ട, സെപ്പറേറ്റ് ചെറിയ ചെറിയ ഇത് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ്. പിന്നെ ഇത് മോട്ടീവ്സ് ആണ്. ഇത് ഡ്രസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതും വലുതും അങ്ങനെ ടൈപ്പ് ഒക്കെ ഉണ്ട്. ബ്ലൗസ്, ഡ്രസ്സുകള്, ലെഹങ്കാസ്, ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പല മോഡൽസ് അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് മോഡൽസ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രം. എന്താ പല മോഡൽസ്, പല കളേഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പല വെറൈറ്റീസ് ഉണ്ട്. ഏതൊക്കെ എടുക്കും എന്നുള്ളതാണ്.
ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? ശരിക്കുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാ വരാം കേട്ടോ. ഇതാ ശരിക്കുള്ള ലുക്ക് ഇങ്ങനെയാ ഒരു പീസിന്റെ വരുന്നത്. പക്ഷേ ഈ ഫുൾ ബോക്സ് ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇതാ സിൽവറില് പല കളേഴ്സ് പല മോഡൽസ്. അപ്പൊ ഇത് ഫുൾ അതിന്റെ സെക്ഷൻ. പിന്നെ പോംപോം വേണമെങ്കിൽ പോംപോം ഉണ്ട്. ഇതാണെങ്കിൽ ഒരു ഇങ്ങനെ സൈസ് ഉണ്ട്, 3 അളവുണ്ട്, ചെറുത് വലുതൊക്കെ. ഇത് ഏറ്റവും ചെറുത്, അതിന്റെ കുറച്ച് വലുത്, അതിന്റെ ഏറ്റവും വലുത്. ബോൾ ടൈപ്പ് ആണ്, പോംപോം എന്ന് പറയും. ഇത് വെറുതെ തയ്ച്ച് വെക്കാം. വെറുതെ തയ്ച്ച് ഷോളിന്റെ സൈഡിലൊക്കെ വെക്കാനും ഡ്രസ്സിന്റെ സൈഡിലൊക്കെ വെക്കാനും അതിന്റെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ അടുത്താണ് ഇതാണ് സാരി ഫോള്. ഇത് സാരിയിലെ അട്ടത്ത് വെക്കത്തില്ലേ, മനസ്സിലായി. സാരി ഫോള് വരുന്നുണ്ട്, അതിന്റെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഫുൾ സാരി ഫോൾസ് ആണ് വരുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് ലൂസ് ആയിട്ട് കളർ സെലക്ട് ചെയ്ത് എടുക്കാം. ഡസന് വേണോ ഡസന് എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ട്, അവിടെ നിന്ന് കളർ ആയിട്ട് എടുക്കാം. ഓക്കെ. പക്ഷെ ഒക്കെ കടക്കാര് ബൂട്ടിക്ക് യൂണിറ്റ് അങ്ങനത്തെ ആൾക്കാർക്ക് നോ റീറ്റെയിൽ അല്ലേ? ഫുൾ ഡസൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഡസനായിട്ട് തന്നെ എടുക്കണം. ഇനി അടുത്താണ് ടൈലറിംഗ് സെക്ഷൻ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും വരുന്നത് ടൈലറിംഗിന്റെ സെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് അറ്റം വരെ കാണുന്നത് മൊത്തം ഫുൾ ടൈലറിംഗ് സെക്ഷൻ. ടൈലിലെ എന്ത് മെറ്റീരിയൽ ആണ്, സിസേഴ്സ്, സൂചിയോ, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട്, എലാസ്റ്റിക്കോ, നാടാവോ. അപ്പൊ ഇത് സിസേഴ്സിൽ തന്നെ പല ഇത് ക്വാളിറ്റി വരുന്നുണ്ടല്ലേ? സിസേഴ്സിൽ തന്നെ ഇത്രയും ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതില് മുന്തിയ സാധനമുണ്ട്, അല്ലാണ്ട് നോർമൽ ഉള്ളതും വരുന്നുണ്ട്. പിന്നെ ചെറിയ സീസേഴ്സ് വരുന്നുണ്ട്, വലിയ സീസേഴ്സ് വരുന്നുണ്ട്, ട്രിമ്മർ വരുന്നുണ്ട്. ഇതൊക്കെ ട്രിമ്മർ. ഇത് ഫുള്ളി ഇങ്ങനെ ഷീറ്റ് എടുക്കണം അല്ലേ? ഇത് ഒരു ഷീറ്റ് ആയിട്ട് കിട്ടും. ഷീറ്റ് ആയിട്ടില്ല, ഒരു പീസ് ആയിട്ട് കിട്ടില്ല. ഒരു പീസ് ആയിട്ട് ഇല്ല, ഒരു ഷീറ്റ് ആണ്. ഫുള്ള് 12 പീസിന്റെ ഒരു ഷീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ വെറൈറ്റി ഉണ്ട്, ചെറുത് വലുത് ഇങ്ങനെ കണ്ട് പല മോഡൽസ് ഉണ്ട് അല്ലേ? ഇതാണ് ഒരു ഐറ്റം സാധാ മോഡൽ. അതെ. ഇതിന്റെ പിന്നെ ഒരു ചെറുതുണ്ട്, ഈ ഇത് വരും ടോപ്പ്. ഇത് സ്മോള്, ഇത് ബിഗ്, 2 സൈസ് ഉണ്ട്, ചെറുത് വലുതൊക്കെ. പിന്നെ ആണെങ്കിൽ ഇതുണ്ട് മറ്റേ ബട്ടൺ വെക്കാൻ വേണ്ടിട്ട്, റിംഗ് ബട്ടൺ ഒക്കെ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ടത് ആണ്. പിന്നെ സിസേഴ്സ് ചെറുത് തുടങ്ങിയ ഈ സൈസ് തുടങ്ങിയ എല്ലാ സൈസ് ഉണ്ട്, എല്ലാം സൈസ് സീസേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സൈസ് അതും ക്വാളിറ്റിയും അവൈലബിൾ ആണ്. ബോക്സ് പാക്കിംഗിൽ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പക്ക പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ഹെവി കൂടിയ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് എല്ലാ തരം വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബ്ലൗസ് ഹുക്കാണ്. ഇത് ബ്ലൗസില് ഫുൾ പാക്കറ്റ് എടുക്കണം, അതെ, ബോക്സ് നിർബന്ധമാണ്. പിന്നെ സിൽവർ കളറാണ്. ഇത് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി കുറഞ്ഞ ക്വാളിറ്റി, കൂടിയ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ട്. ഏറ്റവും കൂടിയ ക്വാളിറ്റി ഇതാണ്, ഡയമണ്ട് ഉണ്ട്, പിന്നെ കോഹിനൂർ ആണ്, പിന്നെ മിൽട്ടൺ ഉണ്ട്. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഇത് ഡയമണ്ട്, സെക്കൻഡ് ഇത് കോഹിനൂർ. പിന്നെ ഇതുണ്ട് മിൽട്ടണിന്റെ 2 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എത്ര പീസ് ഉണ്ടാവും ഇതില്? 15 പാക്കറ്റ് ഉണ്ടാവും ഒരു ബോക്സിൽ. ഒരു ബോക്സിൽ 50 നോ 15 15. ഓക്കെ. 15 പാക്കറ്റ് വീതം 4 പാക്കറ്റ് വീതം 15 പാക്കറ്റ് വീതം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ഫുൾ ഹുക്കിന്റെ ക്വാളിറ്റി. ഹുക്കിൽ തന്നെ ക്വാളിറ്റീസും വരുന്നുണ്ട്. അതിൽ സിൽവർ, ഗോൾഡ്, റോസ് ഗോൾഡ്, ആ 3 കളർ ഇങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? സിൽവർ ഓൺലി, സിൽവറും ഗോൾഡ് മാത്രമേ ഉള്ളൂ, 2 കളർ. ഓക്കെ, 2 കളറാണ് അവൈലബിൾ. പിന്നെ പ്രസ് ബട്ടൺ പഠിപ്പിക്കാൻ വേണ്ടി തയ്ച്ചിട്ട് പഠിപ്പിക്കാം. ഓക്കെ, അത് സെപ്പറേറ്റ്. നമ്മൾ അതിന്റെ മെഷീനാണ് കണ്ടത്. അപ്പൊ അത് വേറെ ബട്ടൺ. ഓക്കെ. ഇത് പ്രസ് ബട്ടൺ ആണ്. എന്റെ വെറൈറ്റീസ് ഉണ്ട്, 4-5 വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിലും ക്വാളിറ്റി വെച്ചിട്ടുണ്ടല്ലേ? ഇത് ടിസ്വൽ ആണ്, ഇത് T2 ആണ്. പിന്നെ ജ്യോതി ഉണ്ട്. ജ്യോതി എവിടെ? ജ്യോതി ഇത് ഫുൾ ഇങ്ങനെ ഒരു പാക്കറ്റ് തന്നെ എടുക്കണല്ലേ? ഷീറ്റ് അല്ലല്ലോ, ഫുൾ ബോക്സ് എടുക്കണം. 1 ബോക്സ് കിട്ടും, 10 സീറ്റ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ അടുത്ത് അവിടെ ഉണ്ട്, ഇത് ബോബിൻ കേസ്. ഇത് ബോബിനാണ്, അമ്പർല മെഷീന്റെ ബോബിൻ ഉണ്ട്. ഓക്കെ. പിന്നെ അമ്പർലയുടെ കേസ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ വരുന്നുണ്ട്, സ്റ്റീലിന്റെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ സ്റ്റീലിന്റെ മാത്രമേ ഉള്ളൂ? ഇത് അലുമിനിയം ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അമ്പർല മെഷീനിലാണെങ്കിൽ സാധാ മെഷീനിലെ സ്റ്റീൽ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇത് ബോബിൻ കേസ് ആണ്. ബോബിൻ കേസ് സാധാ മെഷീന്റെ ഉണ്ട്, അമ്പർല മെഷീനിലുണ്ട്. ബോബിൻ കേസ് കേട്ടോ. പിന്നെ ഇത് അമ്പർല മെഷീനിലാണ്, ഇത് സാധാ മെഷീനിലാണ്. സാധാ മെഷീന്റെ ഇത് അതിന്റേതായിട്ടുള്ള ബോക്സിൽ വെച്ചോ അല്ലെങ്കിൽ മിക്സ് ആയി പോകും. ഓക്കെ. പിന്നെ ആണെങ്കിൽ അടുത്താണ് നമ്മുടെ ഇത് വരും, ഇത് നമ്മുടെ കയ്യുമ്മ സൂചി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്ടിരിക്കാൻ എന്ന് വെച്ചാൽ കയ്യും സാധാരണ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെ വെക്കൂലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. പിന്നെ അടുത്ത ഈ ഐറ്റം ഉണ്ട്, കോളറിന്റെ ബോൺ ആണ് അറ്റത്ത്. സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ? കോളർ ബോൺ. അപ്പൊ നമ്മള് സിസ്റ്റർമാരെ കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് പള്ളിയിലൊക്കെ ഈ എന്താ പറയാ, ഹോളി കമ്മ്യൂണിയൻ അതിന്റെ ആവശ്യത്തിനൊക്കെ അങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വന്നാൽ കിട്ടും. കാരണം അവരൊക്കെ ബൾക്കായിട്ട് എടുക്കണത് കൊണ്ടാണ്. പിന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ പള്ളിയിലൊക്കെ വരില്ലേ, അപ്പൊ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ വരാം. പാവാട ഹുക്ക്, നമ്മുടെ പാന്റ് ലേഡീസിന്റെ പാവാട ഹുക്കാണ്. പാവാടയുടെ ഹുക്ക് പാൻസിനും അവൈലബിൾ ആണ്. പാൻസിനൊക്കെ പണ്ട് പാവാട ഹുക്ക്.
ഇതാണ് ഫുള്ള് പാൻറ്റിന്റെ ഹുക്കാണ്. ഈ സൈഡ് ആ ഇത് സ്റ്റീലിന്റെ ആണ് ഫുള്ള്. ഇത് 2 parts ആണ് പാൻറ്റിന്റെ ഹുക്ക്. ഇത് 4 parts, ഇത് 3 parts. പിന്നെ എല്ലാ വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്, ഓരോ വെറൈറ്റീസ് ആണ്. ഇത് പറഞ്ഞത് സൂചിയാണ്. ഇത് മറ്റേ ചെരിപ്പ തയ്ക്കണ സൂചിയാണ്. ഓ അതുവരെ ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാ നീഡിൽ പറഞ്ഞ എല്ലാ ഐറ്റം കിട്ടും. സൂചിയുടെ ഏത് ഐറ്റമാണ് എല്ലാം വീണു. നീഡിലിന്റെ എല്ലാ തരം ഉണ്ടെന്ന്. മെഷീൻ നീഡിൽ, കൈ നീഡിൽ. ഇത് ബാഗ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബാഗ്, ഷൂസ്, പിന്നെ അങ്ങനെ ഹെവി പീസ് ആയിട്ടുള്ള ലെതറിന്റെ ഐറ്റംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ ബാഗിനൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നാണ് ത്രെഡർ, പ്രസ് ബട്ടൺ എല്ലാം. പിന്നെ ആണെങ്കിൽ അടുത്താണെങ്കിൽ ഈ സൂചി ബോക്സ് ആണ്. മെഷീൻ്റെ സൂചിയാണ്. നോർമൽ മെഷീൻ ഉണ്ട്, അംബ്രല മെഷീൻ ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാ, ഇത് ഫുൾ പാക്ക് എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് 1 പാക്കറ്റ് വേണോ കിട്ടും, ഇല്ലാതെ ബോക്സ് ആയിട്ട് കൂടുതൽ പോണേ. പിന്നെ പാക്കറ്റ് വേണമെങ്കിൽ റീറ്റെയിൽ ഷോപ്പ് ആൾക്കാർക്ക് പാക്കറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഇത് സാധാ മെഷീൻ ഉണ്ട്, അംബ്രല മെഷീൻ ഉണ്ട്. ഇതിലും സൈസസ് അവൈലബിൾ ആണല്ലേ? 11, 14, 18, 16 4 സൈസ് വരും. എല്ലാ സൈസ് ഉണ്ട്. എൻ്റെ ആണ് അടുത്ത ഫ്ലൈങ് ടൈഗർ ഉണ്ട്. ഇതാണ് അടുത്ത പോണ ഈ ഐറ്റം. ടോപ്പ് ഐറ്റം ഇതാ. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഈ ഐറ്റം ആണ്, കിങ് ആണ്. എൻ്റെ അടുത്ത ക്വാളിറ്റി ആണെങ്കിൽ ഇതുണ്ട്. ഇതിന്റെ ലോ ക്വാളിറ്റി ആണ് കിങ്. ഇതിനകത്ത് എല്ലാ സൈസ് അവൈലബിൾ ആണ്. എൻ്റെ എല്ലാ സൈസ് ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്ത പറഞ്ഞ ഇതിന്റെ ഏറ്റവും ഹെവി ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഈ ഗ്രോസ് പാക്കറ്റ് ഈ പേരിനകത്ത് വരും. ഇതിന്റെ ഡബിൾ മെഷീനിൽ മാത്രമുള്ള അവൈലബിൾ ആണ്. സാധാ മെഷീനിലേക്ക് പറ്റില്ല. സാധാ മെഷീന്റെ ഈ ക്വാളിറ്റി വരില്ല. അംബ്രല മെഷീന്റെ ആണ്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ്. ഓക്കെ. ഇത് എത്ര, 5 എണ്ണത്തിന്റെ പീസ്? 10 പീസ് വരും. 10 പീസ് വരും. ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 10 പീസിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ. ബോക്സ് വരും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കളർ ഗോൾഡ് ആയിട്ട് വരും. ഒരു സ്റ്റിച്ചിങ്ങിന് ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ? വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പ്രസ് ബട്ടൺ ഇതായി. പിന്നെ സൂചിനകത്ത് ആണെങ്കിൽ നമ്മുടെ നോർമൽ സൂചിയില്ലേ, ഹാൻഡ് സൂചി, സാധാരണ സൂചി. ഇതിനകത്ത് സ്റ്റാർട്ടിങ് കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. എല്ലാ സൈസാണ്. സ്റ്റാർട്ടിങ് നമ്പർ 1 to 12 നമ്പർ വരെയൊക്കെ ഉണ്ട്. എല്ലാ സൈസ് അവൈലബിൾ ആയിട്ട് കാണും. സാധാ സൂചി ട്ടോ, അത് വരെ ഉണ്ടെന്ന് പറയുന്നത്. എംബ്രോയിഡറി മെഷീൻ ഇത് അത് തന്നെയല്ലേ സെയിം? ഇത് വേറെ ടൈപ്പ് ആണ്. ശരി. ഇതിനും സൈസസ് അവൈലബിൾ അല്ല? സ്റ്റാർട്ടിങ് 1 to 12 നമ്പർ വരെയൊക്കെ ഉണ്ട്. ബീഡിങ് സൂചി പറയും. മറ്റേ എംബ്രോയിഡറി വർക്ക് ചെയ്യാനാണ്. സാധാരണ നോർമലിനകത്ത് എല്ലാ ടൈപ്പ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ അടുത്താണെങ്കിൽ ഇതാണ് മറ്റേ തുലിപ്പ് സൂചി എന്ന് പറഞ്ഞു. എംബ്രോയിഡറി വർക്ക് ചെയ്യാം. ബീഡ്സ് ഒക്കെ എല്ലാം തയ്ക്കാൻ വേണ്ടിട്ട് കൊത്തി കൊത്തി വർക്ക് എംബ്രോയിഡറി വർക്കിനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഫുൾ ബോക്സ് എടുക്കണം. ഇതിന്റെ 12 പീസിന്റെ ബോക്സ്. ക്രോഷ്യ വർക്ക്, ഇതിനൊക്കെ ക്രോഷ്യ സൂചി എന്നാ ഇതിനെ പറയാ. ക്രോഷ്യ വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അതെ. അടുത്താണ് ഇതിന്റെ അടുത്ത ടൈപ്പ് ഈ സൂചികളൊക്കെ ഉണ്ട്. ഇതിന്റെ മറ്റേ കട്ടിയുള്ളത്, കട്ടി കുറഞ്ഞത്, ഇങ്ങനെ ടൈപ്പ് ഒക്കെ ആണ്. കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പ് കേട്ടോ. നമുക്ക് ചാക്കൊക്കെ തയ്ക്കാൻ പറ്റിയ അതിനുള്ള സൂചി തരം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ടൈപ്പ് നീളം കൂടിയത്, കട്ടി കൂടിയത്, വീതി കുറഞ്ഞത്, അങ്ങനെ 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 എല്ലാ തരം ഉണ്ട് സൂചിയിൽ തന്നെ. ഇത്രയും നമ്പർ 5 ബിഗ് സൈസ്. ഇത് കുറച്ചുകൂടി നീളം കൂടിയ ടൈപ്പ്, കുറച്ചുകൂടി വലിയ ടൈപ്പ്. നമുക്ക് ഈ ചാക്കിലേക്ക് തന്നെയല്ല, എന്തൊക്കെ കനമുള്ള സാധനം ഉണ്ട് അതിലേക്കൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ തരം. ഏറ്റവും വലിയ ടൈപ്പാണ് ഇത്. ഏറ്റവും വലിയ ടൈപ്പ് സൂചി, ഏറ്റവും വലിയ ടൈപ്പ് സൂചിയാണ് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ട് ചാക്കിനൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. അടുത്താണെങ്കിൽ ഈ ഐറ്റം ഉണ്ട്. ഇതാണ് ഓർഗൻ നീഡല പറയും. സാധാ ഉണ്ട്, അംബ്രല ഉണ്ട്. ഇത് മെഷീന്റെ നീഡലാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. നോർമൽ മെഷീൻ ആണെങ്കിൽ ഒരു നോർമൽ മെഷീൻ സൂചി ആണെങ്കിൽ 5 പീസിന്റെ പാക്കറ്റ് വരും. എങ്ങനെയാണ് ഇതിനകത്ത് 11, 16, 14 3 സൈസ് അവൈലബിൾ ആണ്. പിന്നാണ് അംബ്രല മെഷീന്റെ ഇങ്ങനെ പാക്കിംഗ് ആയിട്ട് വരും. ഇങ്ങനത്തെ പാക്കിംഗിലും അവൈലബിൾ ആണ്. ഇത് മെഷീൻ സൂചിയാണ്. അംബ്രല മെഷീൻ, നോർമൽ മെഷീൻ, 2 ടൈപ്പ് ഉണ്ട്. പിന്നാണ് അടുത്ത ഇതാണ് സാധാ മെഷീന്റെ ബോബിനാണ്. നോർമൽ മെഷീനിൽ പെട്ടതാണ്. സ്റ്റീൽ ടൈപ്പ് ആണ്. 100 പീസിന്റെ പാക്കറ്റ് ആയിട്ട് വരും. നോർമൽ പിന്നെയാണ് നോർമൽ മെഷീന്റെ കേസ്, മിൽട്ടൺ കമ്പനി, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 10 പീസിന്റെ പാക്ക്. അപ്പൊ സാധാരണക്കാർക്ക് വന്നാലും ഇവിടെ ഐറ്റംസ് അവൈലബിൾ ആണ്. അല്ലാത്ത പ്രീമിയം വേണമെന്ന് വെച്ചാൽ അതിനും അവൈലബിൾ ആണ്. എല്ലാ തരം വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് സാധാ മെഷീന്റെ ആണ്. ഇത് സാധാ. ഇത് അംബ്രല മെഷീന്റെ ആണ്. സെയിം കമ്പനിയാണ്. ഇതുണ്ട്. അപ്പൊ 2 മെഷീൻസ് ഏതാ അതിനനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം. പക്ഷെ ഇത് യൂണിറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൂടുതൽ പോകുന്നത്. നമ്മള് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ അടുത്താണ് ടേപ്പ്. ടേലറിംഗിന്റെ അളവെടുക്കുന്ന ടൈപ്പ്. സാധാരണ ടേപ്പ്, മെഷറിംഗ് ടേപ്പ്. ഇതിന്റെ 4-5 വെറൈറ്റീസ് ഉണ്ട്. അതിനും ക്വാളിറ്റി ഉണ്ട്. കുറഞ്ഞ ക്വാളിറ്റി, കൂടിയ ക്വാളിറ്റി. സ്റ്റാർട്ടിങ് ഇതുണ്ട്, ഇതിന്റെ കൂടിയതാണ് ഇതുണ്ട്.
ഇതാ ഇത് മെഷറിംഗ് ടേപ്പ് ആണ്. അപ്പൊ ഇത് ഏതാ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വരുന്നത്? ഇത് ഫസ്റ്റ് ക്വാളിറ്റി എൻ്റെ ഇത് ഫസ്റ്റ് ആണ് ഏറ്റവും. എൻ്റെ ഇത് ലൂസ് പാക്കിംഗ് ഒരു 10 പീസിൻ്റെ പാക്കറ്റാണ്. ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ സിംഗിൾ പീസ് വരും, ഒരു കവറിൽ ഇങ്ങനെ പീസായിട്ട് വരും. ഓക്കെ, സെയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇങ്ങനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. എൻ്റെ അടുത്ത വേറെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇതുണ്ട് വേൾഡൻ കമ്പനി. ഇത് ലൂസ് പാക്കിംഗ് ആണ്. ഇത് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി അല്ലേ? അതെ. പിന്നെ അടുത്ത ഈ ക്രോമ പേരായിട്ട് വരും. ഒക്കെ ടേപ്പ് തന്നെ സംഭവം. പിന്നെ ഇതുണ്ട്, ഇതാണെങ്കിൽ സിംഗിൾ പീസ് കൊടുക്കാൻ പറ്റും നമുക്ക്, എളുപ്പമാണ്. 12 നമ്മുടെ കടയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇങ്ങനത്തെ പാക്കിംഗ് ആവുമ്പോൾ കൊടുക്കാൻ. ഇതാണെങ്കിൽ ലൂസ് പാക്കിംഗ് ആണ്, ഇതെല്ലാം സിംഗിൾ പീസ് പാക്കിംഗ്. സിംഗിൾ പീസ് പാക്കിംഗ് ആണ് എന്നത്. പിന്നെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീടിക്കാനുള്ളത് നീഡൽസ് ആണ്. ഇതാണോ നേരത്തെ പറഞ്ഞ പെന്നാണ്, മെജിക് പെന്നാണ് പറയും. എൻ്റെ വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, 3 കളർ ഉണ്ട്. എന്തിനു യൂസ് ചെയ്യണതാ? ഇത് ഡ്രസ്സിനകത്ത് വർക്ക് ചെയ്യണതാണ്. എന്ത് വർക്ക്? ടൈലറിങ് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാനായിട്ട്. മാർക്ക് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ചോക്കിന് പകരം ചോക്കിന്റെ ഭാഗം ലേറ്റസ്റ്റ് മോഡലാണ് ഇത്. ഇത് ഇൻവിസിബിളാ? ഇൻവിസിബിൾ ആണ്. ഇത് നമ്മുടെ വർക്ക് ചെയ്ത ശേഷം അയണിങ് ചെയ്യുമ്പോൾ ഇത് പോയിക്കോളും. മെജിക് ടൈപ്പ് ആണ്, വാഷ് ചെയ്യാൻ ആവശ്യമില്ല. അയണിങ് ചെയ്യുമ്പോൾ ഇത് റെഡ് കളറാണ്. റെഡ്, വൈറ്റ്, ബ്ലൂ 3 കളർ ഉണ്ട്. ഞാൻ വരച്ചോട്ടെ ഈ റെഡ് വൈറ്റ് ഷർട്ടില്. പിന്നെ ഇതിന്റെ അയണിങ് ചെയ്യാൻ വേണ്ടി വരും. അയണിങ് ചെയ്യാണ്ട് പോവില്ല? ഇല്ല, ഇങ്ങനെ പോവില്ല. ഒന്ന് ചെയ്തോട്ടെ, വീട്ടിൽ പോയിട്ട് അയൺ ചെയ്താൽ മതി. കുഴപ്പമില്ല? ഉറപ്പ്. ട്രൈ ചെയ്യട്ടെ? ഓക്കെ, ഇത് പിടിച്ചേ. ഞാൻ എന്തായാലും ഉള്ളിൽ ചെയ്യാം, കാണാത്ത ഭാഗം, കാരണം ആൾക്ക് ഇപ്പോഴും രാത്രി വരെ കടയിൽ നിൽക്കാനുള്ളതാ. ഓക്കെ, ഇത് ശരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോവും. ഉറപ്പല്ലേ? ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പ്. അപ്പൊ അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇനി റെഡും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് എവിടെയെന്ന് വെച്ചാൽ ടേപ്പിന് അല്ല ചോക്കിന് പകരം യൂസ് ചെയ്യണത്. അപ്പൊ ഇത് ഒരു ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുണ്ട്, ചോക്കിന് പകരം യൂസ് ചെയ്യാനായിട്ടുള്ള ഇൻവിസിബിൾ ചോക്ക് അല്ലേ? അതെ, ഇതിന്റെ ബോക്സ് ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ 50 പീസിന്റെ ബോക്സ് വരും, വൈറ്റും റെഡ്, ബ്ലൂ. 50 പീസ് 50 പീസിന്റെ സെറ്റ് കിട്ടൂല്ലേ? ഓക്കെ, ലൂസ് അത് കടക്കാർക്ക് മാത്രമുള്ള, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ ആണെങ്കിൽ അടുത്ത പെന്നുണ്ട്. ഇതാണ് ബ്ലൂ കളർ, ഈ ടോപ്പിന്റെ കളറാണ്. ഇത് സാധാരണ വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകും. അതെ, ഇതിന്റെ അടുത്ത ക്വാളിറ്റി. പിന്നെ ഇതുണ്ട്, പിന്നെ പണ്ട് കാലത്ത് ചോക്ക് എന്ന് പറയുന്ന സാധനം ഇതായിരുന്നു. ഇപ്പൊ കുറച്ച് ലേറ്റസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, ഇൻവിസിബിൾ ആയി തുടങ്ങിയിട്ട്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ പോണ രീതിയിലുള്ള ചോക്സുകൾ. ഇത് ക്വാളിറ്റി കൂടിയത് ബട്ടർഫ്ലൈ ചോക്കാണ്. ഓക്കെ, നോർമലി ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ചോക്ക് ഇട്ടാ അതന്നെ, അത് ഇത്ര പീസിന്റെ അവൈലബിൾ ആണ്. എത്ര? 10 പീസ്. പിന്നെ ആണെങ്കിൽ ഇത് വേറെ അടുത്ത ക്വാളിറ്റി ഉണ്ട്. ഇതുണ്ട്, ഇത് സ്ക്വയർ അല്ല, റെക്ടാംഗിൾ ഷേപ്പ്. റെക്ടാംഗിൾ ആണ്. ഇത് സ്ക്വയർ ആണ്. റെക്ടാംഗിൾ വേണം. ഇതുണ്ട്, പിന്നെ വേറെ AC പേരായിട്ട് വരും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 10 പീസ്. ട്രയാംഗിൾ, റെക്ടാംഗിൾ, സ്ക്വയർ, അങ്ങനെ പല ഷേപ്പിൽ അവൈലബിൾ ആണ്, പല ക്വാളിറ്റീസ് അവൈലബിൾ ആണ് ചോക്കിന് മാത്രം. പിന്നെ ആണെങ്കിൽ വേറെ ഒരു ചോക്കുണ്ട്, വാക്സ് ചോക്ക്, പാണ്ട ചോക്ക് എന്ന് പറയും. ഈ മുളക് ടൈപ്പ് വരും. പാണ്ട ചോക്ക്, യെസ്. ഇത് എങ്ങനെയാണ്, മുളക് ടൈപ്പാണ്, പൗഡർ ടൈപ്പാണ്. ഇത് നല്ല ബൂട്ടിക്ക് ആൾക്കാർക്ക് നല്ല യൂസ് ചെയ്യാനുണ്ട്. 50 പീസിന്റെ ബോക്സ് വരും. പാണ്ട ചോക്ക് കേട്ടോ ഇതിനെ പറയണത്. ഇപ്പൊ ഇത് എങ്ങനെ സംഭവം? ഇത് വരച്ചു കഴിഞ്ഞാൽ തന്നെ പോവോ? അതെ, പോവും, കുഴപ്പമില്ല. തന്നെ വാഷ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ആക്കിയാ പോവും. ഹാൻഡ് വർക്കിനൊക്കെ എനിക്ക് തോന്നുന്നത് കൂടുതൽ യൂസ് ചെയ്യണതാണ്. ഓക്കെ, ഇതിന്റെ പേര് തന്നെ ഉണ്ട്, പാണ്ട. ചൈനീസ് ചോക്കാണ് ഇത്. പാണ്ട ചോക്ക് ചൈനീസ് ആണോ? അതെ, ചൈന. പിന്നെ അടുത്ത നമ്മുടെ മെഷീൻ്റെ ഓയിലാണ്. ഓയിൽ വരുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട്. ചെറിയ ബോട്ടിൽ ഉണ്ട്, വലിയ കുപ്പിയുണ്ട്. ഇതാണെങ്കിൽ ജ്യോതിയുടെ ഓയിലാണ്. ഇങ്ങനെ ബോക്സ് ആയിട്ട് വരും. ഇതാണ് 50 ml കുപ്പിയാണ്. ഇങ്ങനെ കുപ്പിയായിട്ട് വരും. ഇത് കുറച്ചുകൂടി ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ്, ഇന്ത്യൻ ക്വാളിറ്റിയാണ്. ഇത് ഏറ്റവും ബ്രാൻഡഡ് ആണ്, ജ്യോതിയുടെ ആണ്. ഇത് 50 ml ഉണ്ട്. ഇതിൻ്റെ അടുത്താണെങ്കിൽ 75 ml ഉണ്ട്. ഇത് ഇങ്ങനെ കുപ്പിയായിട്ട് വരും. 10 പീസിൻ്റെ ബോക്സ് വരും. പിന്നെ ആണെങ്കിൽ 100 ml ഉണ്ട്, പിന്നെ വലിയ കുപ്പിയായിട്ട്. കുറച്ചുകൂടി വലിയ ടൈപ്പ് ആയിട്ട്. അപ്പൊ ML വ്യത്യാസമുണ്ട്. 50 ml, 75 ml, 110 ml. വലിയ കുപ്പി, ചെറിയ കുപ്പി, ഇങ്ങനെ ഉണ്ട്. ഇതാണെങ്കിൽ അടുത്ത ഐറ്റം ഈ ചോക്കിനകത്ത് കുറഞ്ഞ കൂടെ വെറൈറ്റി ആയിരുന്നു കാണാൻ വന്നു പോയി. ഇതാണ് പെൻസിൽ ടൈപ്പ് ആണ്. ഇത് നോർമലി ഉള്ളത് തന്നെ പെൻസിലാണ്. ഇതിനകത്ത് ഇത് ഇങ്ങനെ ഈ ത്രെഡ് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷാപ്പ് പോലും ചെയ്യണ്ട. ഈ കാണുന്ന ത്രെഡ് അത് ബൂട്ടിക്കാർക്ക് അറിയാം, ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് മാത്രം. ഇത് വലിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ലെയർ ആയിട്ട് അത് ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു പെൻസിൽ ടൈപ്പ്.
പിന്നെ അടുത്താണ് തലയിൽ വെക്കുന്ന ടൈപ്പ് പിന്നാണ്. ജ്യോതി ബ്രാൻഡഡ് ആണ്. കളർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അങ്ങനെ കുത്താൻ ടൈപ്പ്. നമുക്ക് 2-3 ഡ്രസ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വൈറ്റ് ഉണ്ട്, കളർ ഉണ്ട്, ഇതിന്റെ 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. കളർ മിക്സഡ് കളർ മിക്സ് വേണമെങ്കിൽ മൾട്ടി കളേഴ്സ് അല്ലേ? മൾട്ടി കളേഴ്സ്. പിന്നെയാണ് കത്രിക നമ്മുടെ ക്വാളിറ്റി ഉള്ളത് കാണാനാണെങ്കിൽ ഇതിനകത്ത് ഈ ബ്ലാക്ക് ഹാൻഡിൽ ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ 8 ഇഞ്ച്, 9 ഇഞ്ച്, 11, 12 4 സൈസ് ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് അല്ലേ? 9, 10, 11, 12 4 സൈസ് നല്ല സ്മൂത്ത് അല്ലേ? പിടിക്കുമ്പോ കയ്യും അങ്ങനെ വേദന എടുക്കണില്ല. പിന്നെ വേറെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇതിന്റെ നല്ല ബ്രാൻഡ് ആണെങ്കിൽ ഇത് ഒരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ ബ്രാൻഡ് ആയിട്ട് വരും. ഇതിന്റെ കാട്ടിൽ നല്ല സ്മൂത്ത് ആണ്. ഇത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ്. കുറച്ച് ഇത്തിരി ഹെവിയാണ്, പക്ഷെ നല്ലതാണ്, ക്വാളിറ്റി ഉണ്ട്. പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് കൂടെ ഇതും കൂടി അവൈലബിൾ ആണ് അല്ലേ? ഈ ഒരു ട്രിമ്മർ ഇതും കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതൊരു പ്രീമിയം ക്വാളിറ്റി. പിന്നാണ് അടുത്ത ഐറ്റം നമ്മുടെ പ്രഷർ ഫുട്ടാണ്. എന്ത് ഹുക്ക്? പ്രഷർ ഫുട്ട്. ഈ തയ്ക്കുമ്പോൾ റൈറ്റും ഡബിൾ പ്രഷർ, സിംഗിൾ പ്രഷർ, ഇങ്ങനൊക്കെ ഐറ്റം ഉണ്ട്. മെഷീന് യൂസ് ചെയ്യണ മെഷീൻ ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ നോക്കാനുള്ളത്. പിന്നെ ബോട്ടിൽസ് അവൈലബിൾ ആണ് കേട്ടോ. ഓയിൽ ബോക്സ്, ഈ ഓയിലിന്റെ ബോട്ടിലാണ്. ചെറുതും വലുതും എല്ലാ സൈസ് ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ കടയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകും. എപ്പോഴും ആവശ്യമുള്ള സംഭവങ്ങളാണ്. ചെറുത് വലുതൊക്കെ ഉണ്ട്. 3 ക്വാളിറ്റിയാണ് മൊത്തം. ഇത് 5 പീസ് പാക്കിംഗ് ആണ്. ഇത് 5 പീസ് ആണ്. ഇത് 12 പീസ് പാക്കിംഗ് ആണ്. ഓക്കെ. പിന്നെ ആണെങ്കിൽ സ്കെയിൽ ഉണ്ട്. ഇതാണ് ഒരു ആം ഹോൾ കർവാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 പീസിന്റെ പാക്കിംഗ് വരും. പ്രിന്റഡ് ആയിട്ടാണ് ഫുള്ള്. സ്കെയിൽസിലും എല്ലാം ഇത് അവൈലബിൾ ആണ് അല്ലേ? ആമോൾഡ് ഉണ്ട്, നെക്കിന്റെ ഉണ്ട്, സ്കെയിൽസിന്റെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എടുത്ത് കാണിക്കുന്നത് മാത്രമല്ല, മുകളിൽ മൊത്തം ഇതുപോലെ ഫുൾ സ്റ്റോക്ക് ആണ്. എല്ലാ ഐറ്റം സ്റ്റോക്ക് ഉണ്ട്. ബൾക്ക് എത്ര പീസ് വേണമെന്ന് വെച്ചാൽ ഫുള്ള് നമുക്ക് അവൈലബിൾ. സാധാ മെഷീന്റെ മോട്ടർ ഉണ്ട്. യോക്ക് ബ്രാൻഡ് ആണ് പറയുന്നത്. ഏറ്റവും മുകളിൽ മോട്ടറിന് എഴുതിയിട്ടില്ലേ, സ്വിങ് മെഷീൻ മോട്ടർ എന്ന് പറഞ്ഞിട്ട്. ആ റെഡിന്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന വൈറ്റ് അത്. അപ്പൊ മോഷൻ അല്ല മോട്ടർ മെഷീൻ്റെ ഇത് അവൈലബിൾ ആണ്. ഇനി ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ എന്താ ഉള്ളത്? അവിടെ ഉള്ളതാണ്. ഇത് ഫുള്ള് കത്രികയാണ്. നേരത്തെ നോക്കിയ ഫുൾ ബോക്സ് ആയിട്ടാണ്. ഇത് സൂചിയാണ്, ചാക്കന്റെ സൂചിയ. ഇത് സാധാ പ്ലാസ്റ്റിക് ടൈപ്പ് സൂചിയാണ്. ചാക്ക എന്തെങ്കിലും തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കൂടുതൽ യൂസ് ചെയ്യണതാണ് അല്ലേ? ഓക്കെ. പിന്നെ പിന്നാണ് ആർക്കൊക്കെ അടി വേണം, സ്കെയിലും ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ? ഇതാണ് മറ്റേ സ്റ്റീം ഐറൺ മെഷീന്റെ ഷൂ ആണ്. എന്തിന്റെ സ്റ്റീം ഐറൺ മെഷീൻ അല്ലേ മറ്റേ ഷൂ ആണ്. എല്ലാ സൈസ് അവൈലബിൾ ഉണ്ടാവും. ഐറൺ സൂക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ നോർമലി നമ്മളിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കണ്ടേ? ഇത് വെച്ചിട്ട് ഇതിന് മുകളിൽ വെച്ചാലും അടിയിലത്തെ ഷൂ ആണ്. ഇങ്ങനെ ഇത് ആക്ച്വലി പട്ടുസാരി അങ്ങനത്തെ നമുക്ക് എന്താ പറയുക കരിയുന്ന വിചാരിക്കണ അങ്ങനത്തെ തുണിയുടെ മുകളിലേക്ക് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തേക്കുകയാണെങ്കിൽ കുറച്ച് ചൂട് കുറഞ്ഞു കിട്ടും. അതിനു വേണ്ടി കൂടുതൽ യൂസ് ചെയ്യണതാ. പിന്നാണ് ഇത് ഫുള്ള് സിസറാണ്. ഇത് മറ്റേ ക്രോഷറ്റ് സൂചിയാണ്. കളേഴ്സില് ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. പ്ലാസ്റ്റിക്കിലും വരുന്നുണ്ട്, അലുമിനിയം വരുന്നുണ്ട്, സ്റ്റീൽ വരുന്നുണ്ട്. അതെ. ഇത് മറ്റേ ഊലൻ വർക്ക് ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ. ഉള്ളൻ ക്രോഷ്യ വർക്ക്, സ്വെറ്റേഴ്സ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ബാഗ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഇതിനകത്ത് സെയിം ഐറ്റം ക്രോഷ്യ സൂചിയാണ്. പിന്നെ വേറെ വെറൈറ്റീസ് ടൈപ്പ് ആണ്. കുറച്ച് ബാഗ് ആകുമ്പോൾ കുറച്ച് കൺവീനിയന്റ്. സ്റ്റീൽ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഫുൾ സെറ്റ് ആണ്. എല്ലാ നമ്പേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? ഫുൾ മിക്സഡ് സെറ്റ് ആണ്. മൾട്ടി പർപ്പസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോട്ട് നമുക്ക് ഇത് ബോട്ടംനകത്ത് അടിയിൽ വെക്കുന്ന ടൈപ്പ് സ്റ്റിഫ് ആയിട്ടുള്ള ബോട്ടംനകത്ത് യൂസ് ചെയ്യും. പ്ലാസ്റ്റിക് ഉണ്ട്, ക്യാൻവാസ് ടൈപ്പ് ഉണ്ട്. ഇത് 2 ടൈപ്പ് ആണ്. 2 പീസ് പാക്കറ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഇങ്ങനെ അത് പല എത്ര മീറ്റർ എങ്ങനെയാ? ഇത് പാക്കറ്റ് ഉണ്ട്. 2 പീസ് വീതം 20 മീറ്റർ ഇച്ച് വന്നോളൂ. പിന്നെ അടുത്താണെങ്കിൽ സർട്ടനകത്ത് പടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇതുണ്ട്. 1 ഇഞ്ച് ഉണ്ട്, 1.25 ഉണ്ട്. സർട്ടന്റെ പടി എന്ന് പറയുമ്പോ ഈ ബട്ടണില് ഈ കാണുന്ന ബട്ടന്റെ കറക്റ്റ് സ്റ്റിഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ ഇതാണ് പാന്റിന്റെ റോളാണ്. റീലെവൽ പെയർ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 20 മീറ്ററിന്റെ പാക്ക് വരും. ഇത് കോട്ടൺ ടൈപ്പ് ആണ്. ഇതാണെങ്കിൽ പോളിസ്റ്റർ ടൈപ്പ് ആണ്. പാന്റിന്റെ പട്ട ഒക്കെതില്ല അതിന്റെ ടൈപ്പ് ആണ്. പിന്നെ ഇതുണ്ട് കോട്സിന്റെ ആണ്. സെയിം ബ്രാൻഡഡ് ആണ്. മറ്റേ മധുര കോട്സിന്റെ ആണ്. 1 ഇഞ്ച് ഉണ്ട്, 1.25 ഉണ്ട്. 2 ഐറ്റം ഉണ്ട്. 2 ഐറ്റംസ് വരുന്നത്. ഇത് സർട്ടന്റെ പടിയാണ്. പടിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ മെഷീൻ ഓയിൽ. നേരത്തെ കണ്ടത് ചെറിയ ചെറിയ ബോട്ടിൽസ് ആയിരുന്നു. ഇത് ലോക്കൽ. അതെ. ഇല്ല, ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ്. ഇത് 1/2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. ജ്യോതി ബ്രാൻഡിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. ഇത് സെയിം ക്വാളിറ്റി ആണ്. സെയിം ക്വാളിറ്റി. കുറച്ച് വലിയ ടൈപ്പ് 1 ലിറ്റർ, 1/2 ലിറ്റർ അങ്ങനെയായിട്ട് വരുന്നത് കേട്ടോ.
അപ്പൊ അതും എത്ര പീസ് എത്ര ഇത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതാണ് ഫുൾ പാൻറ്റിന്റെ റൂളാണ്. മറ്റേത് ഫുൾ ത്രെഡിന്റെ സിം കോഡാണ് ചെരിപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് വൈറ്റ് ബ്രൗൺ. ഓക്കെ. പിന്നെ അടുത്ത പറഞ്ഞ എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക്കിന്റെ സ്റ്റാർട്ടിങ് 1/4 ഇഞ്ച് സ്റ്റാർട്ട് ആവും. ഇതാണ് 1/4 ഇഞ്ചിന്റെ അല്ലേ? അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫുൾ സ്റ്റോക്ക് ആണ്. എത്ര പീസ് വേണോ ഹോൾസെയിൽ കസ്റ്റമർക്ക് ഫുൾ എപ്പം വേണോ എപ്പം കിട്ടുള്ളൂ. ഇതിന്റെ വീതി കൂടിയതും കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും. അതെ ഉണ്ട്. ഇത് 1/4 ഇഞ്ച്, ഇത് 1/2 ഇഞ്ച്. പിന്നെ അടുത്ത് പറഞ്ഞ ഇത് ഫുൾ 3/4 ഇഞ്ച്. പിന്നാണ് 1 ഇഞ്ച്, പിന്നെ 1.25, പിന്നെ 1.5, 2 ഇഞ്ച് വരെയൊക്കെ സൈസ് ഉണ്ട്. ബ്ലാക്ക് വൈറ്റ് 2 കളർ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ അടുത്ത പറഞ്ഞ ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി വരും നമ്മുടെ മാധുരി ക്വാളിറ്റിയാണ്. മാധുരി സെഞ്ചുറി പെയറായിട്ട് വരും. ഇതിൻ്റെ എല്ലാ സൈസ് അവൈലബിൾ ആണ്. 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, ഒരു മീഡിയം റേഞ്ച് ആയിട്ട് 2 ഇഞ്ച് വരെയൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ബ്ലാക്കും വൈറ്റും 2 കളറാണ്. 2 കളേഴ്സ് അവൈലബിൾ ആണ്. അതെ. ഇതും എലാസ്റ്റിക് തന്നെയല്ലേ? ഇത് എലാസ്റ്റിക് ആണ്. ഇത് 1/4 ഇഞ്ച് ഏറ്റവും ചെറുതാണ്. ഇത് ഡ്രസ്സ് പിള്ളേർക്ക് ഇങ്ങനൊക്കെ കുട്ടികളുടെ ഡ്രസ്സിന് വേണ്ടി അവർക്ക് എലാസ്റ്റിക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണമല്ലോ, ചെറുത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ബ്ലാക്ക് വൈറ്റ് 2 കളർ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അടുത്ത പോണെങ്കിൽ ഇത് നമ്മുടെ നാടാണ്. ചുടിദാറിന്റെ നാടയുടെ ഒരു സെക്ഷൻ 10 പീസിലെ പാക്കറ്റ് വരും. വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്. 2 കളർ ആയിട്ടാണ്. ഇത് ഫുൾ നാടയുടെ സെക്ഷൻ ആണ്. എത്ര മീറ്റർ അത്? ഇത് മീറ്റർ അല്ലേ, ഇത് ഗ്രാം കണക്ക് വരും. ഗ്രാം കണക്കിന്. ഓക്കെ. പിന്നെ ഇതിന്റെ അടുത്ത സൈസ് ഇതുണ്ട്, 5 പീസ് ആയിട്ട് പാക്കറ്റ് വരും. പിന്നെ അടുത്ത് പോവുകയാണെങ്കിൽ 2 പീസിന്റെ പാക്കറ്റ് ഉണ്ടാവും. കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ സിംഗിൾ പീസ് പാക്കിംഗ് ഉണ്ട്. 4 വെറൈറ്റീസ് ഉണ്ട്. 10 പീസ്, 5 പീസ്, 2 പീസ്, 1 പീസ്. ഇത് 1/2 കിലോ ഇതുണ്ട് പാക്കറ്റ്. ഹാഫ് kg ആണ്. ഇതാണ് മിഷിന്റെ ബെൽറ്റ് ആണ്. അതും ഇവിടെ ഉണ്ട്. മിഷിന്റെ ബെൽറ്റ് 4-5 വെറൈറ്റീസ് ഉണ്ട്. ഇതുണ്ട്. പിന്നെ അടുത്ത വേറെ 4-5 വെറൈറ്റി ഉണ്ട്. ഇതാണ് മിഷിൻ ബെൽറ്റ് ആണ്. ഇത് മെഷീൻ ബെൽറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം അല്ല, ലൂസ് ആവും തോറും ടൈറ്റ് ആക്കാൻ. ഇത് മെഷീൻ ഓരോ മെഷീന്റെ ഓരോ സൈസ് ഫിറ്റ് സൈസ് അതിനുള്ളത്. അതിന് ഈ കളറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. ഇത് മെഷീൻ ബെൽറ്റ് ഉണ്ടല്ലേ, വൈറ്റ് അല്ലേ? മെഷീന്റെ ബെൽറ്റ് ആണ്. ഇത് വൈറ്റ് ആണ്. വൈറ്റ്. ഇനി ഈ ഒരു സംഭവം എന്താ ഈ ബ്ലാക്ക് ഇരിക്കുന്നത്? ഇത് എലാസ്റ്റിക് ആണ്. കട്ടി കുറഞ്ഞത്, കട്ടി കൂടിയത് എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് കട്ടി കുറഞ്ഞത്, കട്ടി കുറഞ്ഞ ടൈപ്പ് കേട്ടോ എലാസ്റ്റിക്. കട്ടി കുറഞ്ഞുണ്ട്, കട്ടി കൂടിയതുണ്ട്. ഇത് 4-5 വെറൈറ്റീസ് ഉണ്ട്. ഇതിന് എലാസ്റ്റിക്കിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? ഇത് ഉരുണ്ട ടൈപ്പ് ആണ്. ഇത് എങ്ങനെ പറഞ്ഞത്? ഇത് എലാസ്റ്റിക്. ഇത് ഏറ്റവും കട്ടി കൂടുതലാണ്. ഇതിന്റെ കട്ടി കുറഞ്ഞത് 2 സൈസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നാണ് ഇത് ബട്ടൺ ഉണ്ട്, കവറിംഗ് ബട്ടൺ. മെഷീൻ യൂസ് ചെയ്യാം. തുണി പൊതിഞ്ഞ് വെക്കുന്ന ടൈപ്പാണ്. ഇത് വെറുതെ പ്ലാസ്റ്റിക് ബട്ടൺ ആണ്. ഇതിന്റെ മേലെ കോട്ടൺ തുണി വെച്ചിട്ട് എന്താ കളർ വേണോ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ മെഷീൻ കൂടെ അവൈലബിൾ ആണ്. ഈ മെഷീനകത്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. 22-30 2 സൈസ് ആയിട്ട് ഡൈ കിട്ടും. ഇതിനകത്ത് ചെയ്യാം നമുക്ക്. എന്താ കളർ വേണോ ഇതിനകത്ത്. അപ്പൊ എന്ത് കളർ വേണമെങ്കിലും ഇതിൽ ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ആക്കി വെക്കാം. ഫുൾ സൈസ് ആണ്. 22, 30, 40 ഈ സൈസസ് ഫുൾ അവൈലബിൾ ആണ്. അതെ. ഓക്കെ. മേലെ സിംകോ ആണ്. സിംകോ ത്രെഡ് ആണ്. മറ്റേ കോട്ടൺ ടൈപ്പ് ആണ്. കോട്ടന്റെ. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അടുത്താണ് ഈ ഐറ്റം. ഇത് ബോണിംഗ് ആണ് പറയും. ഈഗിൾ ബോണിംഗ്. നമ്മുടെ ഇത് ഡ്രസ്സോ ബാഗോ എന്നൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിട്ടാണ്. ബോണിംഗ് ആണ് പറയും. 6mm, 8mm അങ്ങനെയൊക്കെ സൈസ് ഉണ്ട്. സൈസസ് വരുന്നതാണ് അല്ലേ? വൈറ്റ് കളർ ഉണ്ട്. ഈ ടൈപ്പാണ് കാണേണ്ട ടൈപ്പാണ്. വൈറ്റ് കളറാ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതാ എന്തോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാത്ത. ഇത് വൈറ്റ് കളർ അവൈലബിൾ ആണ്. പിന്നെ ഏത് കളേഴ്സ് വരുന്നത്? വൈറ്റ് മാത്രമേ ഉള്ളൂ. വൈറ്റ് കളർ. ബോണിംഗ് എന്താ പറയുക? ബോണിംഗ്. അടുത്താണ് കോളറിന്റെ ക്യാൻവാസ് ആണ്. റെഡിമെയ്ഡ് കോളറിനകത്ത് നമ്മുടെ കട്ട് ചെയ്യുന്ന ആവശ്യമില്ല. വെറുതെ ഇതിനകത്ത് സൈസ് ഉണ്ട്. സ്റ്റാർട്ടിങ് 9, 10, 11, 12, 18 സൈസ് വരെയൊക്കെ ഉണ്ട്. അപ്പൊ കട്ട് ചെയ്യണ ആവശ്യമില്ല. നമ്മൾ വെറുതെ റെഡിമെയ്ഡ് ആണ്. ഫുള്ള് സൈസ് അവൈലബിൾ ആയിട്ട് കാണും ഇതിനകത്ത്. ഇതാണ് കോളറിന്റെ ഫുള്ള് ക്യാൻവാസ് ടൈപ്പ് ആണ്. പിന്നെ അടുത്ത ലോക്ക് ത്രെഡ് ആണ്. മെഷീനകത്ത് ലോക്ക് ലോക്ക് ത്രെഡ് മെഷീൻ അത് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും വൈറ്റ് 2 കളർ അവൈലബിൾ ആയിട്ടാണ്. ചെറുതിന്റെ വലുതിന്റെ. ഇതിനകത്ത് 2-3 സൈസ് ഉണ്ട്. ഇത് ബ്ലാക്ക് ആണ്, ഇത് വൈറ്റ് ആണ്. ലോക്ക് ത്രെഡ് ആണ്. ഇത് നല്ല സ്ട്രോങ് അല്ലേ? നല്ല സ്ട്രോങ് ആണ്. പെട്ടെന്ന് പൊട്ടില്ല. നന്നായി വലിക്കണം. എന്റെ കൈ മുറിഞ്ഞു വലിച്ചപ്പോ. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സൈസ് ഉണ്ട്. പിന്നെ ഇത് മോട്ടറിന്റെ ബെൽറ്റ് ആണ്. ഇതിന്റെ സൈസ് ഉണ്ട്. ചെറുതും വലുതൊക്കെ എല്ലാം ഉണ്ട്. എല്ലാ സൈസ് അവൈലബിൾ ആണ്. മോട്ടറിന്റെ ബെൽറ്റ് ബ്ലാക്ക് കളർ ലെതർ ടൈപ്പ്. പിന്നെ അടുത്താണ് ഈ ഐറ്റം ആണ്. ഇത് ടങ്കീസ് ആണ്.
ടങ്കീസ് അവിടെ നമ്മൾ കണ്ടുല്ലോ. ഇത് വേറെ ടൈപ്പാണ്, മറ്റേ എലാസ്റ്റിക് ടൈപ്പാണ്. ഇത് ഫിഷ് വേറെ ടൈപ്പ് ഇതാണ് ടങ്കീസ്. ഓ ചൂണ്ടയിടാൻ. ചൂണ്ടയിടാണ്. ആഹാ ചൂണ്ടയിടാനായിട്ട് ഇനി കട്ടി കുറഞ്ഞത് കട്ടി കൂടിയത് എല്ലാ സൈസ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് 30, 40, 50 150 നമ്പർ വരെ അവൈലബിൾ ആണ്. കട്ടി കൂടിയത് കട്ടി കുറഞ്ഞത് എല്ലാ സൈസ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത പോണ ബട്ടൺസ് സെക്ഷൻ ആണ്. ഷർട്ട് ബട്ടൺ, പാന്റ് ബട്ടൺ, കോട്ട് ബട്ടൺ എല്ലാ കളറ്. അതിൽ വലിയതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇത് കുറച്ച് വലിയ ടൈപ്പ് അല്ലേ? ഇത് വുഡൻ ടൈപ്പ് ആണ്. വുഡിൽ തന്നെ ഇത്രയും വെറൈറ്റീസ്. പിന്നെ ഇത് നോർമൽ നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ ആണ്. ഇതിനകത്ത് ഓൾ കളർ അവൈലബിൾ ആണ്. ഒരു 100 കളർ കാണും. ഇത് ഫുൾ കളേഴ്സ് ആണ് കേട്ടോ. അതില് വലുതും ഉണ്ടാവില്ല ചെറുതും ഉണ്ടാവില്ല. വലുതാണ് ഈ സൈസ് ആണ്. ഇത് പാന്റിന്റെ വെക്കുന്ന ടൈപ്പ് ആണ്. ഇതിന്റെ കുറച്ച് വലിയ സൈസ് ആണ്. പാന്റിന്റെ നമ്മൾ സാധാരണ വെക്കുന്ന ടൈപ്പ് ആണ്. പിന്നെ ഷോ ബട്ടൺ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതാ ഷോ ബട്ടൺസ്. അതിൽ പല മോഡൽസ് അവൈലബിൾ ആണ്. പിന്നെ ഷോ ബട്ടൺസ് കണ്ടോ, ഗോൾഡിലുണ്ട്, സിൽവറിലുണ്ട്, അങ്ങനെ പല പല മോഡൽസ് പല വെറൈറ്റീസിലുണ്ട്. പിന്നെ ഇത് റണ്ണറാണ്. നമ്മുടെ ജിബിനകത്ത് വെക്കുന്ന ടൈപ്പ് റണ്ണറാണ്. 3ഉം 5ഉം 8ഉം അങ്ങനെ സൈസ് വരും. പാക്കറ്റായിട്ട് കിട്ടും ഇത്. പിന്നെ ജിബും ഉണ്ട് അവൈലബിൾ ആണ്. ബാഗിനെ വെക്കുന്ന ടൈപ്പ് ജിബിന്റെ റണ്ണറാണ്. ഫുൾ പാക്കറ്റ് എടുക്കണം. അതെ, ഒരു പാക്കറ്റാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ. 500 പീസ് 1000 പീസ് ഇങ്ങനെ പാക്കറ്റ് കാണും. അത് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. 1, 2, 3 ക്വാളിറ്റി ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് ഫുൾ ബട്ടൺസ് ആണ്. ഷർട്ടിന്റെ ബട്ടൺ ആണ്. കളേഴ്സ് ഫുൾ അവൈലബിൾ ആയിട്ടാണ്. ഓക്കെ. പിന്നെ അടുത്ത നമ്മുടെ ഇതാണ്, ഇത് പറയണ റിബൺ ആണ്. സാറ്റിൻ റിബൺ വരും. സാറ്റിൻ റിബൺ ആണ്. ഇത് ഇപ്പുറത്ത് നിന്നോളൂ. ഓക്കെ. സാറ്റിൻ്റെ റിബൺസ് നമുക്ക് ഡ്രസ്സിനോ അല്ലെങ്കിൽ ബോ ഉണ്ടാക്കാനോ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ക്രാഫ്റ്റ്സ്, ഫ്ലവേഴ്സ് അതിന്റെ സൈസ് അവൈലബിൾ ആണ്. 1/4 ഇഞ്ച്, 1/2 ഇഞ്ച്, 1 ഇഞ്ച്. ഇതിനകത്ത് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ കളേഴ്സ് ഒന്നും കളേഴ്സ് ആണ്. ഇത് ഫുൾ കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. അതേ കണ്ണത് മൊത്തം കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതാണ് കാണുന്നത് നമ്മുടെ ഗ്ലൂ ഗൺ സ്റ്റിക്ക് ആണ്. ഇത് രണ്ട് സൈസ് അവൈലബിൾ ആണ്. ഇത് ചെറുതാ. പിന്നെ ഇതിനെ കുറച്ച് വണ്ണം കൂടിയ ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ആണ്. ഓക്കെ. പിന്നാണ് ത്രെഡിന്റെ ഒരു വെറൈറ്റീസ് കൂടി ഉണ്ട് ഇവിടെ. ഇത് സിംകോടെ ത്രെഡ് ആണ്. നമ്മുടെ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിനകത്ത് ഫ്രെയിം കട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നല്ല സ്ട്രോങ് നൂലാണ്. സിംകോ നമ്പർ 2 ആണ്. അപ്പൊ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ വന്നാൽ കിട്ടും. എംബ്രോയിഡറി വർക്ക് ബൂട്ടിക് ആൾക്കാർക്ക് നല്ല യൂസ് ചെയ്യും. മറ്റേ ഫ്രെയിം വുഡിന്റെ ഇത് കട്ടാൻ വേണ്ടി. അതെ, ബട്ടൺസ് ഫുൾ റേഞ്ച് ആണ്. ഇത് ഫുൾ ബട്ടൺസ് ട്ടോ. അടുത്താണ് പൈപ്പിംഗ് ത്രെഡ് ആണ്. ഇത് റെഡ് കളർ, ഏറ്റവും മുകളിൽ വയലറ്റ് കളറിന്റെ ബോക്സ് ആണ്. ആ വയലറ്റും ആ റെഡ് കളർ ബോക്സ് ഇരിക്കുന്നത്. അതെ അതെ. ഓക്കെ. പിന്നെ ഇതെന്താ? ഇതാണ് മിററിന്റെ ഫുൾ സ്റ്റോക്ക് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചാക്ക് ഫുൾ പാക്കിംഗ് ആയിട്ട് ഇങ്ങനെ ഫുൾ മിറേഴ്സ് ആണ്. അത് പല മോഡൽസ്, പല വെറൈറ്റീസ്, പല സൈസിലും അവൈലബിൾ ആണ്. ഫുൾ മിറേഴ്സ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനും കൂടി ഒന്ന് കവർ ചെയ്യാം. ഇത് ഫുൾ ഫ്രെയിമുകൾ അല്ലേ? ഫ്രെയിം ആണ്. ഇതിനകത്ത് സൈസ് ഉണ്ട്. 5ഉം 6ഉം 7, 8, 9, 10, എനിക്ക് ഈ 11, 18 വരെ ഉണ്ട്. എനിക്ക് ഈ സൈസ് മതി. ഇതാണ് ഏറ്റവും വലുത്. ഇല്ല, ഇത് സ്ട്രൈറ്റ് ആണ്. ഇതിനകത്ത് 3 ഫീറ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3 ഫീറ്റ്, 4 ഫീറ്റ്, 5 ഫീറ്റ്, 6ഉം 8ഉം പിന്നെ 10 ഫീറ്റ് വരെ അവൈലബിൾ ആണ് ഇതിനകത്ത്. ഓക്കെ. പിന്നെ ഇതാണെങ്കിൽ റൗണ്ട് ഫ്രെയിം ആണ്. ഇത് നോർമൽ നമുക്ക് കൈകൊണ്ട് ചെയ്യുന്ന എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ കുറച്ച് ബുട്ടിക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഇത് മറ്റേ നമ്മുടെ കൂടുതൽ ഡ്രസ്സോ ലെഹങ്കാജോ സാരി ഇതിനകത്ത് ചെയ്യാം. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇതിൽ ചെയ്യാം. അതിന്റെ ഏറ്റവും വലിയ സൈസ് ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് 18 ഇഞ്ച് ആണ്. ഏറ്റവും വലിയ സൈസ് ആണ്. ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറിയ സൈസ് ഇതാന്ന് തോന്നുന്നു. ഇത് നമ്പർ 5 ആണ്. ഇത് നമ്പർ 18 ആണ്. ഏറ്റവും ചെറുതും ഏറ്റവും വലുത്. ഇതിന്റെ നടുക്കിൽ കുറെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ റൗണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഉണ്ട്. അത് ഒരു പീസായിട്ട് കിട്ടും. പക്ഷെ കടക്കാർക്ക്, ബുട്ടിക്കാർക്ക്, യൂണിറ്റ്കാർക്ക് മാത്രം അല്ലേ? ഇത് ഫുൾ ആയിട്ട് അങ്ങനെ എടുക്കണമെന്നില്ലല്ലോ. ഇതും അവർക്ക് പീസായിട്ട് അങ്ങനെ കൊടുക്കും. ഓക്കെ. അപ്പൊ ഇത് ഫുൾ ഫ്രെയിമിന്റെ സെക്ഷൻ ആണ്. പിന്നെ വൂളൻ ത്രെഡ് ആണ്. വൂളൻ യാർൺ ആണ്. ഇതിനകത്ത് എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. സ്വെറ്റർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വുള്ളിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അത് കൂടാണ്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം നമുക്ക് ഡ്രസ്സിന്റെ ബാക്കിലൊക്കെ ടാഗ് വെക്കില്ലേ, നമുക്ക് എത്ര 36 ആണോ, 39, 38 ആണോ, 40 സൈസ് ആണോ അതിനൊക്കെ. പിന്നെ ഇത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് 5XL സൈസിന്റെ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഏറ്റവും ലാസ്റ്റ് 50 നമ്പർ വരെയൊക്കെ അവൈലബിൾ ആണ്. സൈസ് വരെയൊക്കെയുള്ള ഇത് അവൈലബിൾ ആണ്. അതിന് മുകളിലേക്ക് വേണമെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. അതും അവര് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ? അതെ. പിന്നെ അടുത്താണെങ്കിൽ ഇത് ലേസ് ആണ്. ഈ ടെമ്പിൾ ടൈപ്പ് ടൈപ്പ് ആണ്.
ടെമ്പിളിനെ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ലേസ് ആണ്. ആ ടെമ്പിൾസ് ഈ കൂടുതൽ ഈ താലിയിലൊക്കെ വെക്കുമ്പോൾ അതിന്റെ സൈഡിൽ പിന്നെ തുണീസിന്റെ ഒക്കെ സൈഡിൽ വർക്ക് ചെയ്യാൻ ഇതിനൊക്കെ സിൽവർ എല്ലാ കളറും അവൈലബിൾ ആയിട്ടാണ്. വീതി കുറഞ്ഞത് വീതി കൂടിയത് എങ്ങനെയൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇങ്ങനെ ഓക്കെ. ഫുൾ സ്റ്റോക്ക് ആണ്. ഇത് നമ്മൾ ക്രോഷ്യേര് അവിടെ കണ്ടതല്ലേ? എക്സ്ട്രാ സ്റ്റോക്ക് ആണ്. ആ അത് അവിടെ വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ബ്രേക്ക് എടുത്താലോ, ഒരു ചായ കുടിച്ചിട്ട് വന്നല്ലോ. ആ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇനിയിപ്പോ ഇതൊക്കെ എന്താ? ബ്ലൗസ് പാഡ് ആണ്. ആ ബ്ലൗസ് പാഡ്, ഗൗൺ പാഡ്, അത് പല സൈസസും അവൈലബിൾ ആണ്. ഇത് ഫുൾ ഇങ്ങനെ തന്നെ എടുക്കണോ? ഇല്ല ലൂസ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷെ റീറ്റെയിൽക്കാർക്ക് ഇല്ല കേട്ടോ, അത് കടക്കാർക്ക് മാത്രമുള്ള. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഫുൾ സിബിന്റെ ഒരു ഫുൾ സെക്ഷൻ പാക്കറ്റ് ആണ്. സിബ് ഇവിടെ ഫുൾ പാക്കറ്റ് ആ മറ്റേത് ലൂസ് ആയിട്ട് എടുക്കാം. ഇത് ഒരു കളർ 100 പീസിന്റെ പാക്കറ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഫുൾ സിബിന്റെ സെക്ഷൻ. നമ്മൾ ഫോളും അവിടെ തന്നെ കണ്ടു. സാരി ഫോളുടെ സെക്ഷൻ ആണ് ഈ ഫുൾ കാണുന്നത്. അപ്പൊ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്, വന്ന വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഹാങ്കേഴ്സും അവൈലബിൾ ആണ്. ബുട്ടിക്കാർക്കൊക്കെ ഹാങ്കേഴ്സും വേണമല്ലോ അല്ലേ? ഹാങ്കേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. പല മോഡൽസ് ഹാങ്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ തന്നെ പല മോഡൽസ് ഉണ്ട്. ഞാൻ നിലത്തേക്കുണ്ട് കേട്ടോ. ഹാങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് പല മോഡൽസ് അവൈലബിൾ ആണ്. ജസ്റ്റ് സാമ്പിൾസ് മാത്രമേ ഇവിടെ ഇരിക്കുന്നത്. ഇതും സിബിന്റെ സാധാ സിബ് ഉണ്ട്, ഇൻവിസിബിൾ സിബ് ഉണ്ട്. ഇനിയിപ്പോ നോർമൽ ആയിട്ടുള്ളത് ഓക്കെ. അത് ഈ ഒരു ഫുൾ സെക്ഷൻ. ഇനി ഇപ്പുറത്തെ എന്താ? KBC thread ആണ്. സിൽക്ക് ത്രെഡ് എന്ന് പറയും. സിൽക്ക് ത്രെഡ് മെഷീൻ എംബ്രോയിഡറി ത്രെഡ് ആണ് കേട്ടോ. അപ്പൊ മെഷീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ത്രെഡ്സ്. അതിൽ കളേഴ്സ് എത്ര തരം കളേഴ്സ് ഉണ്ട്? ഒരു 552 കളേഴ്സ് ഉണ്ട്. 552 കളേഴ്സ്. ഇത് ഫുൾ സിൽക്കിന്റെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കളറും കൂടി കാണിച്ചു തരാം. ഇത് ഫുൾ ഒരെണ്ണായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റൂലേ? ഇതിൽ ആയിട്ട് സെയിൽ ചെയ്യുന്നു. ഇതിന്ന് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പല കളേഴ്സ്. ഇതാ അതിന്റെ കളറാണ് ഈ കാണുന്നത്. ഒരെണ്ണം ഇങ്ങനെ മുകളിൽ വെച്ചപ്പോൾ എനിക്ക് ആ കളർ കണ്ടപ്പോൾ അത് ഇഷ്ടമായിട്ട് എടുത്തതാ. അപ്പൊ ഇത് ഫുൾ KBCയുടെ അത് സൈസസ് അവൈലബിൾ ആണോ? എങ്ങനെയാ? അത് ഒരു റോളാണ്. ഓക്കെ. ഇതുപോലത്തെ ഒരു റോള്, ഇങ്ങനെ ചെറിയൊരു റോള്, അത് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ എടുക്കാം. ഇത് ഫുൾ കാണുന്നത് KBC അല്ലേ? ഇതൊക്കെ KBC അല്ലേ? അതിന്റെ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇനി എന്താണ് കാണിക്കാനുള്ളത്? നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ്. ഇത് ഇവിടെ വരെ KBC. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാ. പിന്നെ ഇത് വരുന്നത് നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് സാധാരണ. ഇതിങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ തുറന്നിങ്ങനെ കാണിക്കണം, എന്നാലേ അറിയുള്ളൂ ഞങ്ങൾക്ക് എന്താന്നുള്ളത്. ഇതാ ഇത് നോർമൽ സാധാ മെഷീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിന്റെ പല സൈസസ് അവൈലബിൾ ആണ് അല്ലേ? ഇതിപ്പോ 150 മീറ്ററിന്റെ ആണ്. പിന്നെ 800 മീറ്റർ അപ്പുറത്തെ സെക്ഷൻ ആണ്. ഇത് പൂട്ടാൻ പറ്റില്ല, പിന്നെ പൂട്ടിയാൽ മതി. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ തുറന്ന്, കാരണം ഇത് ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ ഫുൾ കാണുമ്പോൾ ഫുൾ ബോക്സ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പൊ ഏതൊക്കെ തുറക്കുമ്പോൾ എന്തൊക്കെ തുറക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഷെയ്ഡ് കാർഡ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് കളറാന്ന് നോക്കിയാൽ മതി. അത് മാച്ച് ചെയ്തിട്ട് ആ കളർ ഒന്ന് ഇവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളേഴ്സ് ഇവിടെ പിടിച്ചേ വെറുതെ നിൽക്കണ്ട. ആ കളേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ ആ കളേഴ്സ് അവർ എടുത്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഫുൾ ബോക്സ് ഇങ്ങനെ തുറന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ മൊത്തം മിക്സ്ഡ് ആയിട്ട് കളേഴ്സ് വരുന്നുണ്ട് ഇതിലിപ്പോ. ഓക്കെ. ഇത് നമുക്ക് ഒരു കളർ തന്നെ ആയിരിക്കും 20 പീസ് വരാം. അപ്പൊ ഇതിലാകുമ്പോ 100 പീസ് ഉണ്ടാവും. പല കളേഴ്സ്. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലേ? ഈ ഫുള്ളി ഇരിക്കുന്നത് ഇത് ഏതാ ബ്രാൻഡ് വരുന്നത്? ഇത് വർദ്ധമാൻ. അത് പറയണം. ബ്രാൻഡ് വർദ്ധമാൻ എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ബ്രാൻഡ് അല്ലേ? അപ്പൊ വർദ്ധമാൻ ബ്രാൻഡിന്റെ ആണ് ഈ ഫുൾ സെക്ഷൻ വരുന്നത്. ഇനി TLR സിബ്, പാന്റിന്റെ സിബ് ഇല്ലേ? ഓ, അപ്പൊ അവിടെ കണ്ടത് നോർമൽ ഗൗണ്, നൈറ്റി സിബ്, അങ്ങനത്തെ സിബ്. ഇത് പാന്റിന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സിബ് ആയിരിക്കും. ആണുങ്ങൾക്ക് അപ്പൊ വെറൈറ്റി വെച്ചിട്ടാണല്ലേ? ഇത് നമ്മുടെ നൈലോൺ ത്രെഡ് എന്ന് പറയും. നൈലോൺ ത്രെഡ് ഈ ഹാൻഡ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഹാൻഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ഇതാണ് രംഗോളി. ഓക്കെ. നമ്മളവിടെ മെഷീൻ എംബ്രോയിഡറി ഉണ്ടല്ലേ, ഇത് ഹാൻഡ് എംബ്രോയിഡറി. ഓക്കെ. ഹാൻഡ് വർക്കിന് യൂസ് ചെയ്യുന്ന ത്രെഡ് ആണ് കേട്ടോ. മറ്റത് മെഷീനിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഹെയർ ബാൻഡ്സ്, ഫ്ലവേഴ്സ്, ഇതിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്താണ്? ക്യാൻവാസ്. ഒന്ന് ഉഷാറായിട്ട് പറയുക, നല്ലതാണ് ഞങ്ങൾ കാണുള്ളൂ. ഉഷാറായിട്ട് പറയും. ഇവിടെയും ഉണ്ടല്ലോ ഫുൾ ത്രെഡുകൾ. ഇതാണെങ്കിൽ ശരിക്കും ഇവിടെ കളേഴ്സ് കാണാൻ പറ്റൂട്ടോ. അത് ഇങ്ങനെ പുറത്ത് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഒന്ന് അടുത്തേക്ക് വരാണെങ്കിൽ ശരിക്കും കറക്റ്റ് ഓരോ പീസിൽ ഇങ്ങനെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്പേഴ്സ് വെച്ചിട്ട് അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഒരു പച്ച എടുത്താലാ? ഇതേതാ ബ്രാൻഡ് പറയേ?
ഇതിപ്പോ ആങ്കർ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ രംഗോളിന്റെ കണ്ടില്ലേ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് കുറച്ചുകൂടി കൂടിയ ഐറ്റാണ്, ക്വാളിറ്റി കൂടിയാണ്, കൂടിയ ഐറ്റം. കളർ പോവില്ല, ഫേഡ് ആവില്ല, അതിനുള്ള ഐറ്റംസ് ആണ്. ആങ്കർ എന്നുള്ള ബ്രാൻഡിന്റെ ഇത് വരുന്നത് ത്രെഡ് ആണ്, പാന്റിന് തയ്ക്കുന്ന ത്രെഡ്. പാന്റ്. ഓക്കെ ഓക്കെ, കുറച്ചും കൂടി കട്ടി വേണമല്ലോ ജീന് പാന്റിനൊക്കെ, അതിനായിട്ട് യൂസ് ഓക്കെ. അപ്പൊ എല്ലാം തരം ഇത് നൂലുകൾ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പൊ ഒന്ന് നോക്കിയത് ഇത് ഫുൾ നൂലുകൾ മാത്രമാണ്. അപ്പൊ വർദ്ധമനായി, ആങ്കറായി, റംഗോളായി, KBC ഉണ്ട്. KBC. അപ്പൊ ബ്രാൻഡ് നൂലുകൾക്ക് വരെ ബ്രാൻഡുകളായി തുടങ്ങിയിട്ടുണ്ട്. സാരിഫോൾ വരുന്നുണ്ട്. സാരിഫോൾ എന്ന് പറയുമ്പോ നമ്മൾ അവിടെ കണ്ട സാരിഫോൾ ഇത് കുറച്ചുകൂടി കൂടിയ ക്വാളിറ്റി. 2-3 ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒന്നല്ല പറഞ്ഞത്. അതായത് ഫുൾ കാണുന്നത് സാരി ഫോൾ, അടിയിലും ഉണ്ട് കേട്ടോ, നിറവ് സാരി ഫോളിന്റെ കളക്ഷൻസ് ആണ്. ഇത് മുകളിലും സാരി ഫോൾസ് ആണ് ഫുള്ള് വരുന്നത്. സാരി ഫോൾ, സാരി ഫോൾ, സാരി ഫോൾ. അപ്പോൾ വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, ഇങ്ങനെ. പിന്നെ ക്യാൻവാസ് അല്ലേ, ക്യാൻവാസ്. ഇത് ചുരിദാറിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്യാൻവാസ്. ഇത് 3 ടൈപ്പിലായിരിക്കും വരാം. ഇതിനുണ്ട് ക്വാളിറ്റി, ഇതിനുണ്ട് ക്വാളിറ്റി ക്യാൻവാസിൽ തന്നെ. അപ്പൊ 3 ക്വാളിറ്റിയിൽ വരെ, കട്ടി കുറവ്, മീഡിയം, കൂടുതൽ അങ്ങനെ വരും. 10 മീറ്ററിന്റെ ഒരു ബണ്ടിലായിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇതായി പിന്നെ ഇവിടെ നമ്മള് നോർമൽ സിറ്റിംഗ് ത്രെഡ് ആണല്ലേ, അതിന്റെ തന്നെ മീറ്റർ കൂടിയത്. ഓക്കെ, നേരത്തെ കുറച്ചുകൂടി മീറ്റർ. 150 മീറ്റർ ആണെങ്കിൽ ഇതൊരു 800 മീറ്റർ ഉണ്ടാവും. ഓക്കെ. അതൊരു ബോക്സിൽ 20 പീസ്, ഇതിപ്പോ 10 പീസ് ആയിട്ട്. അതിന്റെയാണ് ഈ ഫുൾ കാണുന്നത്. ഇത് ഫുള്ള് ഇത് ഫുള്ള് കാണുന്നത് അതിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇത് ഏതാ ബ്രാൻഡ്? 7 സ്റ്റാർ. 7 സ്റ്റാർ. അപ്പൊ 7 സ്റ്റാർ ബ്രാൻഡും ഉണ്ട്. ഓക്കെ. കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. 500 സംതിങ് കളേഴ്സ് ഇതിലോ അവൈലബിൾ ആണ് അല്ലേ. ഇവിടെ ലൈനിങ് വരുന്നുണ്ട്. ലൈനിങ് മീറ്റർ 20. ഇത് ഫുൾ ലൈനിങ് ആണ് ഈ കാണുന്നത് മൊത്തം. അതെ, കോട്ടൺ ലൈൻ. മീറ്ററിനാണെങ്കിൽ മീറ്ററിന് കട്ട് ചെയ്യില്ല, നമ്മളിപ്പോ ഒരു ബണ്ടിലായിട്ടായിരിക്കും കൊടുക്കുക. അപ്പൊ എത്ര മീറ്റർ ഉണ്ടാവും ഇതില്? 24-20 മീറ്റർ ഉണ്ടാവും. 20 മീറ്ററിന്റെ ഒരു ഇതാണ്. അപ്പൊ ലൈനിങ്ങിന് മാത്രമായിട്ടുള്ളത് അതിന്റെ ഒരു സെക്ഷൻ ആണ് ഈ ഫുൾ കാണുന്നത്. ക്യാൻ ഈ മുകളിൽ ഇരിക്കുന്നത് മൊത്തം ക്യാൻവാസ്, ഷിഫ്റ്റ് നെറ്റ്. ഓക്കെ, അതൊക്കെ മുകളിലിരിക്കണത്. അത് 2-3 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. കട്ടി കൂടുതൽ വേണ്ടുന്നവർക്ക് കട്ടി കൂടുതൽ, കുറവ്. ഇനി ഒരു കാര്യം മനസ്സിലായില്ലേ, 3 ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. ഏത് ചോദിച്ചാലും ക്വാളിറ്റി വൈസും കൂടി ചോദിച്ചോളാം. അപ്പൊ അതിനനുസരിച്ച് റേറ്റും മാറ്റം ഉണ്ടാവും, ക്വാളിറ്റിക്കും വ്യത്യാസം വരുന്നതായിരിക്കും. അത് അവിടെ ഉള്ളിലിരുന്നോട്ടെ. അപ്പൊ ഇതാണ് കളക്ഷൻസ് വരുന്നത് അല്ലേ, ഫുൾ ലേസിന്റെ ഒരു കളക്ഷൻസ്. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഒന്നുകൂടി പറയാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീം ഇപ്പോൾ ബിസിയാണ്, അവർ വേറെ കസ്റ്റമറായിട്ട് ബിസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലത്തെ ലുക്ക്. എവിടം വരെ പോയി, എവിടം വരെ എത്തി നമ്മളല്ലേ. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീമുകളൊക്കെ എവിടെ പോയി? 2 ആളും കൂടി ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഒരാള് ഇതേ കണ്ടുപിടിച്ചു, വേഗം ആയിട് നമുക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണ്ട. ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല. എന്താ അവന്റെ പേര്? ചേത്തൻ. ചേത്തനെ വിളി. ഒന്നും ഇല്ല, അവിടെ കസ്റ്റമറാണ് എന്നെ നോക്കി ചിരിക്കുക. ചേത്തന്നെ വിളിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു കട്ട് വേണ്ടി വരും. കാരണം ഇത്ര നേരം എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഹെൽപ്പ് ചെയ്തത്. അപ്പൊ എന്തായാലും ഒരു ബായ് പറയുമ്പോൾ ആളും കൂടി വേണം എന്റെ കൂടെ. ചേത്തന്നെ എവിടേക്ക് പോയാ? ഭക്ഷണം കഴിക്കാൻ പോയാ? നേരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. എന്തായാലും കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട്. ഇനിയും ബാക്കിയുള്ളത് അവർ വന്ന് കണ്ടോട്ടെ, കാരണം ഇത് കണ്ടാലും തീരില്ല. എന്തായാലും അവർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട്. എന്താ ഇവിടത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഷോപ്പ് ഉള്ളത് മെയിൻ മാർക്കറ്റ് റോഡ്, നിയർ ബൈ മേത്ര ബസാർ, എറണാകുളം. ഷോപ്പിന്റെ പേരുള്ള ന്യൂ സൂര്യ ലേസ് ഹൗസ്. ഓക്കെ, ഇനി ഇത് വരാനുള്ള വഴിയും കൂടി പറഞ്ഞു തരാം. വരാനായിട്ട് 3-4 വഴിയുണ്ട്. എങ്ങനെയൊക്കെ വരാൻ പറ്റും? ജസ്റ്റ് ബ്രോഡ്വേന്ന് കയറുമ്പോൾ ഈ ക്ലോത്ത് ബസാർ ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റ് ഇടുമ്പോൾ ഒരു 4ാമത്തെ ഷോപ്പാണ് സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഷോപ്പ് കാണാം നമുക്ക്, മേനക ബസ് സ്റ്റോപ്പിന്റെ അവിടെ അല്ലേ. അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. 2 വീലർ ആണെങ്കിൽ വന്ന് പാർക്ക് ചെയ്തോ, കാർ ആണെങ്കിൽ ഈ ഭാഗത്തേക്ക് കയറ്റേ വേണ്ട കേട്ടോ. അതൊരു മാർക്കറ്റാണ്, വലിയ ബിഗ് മാർക്കറ്റാണ്. അപ്പൊ സിലിക്കോണിന്റെ അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യുക, അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവൻ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കാണും. അതിൽ ജസ്റ്റ് ആ വഴി കൂടെ നേരെ അങ്ങോട്ട് മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷന്റെ പേരില്ലേ? ക്ലോത്ത് ബസാർ ജംഗ്ഷൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ക്ലോത്ത് ബസാർ ജംഗ്ഷൻ വരും. ആ ബസാർ ജംഗ്ഷൻ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുക്കുമ്പോൾ ഒരു 5-6ാമത്തെ ഷോപ്പാണ് ന്യൂ സൂര്യ ലേസ് ഹൗസ്. കുറച്ചുകൂടി അങ്ങോട്ട് ലെഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് 4 ഷോപ്പൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മേത്ര ബസാർ വരും. അപ്പൊ അവിടേക്ക് എത്തണ്ട, അതിന് മുന്നായിട്ടാണ് ഈ ഒരു ഷോപ്പ്
ഷോപ്പ് വരുന്നത്. അപ്പോൾ റൂട്ട് മനസ്സിലായില്ലേ? അപ്പം ആ വഴിക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ MG റോഡ് വരുമ്പോൾ നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റിൻ്റെ കയറിയിട്ട് നേരെ വരുമ്പോൾ ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, പച്ചക്കറി മാർക്കറ്റിൻ്റെ ജംഗ്ഷൻ. അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡ് ഷോപ്പ് കാണും. പിന്നെ ഈ മേത്ര ബസാർ എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫേമസ് ആണ്, പറഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫേമസ് ആണ് ഈ ക്ലോത്ത് മാർക്കറ്റ് പറയണേക്കാളും കൂടുതൽ. അപ്പം ഇവിടെ ഡയറക്റ്റ് വരിക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ട്രോളി പിടിച്ച് നടക്കുക. ഒരു ട്രോളി മതിയാവില്ല, 2 കൈയുണ്ടെങ്കിൽ 2 ട്രോളി പിടിച്ച് നടന്നോ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക, നേരിട്ട് സംസാരിക്കുക. വീഡിയോ കോൾ, ഇന്ത്യയുടെ പുറത്തുള്ളവരാണെങ്കിൽ അവർക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ആണ് ഇവിടുന്ന് കാർഗോ വഴിക്ക് അയച്ചും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഫുൾ ടീമാണ് എനിക്ക് വേണ്ടി സപ്പോർട്ട്. ഇനിയും സ്റ്റാഫ്സ് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ കസ്റ്റമേഴ്സ് ആയിട്ട് ബിസിയാണ്. പക്ഷെ ഒന്ന് വിളിക്കാവോ എല്ലാവരും ബായ് പറയാനായിട്ട്? എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ സബാജോ ജൽദി ജൽദി ഭാഗോ. ബാക്കിയുള്ളവരുണ്ട്, അവരവിടെ കസ്റ്റമറായിട്ട് ബിസിയാ. ഓൾഡ് വുമൺ നമ്മുടെ ഇവിടെ കടയിലത്തെ ഏറ്റവും ഓൾഡ് വുമൺ ആണ്. കുറെ കൊല്ലങ്ങളായി ഇവിടെ തന്നെ. ഇപ്പൊ 6 വർഷമായില്ല നമ്മളിവിടെ. നമ്മുടെ ഇവിടുത്തെ ഓണറാണ്, മെയിൻ ഓണർ. പിന്നെ സ്റ്റാഫ്സ് ആണ്, ഇനിയും സ്റ്റാഫുകൾ ഉണ്ട്. എല്ലാവരും കാണിക്കില്ല, കാരണം അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ ബില്ലിംഗ് സെക്ഷനിൽ ഞാൻ പിടിച്ച് വലിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ താങ്ക് യു ഓൾ ടീം. ന്യൂ സൂര്യ ലേസ് ഹൗസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓണർ താങ്ക് യു. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.